ജോയ്സ് ടിവിയിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളെല്ലാവരെയും കർത്താവ് ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. ഞങ്ങളുടെ ഈ ചാനലിലൂടെ കടന്നു വരുന്നതായ സാക്ഷ്യങ്ങളൊക്കെയും നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അനുഗ്രഹവും ആശ്വാസവുമായി തീരുന്നു എന്ന് ഞങ്ങൾക്ക് നിങ്ങളുടെ പലവിധമാകുന്ന പ്രതികരണങ്ങളിലൂടെ മനസ്സിലാക്കുവാൻ കഴിയുന്നു. അതിനെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ദൈവം നിങ്ങളെ എല്ലാം പിന്നെയും ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഇന്ന് നമ്മളോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു ജീവിതത്തിന്റെ അനുഭവങ്ങളെ പങ്കുവയ്ക്കേണ്ടതിന് കടന്നു വന്നിരിക്കുന്നത് കർത്താവിന്റെ ദാസി മിനിയെ ആണ്. തിരുവനന്തപുരത്തുനിന്ന് ആ പ്രിയ കർത്താവിന്റെ ദാസിയെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ജോയ്സ് ടിവിയിലേക്ക് ഞങ്ങൾ ഹാർദവമായി സ്വാഗതം ചെയ്യും. പ്രൈസ് ലോർഡ് സിസ്റ്റർ. സുഖായിരിക്കുന്നു. ഓക്കെ, കർത്താവ് സഹായിക്കട്ടെ. കർത്താവിന്റെ ദാസനും കുഞ്ഞുങ്ങളും ഒക്കെ സന്തോഷമായിരിക്കുന്നുവല്ലോ? സന്തോഷമായിരിക്കുന്നു. ഓക്കെ സിസ്റ്റർ, ജീവിതത്തിന്റെ ഒത്തിരി കടന്നുപോയ വഴികളുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. വഴികളെയൊക്കെ പ്രേക്ഷകരുടെ അനുഗ്രഹത്തിനും അറിവിനും വേണ്ടി പറയുന്നതിന് മുന്നമേ തന്നെ നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. സ്തോത്രം സ്തോത്രം സ്തോത്രം. പരിശുദ്ധനായ കർത്താവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്ന അപ്പാ. ഹല്ലേലൂയ. അങ്ങ് ഞങ്ങളെ ജീവിതങ്ങളും വഴികളും ഒക്കെയും എത്ര വലുതാണ്. ഹല്ലേലൂയ. അതൊക്കെയും പ്രസ്താവിക്കുന്നത് കേൾക്കുന്ന അനേകരുടെ ജീവിതത്തിൽ ആശ്വാസവും വിടുതലും കർത്താവിനോട് അടുക്കുന്നതിന് മുഖാന്തരവുമായി തീരുവാൻ ദൈവം അവിടുന്ന് സഹായിക്കണമേ. പ്രിയ കർത്താവിന്റെ ദാസിയെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അടിയനെ ഏൽപ്പിക്കുന്ന ഞങ്ങളുടെ സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരുന്നാട്ട് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗ്രഹിക്കട്ടെ. ജീവിതത്തിന്റെ അനുഭവങ്ങളെ എല്ലാം സിസ്റ്റർ ഷെയർ ചെയ്യാം. ആമേൻ. സ്തോത്രം. കുട്ടിക്കാലത്ത് പറയല്ലോ? തീർച്ചയായിട്ടും സിസ്റ്ററിന്റെ കുട്ടിക്കാലം തൊട്ടാണ് ഇന്ന് വരെയുള്ളതാണ് നമുക്ക് കേൾക്കേണ്ടത്. ഓക്കെ, ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എനിക്ക് പകൽക്കാലം പ്രിയ ചാനലിന്റെ പേരെനിക്ക് അത്ര അറിഞ്ഞുകൂടാ. ജോയ്സ് ടി വി എന്ന ചാനലിലൂടെ എന്റെ ദൈവത്തിന്റെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ, ദൈവം ചെയ്ത അത്ഭുതങ്ങളെ ദൈവസന്നിധിയിൽ പറയുവാൻ, എന്റെ ജീവിതത്തിന്റെ അനുഭവങ്ങളെയൊക്കെ ദൈവസന്നിധിയിൽ പങ്കുവയ്ക്കുവാൻ ദൈവം എനിക്ക് ജോയ്സ് ടി വിയിലൂടെ ദൈവം ഒരുക്കി തന്ന നല്ല അവസരത്തിനായിട്ട് ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇങ്ങനെ ഒരു അവസരം തന്ന ചാനലിനും ഞാൻ എന്റെ നന്ദി അറിയിക്കുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എന്റെ ജീവിതാനുഭവങ്ങൾ എന്ന് പറഞ്ഞാൽ, എന്റെ കുട്ടിക്കാലം എന്ന് പറഞ്ഞാൽ, ഞാൻ ഓർമ്മ വെച്ച നാൾ മുതൽ എന്റെ പിതാവിന്റെ മദ്യപാനം കണ്ടാണ് ഞാൻ ജനിച്ച് ഓർമ്മ വെച്ച നാൾ മുതൽ എന്റെ പിതാവ് മദ്യപിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടു തുടങ്ങിയത്. അപ്പൊ എന്റെ അമ്മ പറഞ്ഞ ഓർമ്മയുണ്ട് എനിക്ക്. എന്നെ പ്രസവിച്ച് 9 മാസം ആയപ്പോഴാണ് എന്റെ പിതാവ് മദ്യപിക്കാൻ തുടങ്ങിയത്. അതുവരെ പിതാവ് നല്ല സ്വഭാവമായിരുന്നു. പിന്നെ അവര് ജാതികളാണ്, ഹിന്ദുക്കളായിരുന്നു. എന്റെ അമ്മയും അമ്മയുടെ അമ്മയും ഒക്കെ അവരൊക്കെ CSI പള്ളിയിലൊക്കെ കടന്നു പോയി ദൈവത്തെ ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതായിരുന്നു. പക്ഷെ അന്നത്തെ അവരുടെ ആ സാഹചര്യത്തിലൊക്കെ ഹിന്ദു ഒന്നും നോക്കാതെ വിവാഹം കഴിച്ചു കൊടുത്ത അവസ്ഥയായിരുന്നു. എന്നാൽ 9 മാസം വരെ ഒരു പ്രശ്നങ്ങളോ ഒരു വഴക്കുകളോ അല്ലെങ്കിൽ ഒരു അസമാധാനങ്ങളോ ഒന്നും ഇല്ലാത്തൊരു കുടുംബജീവിതം നയിക്കാൻ എന്റെ പിതാവിനും മാതാവിനും ഒക്കെ സഹായിച്ചു. എന്നാൽ എന്നെ പ്രസവിച്ച് 9 മാസം കഴിഞ്ഞപ്പോൾ തന്നെ പിതാവ് അവരൊക്കെ കുടുംബമായിട്ടൊക്കെ വാറ്റി ചാരായും ഒക്കെ ഉണ്ടാക്കി കുടിക്കുന്നവര്, പിന്നെ കുടുംബത്തിൽ അവരെല്ലാവരും അങ്ങനെ തന്നെ. അവര് 6 ആണും 1 പെണ്ണുമാണ് എന്റെ പപ്പയുടെ കുടുംബം. അപ്പൊ അവരെല്ലാവരും അങ്ങനെയുള്ള സ്വഭാവത്തിലുള്ളവരായിരുന്നു. അങ്ങനെ എന്റെ പിതാവ് മദ്യപിക്കാൻ തുടങ്ങി. അന്ന് മുതൽ എന്റെ മാതാവിന് ഒരു സമാധാനമില്ലാത്ത അവസ്ഥയായിരുന്നു. അപ്പൊ എനിക്ക് ഒരു അനുജത്തിയുണ്ട്. അവര് ക്രിസ്ത്യാനിയാണ്. ലൂതർ മിഷൻ ചർച്ചിലൊക്കെ അവർ ആരാധിക്കുന്നു. ഇങ്ങനെ ഒരു ഭാഗ്യം ലഭിച്ചത് എനിക്ക് മാത്രമാണ്. എന്റെ അമ്മയുടെ ആൾക്കാരിലും എന്റെ അപ്പച്ചന്റെ, ഞങ്ങൾ അപ്പച്ച എന്നാണ് വിളിക്കുന്നത്, പപ്പ എന്നല്ല, അപ്പച്ചന്റെ ആൾക്കാരിലൊക്കെയും വച്ച് എനിക്ക് ഏറ്റവും ലഭിച്ച ഒരു ഭാഗ്യമാണ് എന്റെ ദൈവത്തെ അറിയുവാനും ദൈവത്തെ സ്നേഹിക്കുവാനൊക്കെയും. അങ്ങനെ ആ നാളുകളിലൊക്കെ എന്റെ മാതാവ് പറയും, പിന്നെ എന്നെ പ്രസവിച്ചതോടു കൂടിയാണ് പിതാവ് മദ്യപാനിയായി തീർന്നതെന്ന് പറഞ്ഞു കേൾക്കാനിടയായി. അങ്ങനെ എന്റെ അനുജത്തിയും ഞാനും, നിങ്ങൾ 1.5 വയസ്സിന്റെ വ്യത്യാസമേ ഉള്ളൂ. എന്റെ അങ്ങനെ വളർന്നു വരുന്ന സമയത്തൊക്കെ ആ കാലഘട്ടത്തിലൊക്കെ ആ ഓർമ്മ വെച്ച ആ സമയത്തൊക്കെ വീട്ടിൽ സമാധാനമില്ലാത്ത അനുഭവങ്ങളായിരുന്നു. എന്തും വഴക്കും പ്രശ്നങ്ങളും. എന്റെ മാതാവ് മിക്കവാറും വീട്ടിൽ കാണുകയില്ല.
പിതാവ് മർദ്ദിച്ച് അവശയാക്കിയിട്ടൊക്കെയും അവർക്ക് സമാധാനമില്ലാതെ ഒന്നേ ഞങ്ങളെ അവിടെ അടുത്തുള്ള ബന്ധുക്കളെ വീട്ടിലാക്കിയിട്ട് പോകും, അല്ലെങ്കിൽ എവിടെയെങ്കിലും പിതാവിന്റെ അമ്മ, എന്റെ അപ്പച്ചന്റെ അമ്മ, അവർക്ക് ഞങ്ങളോട് ഭയങ്കര സ്നേഹമാണ്. അവരെല്ലാവരും ആണുങ്ങളായതുകൊണ്ട് ഞാൻ ആ കുടുംബത്തിലെ ചെറുമക്കളിലെ മൂത്ത മോളാണ്. അതുകൊണ്ട് എല്ലാവർക്കും എന്നോട് സ്നേഹമാണ്. അതുകൊണ്ട് ഒന്നേ ഞങ്ങൾ രണ്ടുപേരെയും കൂടെ അവിടെ കൊണ്ടാക്കിയിട്ട് അമ്മ എങ്ങോട്ടെങ്കിലും പോകും. പിന്നെ 1 മാസം 2 മാസം ഒക്കെ കഴിഞ്ഞിട്ടാണ് വരുന്നത് തന്നെ. എവിടെയാണെന്ന് അറിയാനോ ഒന്നും അപ്പോഴൊന്നും ഇപ്പോഴത്തെ പോലെ ഫോണും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ വിളിച്ച് ചോദിക്കാനൊന്നും. എവിടെയാണെന്നോ ഒന്നും അറിയാത്ത പറയും, ഇന്നടത്ത് പോകുന്നു എന്ന് പറയും. പക്ഷെ ഞങ്ങൾക്കൊന്ന് ചെന്ന് നോക്കാനോ, ഞങ്ങൾ കുഞ്ഞല്ലേ, ആരും അന്വേഷിച്ചൊന്നും പോവാറില്ല. പിന്നെ എന്നാൽ എന്റെ പിതാവ് അമ്മ എവിടെ പോയാലും അന്വേഷിച്ച് പോകും. അവിടെ ചെന്ന് ഒന്നേ വഴക്കുണ്ടാക്കി വിളിച്ചുകൊണ്ട് വരും, അല്ലെങ്കിൽ ഇനി ഇങ്ങനെ ഒരു സംഭവമേ ഉണ്ടാകില്ല എന്ന് പറഞ്ഞ് തിരിച്ച് വിളിച്ചുകൊണ്ട് വരും. അങ്ങനെ വീണ്ടും സന്തോഷമായിട്ടൊക്കെ കടന്നു പോകും. വീണ്ടും കയ്യിൽ കാശ് വരുമ്പോ, എന്റെ അപ്പാപ്പയ്ക്ക് മേസ്തിരി പണിയാണ്, അപ്പച്ചന് കെട്ടിടപ്പണിയാണ്. അപ്പൊ നല്ല കാശുണ്ട്, കിട്ടുന്ന പൈസയല്ല. അന്നൊക്കെ അവർക്ക് കയ്യാള് 15 രൂപയാണ്. അപ്പൊ മേസ്തിരി പണി ചെയ്യുന്നവർക്ക് അതിനല്പം കൂടെ കാണുള്ളൂ. എന്നാൽ എല്ലാ പൈസയും മദ്യഷാപ്പിൽ കൊടുക്കുന്ന അനുഭവങ്ങളാണ്. വീട്ടിൽ ചിലപ്പോൾ ഒരു 10 15 രൂപ കൊടുക്കും. അന്നത്തെ കാലത്തൊക്കെ അത് മതി. 1 കിലോ അരിയും 2 3 രൂപയ്ക്ക് മീനും അങ്ങനെയൊക്കെ വാങ്ങിച്ചൊക്കെ കഴിക്കാനുള്ള ആ കാലഘട്ടത്ത് അത് മതി. എന്നാൽ അങ്ങനെയൊക്കെ കൊടുക്കുന്ന അനുഭവങ്ങളായിരുന്നു. എന്നാൽ ഞങ്ങൾ വളർന്നു വന്നത് തന്നെ സമാധാനമില്ലാത്ത അവസ്ഥയിലും സന്തോഷം എന്തെന്ന് ജീവിതത്തിൽ അനുഭവിച്ചല്ല. പിതാവിന്റെ സ്നേഹം എന്തെന്ന് എപ്പോഴും ഏത് നേരവും ഇങ്ങനെ മദ്യപിച്ച് ഭവനത്തിലായിരിക്കുന്ന അനുഭവങ്ങളാണ്. അതുകൊണ്ട് സന്തോഷം എന്തെന്ന് ജീവിതത്തിൽ, സമാധാനം എന്തെന്ന് ജീവിതത്തിൽ അനുഭവിച്ചിട്ടില്ല. ഉറങ്ങാൻ കഴിയാത്ത അനുഭവങ്ങൾ. ഒന്നേ രാത്രിയൊക്കെ വഴക്ക് കൂടുമ്പോൾ ഞാനും എന്റെ അമ്മയും ഞങ്ങൾ അനുജത്തിയൊക്കെ കൂടെ പുറത്ത് ഒന്നേ വിളയിലോ അവിടെയൊക്കെ ചെന്നിരുന്ന ഉറക്കം, പിന്നെ ഉറങ്ങാതെ ഇരുന്ന് നേരം വെളുപ്പിക്കുന്ന അനുഭവങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് നേരം വെളുക്കുന്നത് വരെ വഴക്ക് കൂടും, ഞങ്ങൾക്ക് ഉറങ്ങാൻ കഴിയുകയില്ല. അത് ഇത് അമ്മയെ മർദ്ദിക്കുകയും അമ്മയെ അനാവശ്യങ്ങളൊക്കെ പറയുന്നതൊക്കെ കേട്ടിട്ട് ഞങ്ങൾക്ക് ഉറങ്ങാൻ കഴിയാത്ത നാളുകളായിരുന്നു എന്റെ കുട്ടിക്കാലമൊക്കെയും. അങ്ങനെ പഠനത്തിലൊന്നും ഞാൻ 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. ഞങ്ങൾക്ക് തുടർന്ന് പഠിക്കാനൊന്നും അന്നത്തെ കാലഘട്ടത്തിലൊന്നും കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ഞാൻ 4ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എന്റെ അമ്മ കൂലിപ്പണിക്ക്, അമ്മ ഇതുപോലെ മേസ്തിരിക്കാരുടെ കൂടെ കയ്യാളായിട്ട് ജോലിക്കിറങ്ങി. അതും പിതാവിന്റെ കൂടെയൊക്കെ തന്നെ ജോലിക്ക് പോകും. അപ്പൊ എന്റെ പിതാവ് പിന്നെ നല്ല മുറുക്കാൻ ചവയ്ക്കുന്ന പാക്ക് പുകയിലേക്ക് ചവയ്ക്കുന്ന ഒരാളായിരുന്നു. അപ്പൊ എന്റെ അമ്മയും അതിനോട് കൂടെ അങ്ങായി. അവർ രണ്ടുപേരും കൂടെ പോകും, ഒരു കെട്ട് പുകയിലേക്ക് കൊണ്ട് പോയി വൈകുന്നത് വരെ അതൊക്കെ ചവച്ച് രണ്ടുപേരും കൂടെ പണി കഴിഞ്ഞൊക്കെ മടങ്ങി വരുന്ന അനുഭവങ്ങൾ. എന്നാൽ പണി കഴിഞ്ഞ് മടങ്ങി വന്നാലും എന്റെ അമ്മയ്ക്കൊരു സമാധാനം കൊടുക്കില്ല എന്റെ പിതാവ്. വന്നായിരിക്കും, ഞങ്ങൾ കുഞ്ഞാണ്, വന്നാണ് എല്ലാ കാര്യങ്ങളൊക്കെ വീട്ടിൽ ചെയ്യുന്നതൊക്കെയും വയ്ക്കുന്ന ആഹാരം ഒന്നും കഴിക്കാൻ കഴിയില്ല. ഒന്നേ ഞങ്ങളുടെ വീടെന്ന് പറയുന്നത് ഒരു കുഞ്ഞു മുറിയും ഒരു കൊച്ചു വരാന്തയും ഒരു കുഞ്ഞു അടുക്കളയുമാണ്. അപ്പൊ അടുക്കളയുടെ സൈഡിലായിട്ട് ഇങ്ങനെ വലിയൊരു കിണറുണ്ട്. അപ്പൊ നമ്മൾ ചാടിയാലും അവിടെ നിന്ന് പൊക്കത്ത് നിന്ന് ചാടിയാലും കിണറ്റിനകത്ത് വീഴും. അങ്ങനത്തെ ഒരു വീടായിരുന്നു എന്റെ വീട്. അപ്പൊ അവിടെ ഒരു വാതിലുണ്ട്, അവിടെ കൂടെ ഞങ്ങൾക്ക് ഇറങ്ങാം. പക്ഷെ അവിടെ നിന്നോണ്ട് പണ്ട് മൺചട്ടിയിലാണ് ആഹാരങ്ങളൊക്കെ വേവിക്കുന്നത്. അതൊക്കെ ആ ചട്ടിയോടെ എടുത്ത് കിണറ്റിലൊക്കെ എറിയുന്ന അനുഭവം ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ കഴിക്കാനൊന്നും തരില്ല. ചിലപ്പോൾ പിതാവ് കഴിച്ചിട്ടായിരിക്കും ഈ ആഹാരമൊക്കെ എടുത്ത് പുറത്തെറിയുന്നത്. അങ്ങനെയൊക്കെയുള്ള നാളുകളായിരുന്നു. എന്നാൽ CSI പള്ളി എന്റെ അമ്മയുടെ അമ്മ നല്ല ഒരു ഭക്തിയുള്ള ഒരു മാതാവായിരുന്നു. അവര് മരുന്ന് കഴിക്കില്ല, രോഗമൊക്കെ വന്ന CSIയിലാണ് പോണെങ്കിലും നല്ലൊരു ഭക്തിയുള്ള ഒരു അമ്മമ്മയായിരുന്നു എന്റെ മാതാവിന്റെ അമ്മ. നല്ല പ്രാർത്ഥിക്കുന്നവരാണ്. ഒരു അസുഖം വന്നാൽ പോലും അവർ മരുന്ന് കഴിക്കില്ല. അങ്ങനെയൊക്കെയുള്ള ഒരു ഭക്തി ഉണ്ടായിരുന്നു. ഇപ്പോഴൊക്കെ ഞാനതൊക്കെ ചിന്തിക്കും. അപ്പൊ എന്റെ അമ്മ ഇപ്പോ പറയും, എന്റെ അമ്മയെ പോലെയാണ്, എന്റെ അമ്മ ഇതുപോലെയായിരുന്നു. പിന്നെ നല്ല വിശ്വാസമുള്ള ഒരു മാതാവായിരുന്നു, എപ്പോഴും പ്രാർത്ഥിക്കുന്ന അതുപോലെ ഒരു സ്വഭാവമാണ് നിനക്ക് ദൈവം തന്നതെന്ന് എന്റെ മാതാവ് ഇപ്പോഴൊക്കെ പറയും. എങ്ങനെയൊന്നും നീ ആവുമെന്നൊന്നും ഞങ്ങൾ വിചാരിച്ചില്ല എന്ന് എന്റെ മാതാവ് പറയുമായിരുന്നു. അങ്ങനെയൊക്കെ നല്ല ഒരു CSI ആണ് പോണത്. അടുത്തൊന്നും പള്ളിയില്ലാത്തതുകൊണ്ട് പിന്നെ കത്തോലിക്ക പള്ളിയിലേക്ക് കടന്നുപോയി. കുറച്ച് ദൂരം പോണം. എന്റെ അമ്മാമ്മയാണെങ്കിൽ അവർക്ക് എത്ര ദൂരമായിരുന്നാലും അവര് ഞങ്ങളെ തിരുവനന്തപുരത്ത് നടന്നൊക്കെയാണ്, അരിക്കച്ചവടമാണ് അമ്മാമ്മയ്ക്ക്, നടന്നൊക്കെയാണ്. പണ്ട് ബസ്സൊന്നുമില്ല. അങ്ങനെയാണ് ഈ മക്കളെയൊക്കെ അവര് 5 പെണ്ണും 3 ആണുമാണ് എന്റെ അമ്മ. പക്ഷെ ഇവരൊക്കെ 4 വയസ്സായിരിക്കും, അമ്മയ്ക്ക് 4 വയസ്സായിരിക്കുമ്പോഴേ അമ്മാമ്മ മരിക്കുവാനിടയായി. പിന്നെ അപ്പൂപ്പനാണ് ഇവരെയൊക്കെ പോറ്റി വളർത്തിയതൊക്കെ.
അപ്പൊ അങ്ങനെയൊക്കെ വളർന്നെങ്കിൽ ഇവരാരും ദൈവത്തിന്റെ ഭക്തിയിലൊന്നും വളരും. അതുകൊണ്ട് അന്നത്തെ ആ ഇതിനനുസരിച്ച് സ്ത്രീധനമൊക്കെ കൊടുത്ത് ആരോടെങ്കിലുമൊക്കെ അങ്ങ് വിവാഹം കഴിച്ച് അപ്പൂപ്പൻ അയക്കുവാൻ അങ്ങനെയാണ് ഒരു ഹിന്ദു കുടുംബത്തിൽ ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിലൊക്കെ കടന്നു പോകാൻ ഇടയെത്തിയിരുന്നത്. അങ്ങനെ ഞങ്ങൾ കത്തോലിക്ക പള്ളിയിലാണ് വെക്കൊണ്ടിരുന്നത്. ആ ഇടയ്ക്ക് ഞങ്ങളെ വീടിന്റെ അടുത്ത് തന്നെ ഒരു അച്ഛൻ വന്നിട്ട് സ്ഥലം വാങ്ങിച്ച് അവിടെ പ്രോജക്റ്റും ഈ നെയ്ത്തുശാലയും നേഴ്സറിയും CSI പള്ളിയായിട്ടൊക്കെ ഒരു മുള്ളു പിടിച്ച് കിടന്ന സ്ഥലം വാങ്ങിച്ച് അവിടെ ഇങ്ങനെ പള്ളി വെക്കുവാൻ ഇടയായിത്തീർന്നു. അവിടെ അങ്ങനെ ഞങ്ങൾ കുഞ്ഞിലെ എന്റെ അമ്മ അവിടെ കൊണ്ടുപോയി. എന്നും ഞങ്ങൾ ആരാധനയ്ക്കൊക്കെ കടന്നു പോകും. എന്നാലും യാത്രത്തോളം ദൈവത്തെ വിശ്വാസമോ അങ്ങനെ ഒന്നുമില്ല. അങ്ങനെ ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എന്റെ അമ്മ കൂലിപ്പണിക്കിറങ്ങി. അപ്പോൾ എന്റെ പിതാവിനൊരു അസുഖം, ഇങ്ങനെ വയറിൽ 3-4 കടല ഇങ്ങനെ വന്നിട്ട് മുഴ വന്നിട്ട് അത് ഓപ്പറേഷൻ ചെയ്ത് കിടന്നു. പിന്നെ ഞങ്ങളെ നോക്കാനൊന്നും ആരുമില്ലല്ലോ, ആരും ഒന്നും തന്ന് സഹായിക്കാൻ, എല്ലാവരും സാമ്പത്തികമായിട്ട് പുറകിലാണ്. അതുകൊണ്ട് ആർക്കും ഒന്നും തന്ന് സഹായിക്കാനൊന്നും ഇല്ലാത്തതുകൊണ്ട് എന്റെ മാതാവ് ജോലിക്കായിട്ട് ഇറങ്ങുവാനിടയായി തീർന്നു. അങ്ങനെ അന്ന് എന്റെ അമ്മയ്ക്ക് കിട്ടുന്നതൊക്കെ 15 രൂപയാണ്. അതുകൊണ്ട് ഞങ്ങളെ വീടും എന്റെ പിതാവിനെയൊക്കെ നോക്കി അങ്ങനെ കിടന്നു. എന്നാൽ ആ കിടക്കുന്ന സമയത്തൊന്നും മദ്യപിക്കില്ല, ഭയങ്കര സന്തോഷമാണ്, സമാധാനമുണ്ട് വീട്ടിൽ. പക്ഷെ അത് കഴിഞ്ഞ് അസുഖമൊക്കെ മാറി എണീക്കുമ്പോൾ വീണ്ടും പണിക്ക് പോകും, വീണ്ടും അതേ അവസ്ഥയിലേക്കായി കടന്നു പോകുമായിരുന്നു. അങ്ങനെ ഞാൻ കുഞ്ഞുനാളിലെ എന്റെ വീട്ടിൽ എല്ലാ ജോലികളും എനിക്ക് ചെയ്ത് പഠിക്കുവാനൊക്കെ, എന്റെ അമ്മ ജോലിക്ക് പോണത് കൊണ്ട് എനിക്കെല്ലാം ചെയ്ത് പഠിക്കാൻ ദൈവം എനിക്കൊരു അവസരം തന്നു. ഇന്നത്തെ മക്കളൊക്കെ ഒരു ജോലിയും ചെയ്യില്ല, പക്ഷെ ഞങ്ങളൊക്കെ കുഞ്ഞു പ്രായത്തിലെ എല്ലാ ജോലികളും ചെയ്യുവാൻ, എന്റെ അനുജത്തിയെ നോക്കുവാനും എനിക്ക് എല്ലാ കൃപയും, എനിക്കൊന്നും അറിഞ്ഞുകൂടെങ്കിൽ എല്ലാം പറഞ്ഞു തന്ന് അമ്മ എന്നെ പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യുവാൻ ഇടയായിത്തീർന്നു. അങ്ങനെ എന്റെ 10ാം ക്ലാസ്സിൽ വെച്ച് തന്നെ എന്റെ വിദ്യാഭ്യാസമൊക്കെ നിർത്തി. ഞാൻ അങ്ങനെ അപ്പോഴും ഞങ്ങളെ വീട്ടിലൊരു സമാധാനമില്ല, ഒരു സന്തോഷമില്ല. എന്നും അടിയാണ്, വഴക്കാണ്. അമ്മയൊക്കെ ഇഷ്ടംപോലെ ഉപദ്രവിക്കുന്ന സമയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോഴൊക്കെ എന്നാലും ദൈവത്തിന് പള്ളിയിലൊക്കെ പോകുമെങ്കിലും ദൈവത്തോട് അത്രത്തോളം ദൈവത്തെ പറ്റി പറഞ്ഞു തരാനോ, അല്ലെങ്കിൽ ദൈവം ജീവിക്കുന്ന യേശുവിനാണ് ഞങ്ങൾ ആരാധിക്കുന്നത്, പക്ഷെ അതൊന്നും പറഞ്ഞു തരാനോ ഒന്നും ആരുമില്ലാത്ത ഒരു അവസ്ഥ. അങ്ങനെയൊന്നും പറയുവാനായിട്ട് ആരും എന്റെ മുൻപിൽ എന്നെ ആരും കടന്നു വന്നിട്ടില്ല. എന്നാൽ ഞങ്ങൾ അങ്ങനെ ഞാൻ പഠിച്ചു ഒരു 8ാം ക്ലാസ്സിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബ്രദറൻ സഭ, ഒരു സഭ അവിടെ ഉണ്ട്, പെന്തക്കോസ് എന്ന് പറയുന്നത്, അത് മാത്രമേ അറിയാം. അങ്ങനെ അവിടെ നിന്നുള്ള സഹോദരന്മാരൊക്കെ വന്നിട്ട്, മാമന്മാരൊക്കെ വന്നിട്ട് ഇവിടെ ഇങ്ങനെ സൺഡേ സ്കൂൾ ഒരു ദിവസമായിട്ട് പിള്ളേർക്ക് മാത്രമായിട്ട് സൺഡേ സ്കൂൾ നടത്തുന്നു എന്ന് പറഞ്ഞ് ഞങ്ങളെ വിളിക്കുവാനിടയായി. അങ്ങനെ അവിടെ പോയി നല്ല വചനങ്ങളൊക്കെ കേൾക്കുവാനും, പിന്നെ അവിടെ ദൈവത്തെ ആരാധിക്കുകയൊന്നുമില്ല, ബൈബിൾ പഠിപ്പിക്കും, അവർ പരീക്ഷ നടത്തും, പിന്നെ ഒരു വാർഷികം നടത്തും, അതിലെന്തെങ്കിലും പ്രോഗ്രാമുകളൊക്കെ തരും. അങ്ങനെയൊക്കെ ദൈവത്തെ അറിയുവാനൊക്കെ. അപ്പൊ അവിടെ ഒരു അച്ചായനാണ്, അങ്ങ് റാന്നിയിലുള്ള ഒരു അച്ചായനാണ് വന്ന് ആ സഭ നടത്തുന്നതും സൺഡേ സ്കൂളൊക്കെ നടത്തുന്നത്. അപ്പോഴും ഞങ്ങളോട് നല്ല കാര്യങ്ങളൊക്കെ പറയും, ഇങ്ങനെയൊക്കെ ജീവിക്കണം, പൊട്ട് വയ്ക്കാൻ പാടില്ല. അപ്പൊ ഞങ്ങളൊക്കെ CSI പോണെങ്കിൽ പൊട്ട് വയ്ക്കും, പൂ വയ്ക്കും, എല്ലാം ചെയ്യും. അങ്ങനത്തെ ഒന്നും പറഞ്ഞ് ഇതൊന്നും ദൈവസന്നിധിയിൽ തെറ്റാണെന്ന് പറഞ്ഞു തരുവാൻ അന്നൊന്നും ആരുമില്ല. അങ്ങനെ അപ്പോഴും നമ്മൾ ചിന്തിക്കും, യേശുവിന് അതൊന്നും ഇഷ്ടമില്ലല്ലേ പൊട്ടൊക്കെ വെക്കണതെന്നൊക്കെ. പക്ഷെ കല്യാണത്തിനൊക്കെ പോകുമ്പോൾ ആരും കാണാതൊക്കെ പൊട്ടൊക്കെ വെച്ചുകൊണ്ട് പോകും. ഒരു ദിവസം ഞാൻ ഇങ്ങനെ, എന്റെ ഒരു അനുഭവമാണ്, ഞാൻ ഇങ്ങനെ റോഡിൽ വരുമ്പോ ഈ അച്ചായനും അമ്മാമ്മയും കൂടെ സ്കൂട്ടറിൽ ഇങ്ങനെ വരികയാണ്. അപ്പൊ ഞാൻ എന്റെ നെറ്റിയിൽ പൊട്ടിരിക്കുന്നു. ഞാൻ പെട്ടെന്ന് ആ ഒരു ദൈവഭക്തൻ പറഞ്ഞതിന്റെ ഒരു ഭയം മനസ്സിലുണ്ട്, അത് വച്ചുകൂടാന്ന്. എന്നാലും നമ്മളെ അങ്ങനെയൊന്നും ആത്മീയത്തിൽ നിർത്താനും ഒന്നും ആരുമില്ലല്ലോ. ഈ അച്ചായനെ കണ്ട ഉടനെ ഞാൻ പൊട്ടൊക്കെ എടുത്ത് ദൂരെ ഇറക്കാറ്. പക്ഷെ എനിക്ക് അച്ചായൻ എത്തും മുമ്പായിട്ട് എനിക്ക് പൊട്ടെടുത്ത് മാറ്റുവാനായി കഴിയില്ല. അപ്പോഴേ അച്ഛൻ എന്താ നെറ്റിയിലിരുന്ന് തിളങ്ങുന്നത് എന്ന് ഇങ്ങനെ കേൾക്കാറ്. അപ്പോ എന്റെ മനസ്സിലൊരു കുറ്റബോധം, ദൈവം അത് പാടില്ല, അച്ചായൻ അത് പറഞ്ഞതാണ്, ആ ദൈവദാസൻ അത് പറഞ്ഞതാണ്, പക്ഷെ അനുസരിക്കാൻ കഴിയില്ല. പക്ഷെ പലപ്പോഴും അങ്ങനെയൊക്കെയുള്ള വചനങ്ങളൊക്കെ അവിടെ സൺഡേ സ്കൂളൊക്കെ പഠിച്ചിട്ടുള്ളത്, CSI പഠിപ്പിക്കുക അങ്ങനെയൊക്കെ പോയിട്ടുള്ളതല്ലാതെ ദൈവത്തെ കൂടുതലായി അറിയുവാനോ ഒന്നും സാധിച്ചിട്ടില്ലേ CSI കടന്നുപോയ സ്ഥാനത്തൊക്കെ. എന്നാൽ എന്റെ ആ 15-16 വയസ്സിലൊക്കെ വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ സമയത്തൊക്കെ ഒരു ദിവസം ഇങ്ങനെ CSI പള്ളിയിൽ ഒരു ബ്രദർ എന്നാണ് അവർ വിളിക്കുന്നത്, ഇങ്ങനെ വന്ന് ദൈവവചനം, നല്ല ദൈവവചനവും ആരാധനയൊക്കെ നടത്തുവാൻ ഇടയായിത്തീർന്നു. അപ്പൊ എനിക്കൊരു ആഗ്രഹം, എനിക്ക് ചെന്നൊന്ന് പ്രാർത്ഥിക്കണം ആ ദൈവദാസന്റെ മുൻപേ എന്ന്. അങ്ങനെ അവിടെ കടന്നു പോകുമ്പോൾ ആ ദൈവദാസൻ എന്റെ തലയിൽ കൈവച്ചിട്ട് എന്റെ വീട്ടിലെ ചില അനുഭവങ്ങളൊക്കെ പറഞ്ഞു, ഞാൻ നിന്നെ പല്ലേറിയതും മൂർച്ചേറിയതുമായ ഒരു മെതിവണ്ടിയാക്കി ഞാൻ നിന്നെ തീർക്കുന്നു. അപ്പോഴൊക്കെ നമ്മൾ വചനം വായിക്കുമെങ്കിലും അതൊന്നും ഗ്രഹിക്കാനുള്ള ഒന്നും ഞങ്ങൾക്ക് എന്റെ മനസ്സിലില്ല. അത് പല്ലേറിയത് എന്താണോ, മൂർച്ചേറിയത് അങ്ങനെയൊന്നും. അത് എന്നോട് എന്തായാലും ദൈവം സംസാരിച്ചു, 2 വാക്ക് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഞാൻ സന്തോഷത്തോടെ വീട്ടിലേക്ക് മടങ്ങിപ്പോകാനിടയായിത്തീർന്നു. അത് എന്താണെന്നൊന്നും ഗ്രഹിക്കാനുള്ളതൊന്നും അപ്പോഴും എന്റെ ഹൃദയത്തിൽ അങ്ങനെയൊന്നും തോന്നിയില്ല. എന്നിട്ട് എല്ലാവരോടും ഞാൻ കേട്ടു, നിങ്ങൾക്ക് എന്തെങ്കിലും ദൈവം
പറഞ്ഞു. അപ്പൊ ദൈവാത്മാവ് പറയുന്നു എന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞത്. അവന് ദൈവം എന്ന് അപ്പൊ പറഞ്ഞു, അവരൊക്കെ പറഞ്ഞു ഞങ്ങൾക്കും ചില കാര്യങ്ങളൊക്കെ ദൈവാത്മാവ് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങ് മടങ്ങിപ്പോകാനിടയായി. പിന്നെ ഇങ്ങനെയുള്ള ആത്മീയ ആരാധനകളൊന്നും കിട്ടാതെ ഇരുന്ന ഒരിടം പോകല, എന്റെ വീട്ടിൽ നിന്നൊന്നും വേറൊരു സ്ഥലത്തും വിടുകയില്ല. അങ്ങനെയൊക്കെ ആയിരുന്നു. എന്നാൽ ആ CSI പള്ളിയിൽ തന്നെ ആന്റി കേട്ടിട്ടുണ്ടാകുമോ, മനോമോഹൻ എന്നൊക്കെ പറഞ്ഞിട്ട് പാസ്റ്റർ തിരുവനന്തപുരത്തുണ്ട്. അപ്പൊ അവരാ ഭാര്യ ഇങ്ങനെ ഒരു വലിയൊരു കൂട്ടായ്മ തിരുവനന്തപുരത്ത് നടത്താം. അവിടെ പോയി രക്ഷിക്കപ്പെട്ട 2-3 ചേച്ചിമാർ ആ പള്ളിയിലുണ്ട്. അപ്പൊ അവരൊക്കെ CSI പള്ളിയിൽ പണ്ട് മൂടുപടമൊന്നും ഇടൂല, നമ്മളൊക്കെ സാധാ പോകും പോലെ പോകും. അപ്പൊ ആ ചേച്ചിയൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോ വചനം കേൾക്കുമ്പോഴൊക്കെ മൂടുപടം ഇടണമെന്ന് പറഞ്ഞ് നമ്മൾ മൂടുപടമൊന്നും ഇടൂല. എന്റെ ആത്മീയത്തിന് ദൈവം വളർത്തിക്കൊണ്ടുവന്ന കാര്യങ്ങളെയാണ് ഞാൻ പറയുന്നത്. മൂടുപടമൊന്നും ഇടില്ല, വെറുതെ ചെന്ന് ഇരിക്കും, വെറുതെ ഒരു ചടങ്ങിനെന്ന പോലെ പള്ളിയിൽ പോകും, ദൈവത്തെ ആരെ കണ്ണൊക്കെ തുറന്നിരിക്കും. പക്ഷെ അവിടെ ഒരു വചനം പോലും പറയാൻ ആഴ്ചതോറും ഓരോരുത്തരും ഞാൻ വിറച്ചുകൊണ്ട് നിന്നിട്ടുണ്ട്. അവിടെ ചെന്ന് എങ്ങനെ വചനം പറയും, അല്ലെങ്കിൽ പുൽപ്പുറ്റിൽ നിന്ന് ഒരു വാക്ക് പോലും പറയാൻ പറ്റാതെ, അല്ലെങ്കിൽ നാളുടെ മുൻപാകെ നിൽക്കുവാൻ എനിക്ക് ലജ്ജയുള്ള ഒരു വ്യക്തിയായിരുന്നു ഞാൻ. അപ്പൊ ആ ചേച്ചി ഇങ്ങനെ പറയും മൂടുപടം ഇട്ട് പ്രാർത്ഥിക്കണം, മൂടുപടം ഇട്ട് വചനം കേൾക്കണം എന്നൊക്കെ. അപ്പൊ ഞാൻ കേൾക്കും അങ്ങനെയൊക്കെ ഉണ്ടോ? ആ ദൈവത്തെ ആരാധിക്കുന്ന നടക്കാൻ അവരങ്ങനെ കടന്നുപോയി ആ സ്ഥാനത്ത് നിന്ന് പഠിച്ച കാര്യങ്ങളൊക്കെ അവർക്ക് ഇഷ്ടമുള്ള അല്ലെങ്കിൽ അവരോട് സംസാരിക്കുന്ന വ്യക്തികളോടൊക്കെ അവരൊക്കെ അതൊക്കെ പകർന്നു തരുവാൻ ഇടയായിട്ടുണ്ട്. എന്നിട്ട് അവർ തന്നെ ഒരു കൂട്ടായ്മ CSI പള്ളിയുടെ വേറൊരു ഭാഗത്തായിട്ട് ഒരു കൂട്ടായ്മ, അങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ അവിടെയൊക്കെ കടന്നു പോകും. അപ്പൊ ദൈവ മാനസാന്തരത്തെ കുറിച്ച് കൂടുതൽ വരുന്ന സഹോദരിമാരാണ് പ്രസംഗിക്കാനായിട്ട്, നല്ല വചനങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. അങ്ങനെയൊക്കെ ദൈവത്തെ ആരാധിക്കും. പക്ഷെ വീട്ടിൽ വരുമ്പോൾ ഒരു സമാധാനവും ഇല്ല, വീട്ടിലെന്നും വഴക്കും ഒരു സന്തോഷമില്ലാത്ത അനുഭവങ്ങളൊക്കെ. കുട്ടിക്കാലത്ത് പഠിക്കുമ്പോൾ തന്നെ ചെരുപ്പില്ലാതെ, ഞാൻ ഇപ്പോൾ ഇവിടെ താമസിക്കുന്നിടത്തുനിന്ന് ഒരു 4 കിലോമീറ്റർ ദൂരെയാണ് എന്റെ വീട്. അപ്പൊ ഞാൻ പഠിച്ച സ്കൂള്, ഞാൻ ഇപ്പൊ താമസിക്കുന്ന എന്റെ ഫ്രണ്ടിലാണ്. എന്ന് വെച്ചാൽ ഞങ്ങൾ ഇവിടെ നിന്നാ കാണാൻ ഞാൻ പഠിച്ച സ്കൂള്. അവിടെ നിന്ന് ചെരുപ്പ് പോലും ഇല്ലാതെ ഞാൻ പഠിക്കാൻ വന്നിട്ടുണ്ട്, തിരിച്ചു അതുപോലെ തന്നെ. അങ്ങനെയുള്ള നല്ലൊരു വസ്ത്രമോ നല്ലൊരു ആഹാരമോ ഒന്നുമില്ലാത്ത എന്റെ കുട്ടിക്കാലമൊക്കെ ഞാൻ ഇതൊക്കെ അനുഭവിക്കുമ്പോൾ ദൈവസന്നിധിയിൽ ദൈവത്തിന്റെ സൗഭാഗ്യങ്ങളൊക്കെ, അല്ലെങ്കിൽ നല്ല ആഹാരം, നല്ല വസ്ത്രം, നല്ല ഭവനം ഒക്കെയും അതിലൊക്കെ വസിക്കുമ്പോഴൊക്കെ ഞാൻ എന്റെ പഴയ കാലം ഇന്ന് ഞാൻ ഓർക്കും. കർത്താവ്, ഞാൻ കഴിഞ്ഞ നാളുകൾ എന്തായിരുന്നു എന്നൊക്കെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുവാൻ ദൈവം എന്റെ ജീവിതത്തിൽ ഇടതന്നിട്ടുണ്ട്. എന്റെ ഭവനത എനിക്ക് ഒരു മുറിയാണ്, ഒരു വാതിൽ പോലും ഇല്ലാതെ, ഒരു കർട്ടൻ പോലും ഇല്ലാതെ മദ്യപിക്കുന്ന വീടുകളൊക്കെ എനിക്കറിയാം. ഇന്ന് അങ്ങനെയുള്ള വ്യക്തികളൊക്കെ എന്നോട് പറയുമ്പോൾ ഞാൻ പറയും, ഞങ്ങളൊക്കെ ഒരു കാലത്തൊക്കെ ഇതുപോലെയുള്ള അനുഭവങ്ങളിലൂടെയൊക്കെ കടന്നു പോയിട്ടുണ്ട്. എനിക്കറിയാം അവരുടെ മനസ്സും അല്ലെങ്കിൽ അവരുടെ വേദനകൾ എന്തെന്ന് എനിക്കറിയാമെന്ന് ഞാൻ അവരോട് പറയാൻ ഇടയായി തീർന്നിട്ട്. എന്റെ അമ്മ എല്ലാരും പറയും പോലെ വയറ് വലിച്ചിറക്കി കെട്ടിയാണ് 2 മക്കളെയും വളർത്തിയത്. പണ്ടൊക്കെ 1 കിലോ ഗോതമ്പ് മാവിന് 10 രൂപയോ 12 രൂപയോ ഒന്നും അറിഞ്ഞുകൂടാ. ആ ഒരു കവർ ഗോതമ്പ് മാവ് ഉണ്ടാക്കിയിട്ട് ഒരു കഷ്ണം പുട്ട് കഴിച്ചിട്ട് ഒരു കഷ്ണം കൊണ്ടുപോയി പൈപ്പ് വെള്ളം കുടിച്ച് കഷ്ടപ്പെട്ട് കൂലിപ്പണി ചെയ്താണ് ഞങ്ങൾ 2 പെൺമക്കളെയും വളർത്തിയത്. എന്റെ പിതാവിനെ നോക്കിയത്. പിതാവൊന്നും ജോലിക്കൊന്നും പോകാറില്ല, ഒന്നും വീട്ടിലൊന്നും തരാറില്ല, എല്ലാം കൊണ്ടുപോയി മദ്യശാലയെ കൊടുക്കുന്ന അനുഭവങ്ങളായിരുന്നു. പക്ഷെ എന്റെ ജീവിതത്തിൽ ഞാൻ നോക്കുമ്പോൾ എന്റെ ദൈവം, എനിക്ക് ദൈവത്തെ പേടിയായിരുന്നു. എന്നെ ബീഡി വാങ്ങിക്കാൻ വിടും, മദ്യം വാങ്ങിക്കാനായിട്ട് തൂക്കുപാത്രവും തന്നു വിട്ടിട്ടുണ്ട്, പിന്നെ ഈ പുകയില വാങ്ങിയ. പക്ഷെ എനിക്ക് കുഞ്ഞിലെ എനിക്ക് അതൊന്നും ഇഷ്ടമില്ല. ഞാൻ പറയും ഞാൻ പോകില്ല എന്ന് പറഞ്ഞ് അടിക്കും ഒരു ദിവസം. അപ്പൊ അതുകൊണ്ട് ഞാൻ കൊണ്ടുപോകുന്ന തൂക്കുപാത്രമാണ് കൊണ്ടുപോകുന്നത്. അപ്പൊ ആരെങ്കിലുമൊക്കെ ഇവിടെ പോകുന്നെന്ന് കേട്ടാ ചായ വാങ്ങിക്കാൻ പോകുന്നെന്ന് പറയും. പിന്നെ അവിടെ ഇഷ്ടംപോലെ ആണുങ്ങൾ വന്ന് കുടിക്കുന്ന സ്ഥലമാണ്, കാടുള്ള സ്ഥലത്താണ് അവർ മദ്യമൊക്കെ വെച്ചോണ്ടിരിക്കും. ഇവിടെ വാറ്റി ഉണ്ടാക്കുന്നത്, ഇന്നത്തെ ബ്രാൻഡി അങ്ങനെയുള്ളതൊന്നുമല്ല, വാറ്റി അവർ ഉണ്ടാക്കി എടുക്കുന്നതാണ്. അപ്പൊ അവിടെ എന്റെ തൂക്കുപാത്രം തന്ന് നീ തൂക്കുപാത്രം കൊണ്ടുപോയി, ഞാൻ പോകില്ല എന്ന് പറഞ്ഞ് ഞാൻ അടിച്ചു. അതുകൊണ്ട് എന്റെ അനുജത്തി പോകില്ല, അവള് നല്ല ആണുങ്ങളെ പോലെ തന്റെയോടാണ്. അവള് അപ്പച്ച എന്ത് പറഞ്ഞാലും തിരിച്ച് മറുപടി പറഞ്ഞിട്ട് നിൽക്കും. ഞാനാണെങ്കിൽ എനിക്ക് പേടിയാ, എന്നെ അടിക്കും അല്ലെങ്കിൽ എന്നെ ഉപദ്രവിക്കും എന്ന് പറഞ്ഞ് ഞാൻ പോകില്ല എന്ന് പറഞ്ഞാലും ഞാൻ പിന്നെ പോയി ചെന്നല്ല. അതുകൊണ്ട് എനിക്ക് ബീഡിയോ ഈ പുകയിലയോ മദ്യമോ ഒന്നും വാങ്ങിക്കുന്നത് എനിക്ക് ഇഷ്ടമില്ല. പക്ഷേ ഞാൻ തൂക്കുപാത്രമായിട്ട് കടന്നുപോയി
ആളുകൾ കേൾക്കും എവിടെ പോണം, ചായ വാങ്ങിക്കാൻ പോണെന്ന് പറയും, ആരും കാണാതെ ഒളിച്ചൊളിച്ച് പോയി. അന്നൊക്കെ 2 രൂപയൊക്കെ ഉള്ളൂ ഒരു ഗ്ലാസ് മില്ലിക്ക്. അങ്ങനെ വാങ്ങിച്ചുകൊണ്ട് വീട്ടിൽ കൊടുക്കും. അങ്ങനെ ഞാനിങ്ങനെ പല ദിവസവും ചെല്ലുന്നത് കണ്ട് ആ വിൽക്കുന്ന ആള് തന്നെ ഒരു ദിവസം എന്റെ അപ്പച്ചനെ വിളിച്ച് വിലക്കി. പലവിധമായ ആൾക്കാരാണ് ഇവിടെ കടന്നു വരുന്നത്, ഇനി ആ കൊച്ചിനെ അങ്ങോട്ട് പറഞ്ഞു വിടരുത്, തനിക്ക് വേണമെങ്കിൽ താൻ വന്ന് കുടിക്കണമെന്ന് പറഞ്ഞ് വഴക്ക് പറയാൻ ഇടയായിരുന്നു. അതിനുശേഷം എന്നെ പറഞ്ഞു വിട്ടിട്ടില്ല. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഭാരങ്ങളും പ്രയാസങ്ങളൊക്കെ കുഞ്ഞുനാളിലൊക്കെ അനുഭവിച്ചൊക്കെ ജീവിതയാത്രയിലൊക്കെ കടന്നു പോകാൻ ഇടയായി തീർന്നു. അങ്ങനെ എന്റെ 15, 16, 17 വയസ്സിലൊക്കെ എന്റെ ജീവിതത്തിലൊക്കെ പലവിധമായ കഷ്ടങ്ങളും ഭാരങ്ങളും ജീവിതത്തിന്റെ യാത്രകളിലൊക്കെ ഒരു സമാധാനം, ജീവിതത്തിൽ സന്തോഷം എന്തെന്ന്, അല്ലെങ്കിൽ ഞങ്ങൾക്കൊരു വസ്ത്രം വാങ്ങിച്ച് തന്നു പോലും എനിക്ക് ഓർമ്മയില്ല. എന്റെ അമ്മ കഷ്ടപ്പെട്ടിട്ടാണ് 1, 2 വസ്ത്രങ്ങളൊക്കെ വാങ്ങിച്ചത്. അതൊക്കെ മറ്റുള്ളവർക്ക് ഒക്കെ തന്നൊക്കെയാണ് ജീവിതത്തിലും സ്കൂളിൽ പഠിച്ചിരിക്കുന്ന കാലത്തൊക്കെ ഉപയോഗിച്ചിട്ടുള്ളത്. അന്നത്തെ കാലമൊക്കെ അങ്ങനെയൊക്കെ ദാരിദ്ര്യത്തിന്റെ അവസ്ഥ നിറഞ്ഞതായിരുന്നെങ്കിലും അവിടെയൊക്കെ ദൈവത്തിന് എന്നെ കുറിച്ച് ഉദ്ദേശമുള്ളത് കൊണ്ടായിരിക്കാം അവിടെയൊക്കെ ഞാൻ പലപ്പോഴും കുഞ്ഞുനാളിലൊക്കെ ഈ സമാധാനമില്ലാത്ത വീട്ടിൽ കിടക്കുന്നതിനേക്കാൾ എങ്ങോട്ടെങ്കിലും പോകുന്നതൊക്കെ നല്ലതെന്ന് ചിന്തിച്ച നാളുകൾ എന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. എന്നാൽ അവിടെയൊക്കെ ദൈവം സഹിച്ചു നിൽക്കുവാനൊക്കെ ഉള്ള കൃപ ദൈവം എനിക്ക് തരുവാനിടയായിത്തീർന്നു. അങ്ങനെ എന്റെ അനുജത്തിയുടെ വിവാഹമാണ് ആദ്യം നടന്നത്. എന്ന് പറഞ്ഞ 17ാമത്തെ വയസ്സിൽ അവളെ കണ്ട് ഇഷ്ടപ്പെട്ട ഒരു പയ്യൻ വന്ന് ചോദിച്ചു. അപ്പൊ എന്റെ മാതാവ് പറഞ്ഞു, അയക്കാൻ ഞങ്ങൾക്ക് തരാനായിട്ടൊന്നുമില്ല, പക്ഷെ എന്റെ മൂത്ത മോളിരിക്കുന്നു, അവളെ അയച്ചിട്ട് ഞാൻ അവളെ അയക്കാന്ന് പറഞ്ഞു. അപ്പോൾ 2 വർഷമായിട്ടും എനിക്ക് എന്നെ കാണാനോ അല്ലെങ്കിൽ 1, 2 ആൾക്കാർ വന്നു, അവർക്കൊന്നും എന്നെ ഇഷ്ടപ്പെടില്ല, അല്ലെങ്കിൽ സാമ്പത്തികത്തിന്റെ കാര്യത്തിലൊക്കെ മാറിപ്പോവാനിടയായി. അപ്പൊ അവര് 2 വർഷം കഴിഞ്ഞപ്പോ അവർ വന്ന് ചോദിച്ചു, മോളെ അയക്കുന്നു, പിന്നെ നിങ്ങൾ പറഞ്ഞ വർഷം കഴിഞ്ഞല്ലോ എന്ന് പറയാനിടയായി തീർന്നു. അപ്പോഴും അമ്മ പറഞ്ഞു, ഇല്ല, മൂത്ത മോളെ അയച്ചിട്ട് ഇളയവളെ അയക്കുള്ളൂ എന്നിങ്ങനെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്നെ നോക്കണ്ട, ഈ നരകത്തിൽ നിന്ന് ഒരാളെങ്കിലും രക്ഷപ്പെടട്ടെ, അതുകൊണ്ട് നിങ്ങൾ അവളെ അയക്കുക, എനിക്ക് ഇപ്പോഴും കല്യാണം വേണ്ട എന്ന് പറഞ്ഞു. അപ്പൊ എന്നെ കാണുമ്പോ എല്ലാവരും സഹതാപത്തോടെ നോക്കും. എനിക്ക് അതിഷ്ടമല്ല. ഞാൻ പറഞ്ഞു എന്റെ ഇഷ്ടത്തോടെ തന്നെ, ഞാൻ തന്നെയാണ് പറഞ്ഞത് അവളെ വിവാഹം നടത്താൻ. എല്ലാവരും കുറ്റം പറഞ്ഞു, അമ്മയൊക്കെ എല്ലാവരും കുറ്റം പറഞ്ഞു, മൂത്തവളിരിക്കെ ഇളയവളെ കെട്ടിച്ചു കൊടുക്കരുതെന്നൊക്കെ പറഞ്ഞ് അവളിക്ക് അങ്ങനെ ഇരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയാനിടയായിത്തീർന്നു. ഞാൻ പറഞ്ഞു, അവരും മറ്റുള്ളവരെന്ന് പറയുന്നത് നിങ്ങൾ കേൾക്കണ്ട, ഒരാളെങ്കിലും ഈ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടു പോട്ടെ, അവളെ കെട്ടിച്ചു കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ അവളുടെ വിവാഹമായിരുന്നു 16 തികഞ്ഞ് 17ാമത്തെ വയസ്സിൽ കെട്ടിക്കൊടുക്കാനിടയ്ക്ക് വിവാഹം കഴിച്ചു കൊടുക്കാനിടയായി തീർന്നു. പിന്നെ 5 വർഷം കഴിഞ്ഞാണ് എന്റെ വിവാഹം. അപ്പോൾ പിന്നും എന്റെ ജീവിതത്തിൽ പിതാവിന്റെ സ്വഭാവമൊക്കെ അങ്ങനെ തന്നെയാ. വീട്ടിൽ അസമാധാനവും സങ്കടങ്ങളും ഭാരങ്ങളും പ്രയാസങ്ങളൊക്കെ. കാരണം ആ കാലഘട്ടത്തിലൊക്കെ എന്റെ 18ാമത്തെ വയസ്സിന്റെ ആ കാലഘട്ടത്തിലൊക്കെ എന്റെ ജീവിതത്തിൽ പൈശാചികമായ ബന്ധനങ്ങളാൽ അറിയില്ല എങ്ങനെയാണ് കടന്നു വന്നതെന്നും അറിയത്തില്ല. അങ്ങനെയുള്ള അവസ്ഥകളൊക്കെ ജീവിതത്തിൽ കടന്നു വന്ന് ഞാൻ എപ്പോഴും ബോധം കെട്ട് വീഴുന്ന ഒരവസ്ഥ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ചിലപ്പോൾ പാത്രം കഴുകുമ്പോഴായിരിക്കാം. അങ്ങനെയൊക്കെ പലവിധമായ അവസ്ഥകൾ എന്റെ ജീവിതത്തിലുണ്ടായി. ഒരു ദിവസം ഞാൻ ഇങ്ങനെ പോയാൽ എന്നും പാട്ടൊക്കെ പാടി പ്രാർത്ഥിക്കും, വചനം വായിക്കും. അധികമൊന്നും പ്രാർത്ഥിക്കില്ലെങ്കിൽ എന്റെ കാര്യങ്ങളൊക്കെ പറയും. ഇങ്ങനെയൊക്കെയാണ് അവസ്ഥ. അന്ന് കരയൊന്നുമില്ല, ഇത്ര സമാധാനമില്ലെങ്കിൽ നമുക്ക് അങ്ങനെ കണ്ണുനീരൊന്നുമില്ലല്ലോ. നമ്മളിങ്ങനെ അതുമായിട്ട് ദൈവത്തിന്റെ സ്നേഹം എന്തെന്നോ അല്ലെങ്കിൽ കർത്താവിനോട് എങ്ങനെ പ്രാർത്ഥിക്കണമോ എന്ന് നമ്മൾ എന്നും ചടങ്ങ് പ്രാർത്ഥന പോലെ അവരെ അനുഗ്രഹിക്കണേ ഇവരെ അനുഗ്രഹിക്കണേ ഇങ്ങനെയൊക്കെയുള്ള പ്രാർത്ഥനകൾ മാത്രം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഇങ്ങനെ ഒരു ദിവസം പ്രാർത്ഥിച്ചിട്ട് പാടി 2 പാട്ട് പാടി ബൈബിൾ ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുമ്പോ എന്റെ തലയെ ആരോ പിടിച്ച് ബാക്കിലോട്ട് വലിച്ച് എന്റെ കഴുത്തിനെ ഒടിക്കുന്ന ഒരു അനുഭവം ഞാൻ ഈ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് അങ്ങനെ അനുഭവിക്കാനിടയായിട്ട് ഞാൻ എന്റെ അമ്മയെ വിളിച്ചു. അപ്പോൾ ഞങ്ങൾ വിളക്കാണ്, ഒരു ലൈറ്റോ അങ്ങനെ ഒന്നുമില്ല. വിളക്ക് ഇങ്ങനെ മണ്ണെണ്ണ വിളക്ക് ഫ്രണ്ടിൽ വെച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. ബൈബിൾ വായിച്ചു എനിക്ക് ബൈബിൾ വായിക്കാൻ കഴിയും. ഞാൻ ബൈബിളിൽ ഇങ്ങനെ നോക്കും തോറും എന്റെ കഴുത്തിനെ ബാക്കിലോട്ട് ആരോ പിടിച്ച് വലിച്ച് ഒടിക്കുന്ന ഒരു അനുഭവം. ഞാൻ അമ്മയെ വിളിച്ചു, അമ്മ എനിക്ക് ഒട്ടും വയ്യ, എന്താണെന്ന് അറിഞ്ഞു. അല്പം കഴിഞ്ഞപ്പോ ആ കഴുത്തിനെ ഒരു സൈഡിലോട്ട് ആരോ വലിച്ചൊടിക്കുന്നത് പോലെ, അതുപോലെ ഇപ്പുറത്തെ സൈഡും. പിന്നെ എന്റെ മുഖമൊക്കെ അങ്ങ് വികൃത രൂപമായി. സ്ട്രോക്ക് ഒക്കെ വന്ന ആൾക്കാരുടെ മുഖമൊക്കെ കോടുന്നത് പോലെ എന്റെ മുഖമൊക്കെ കോടുന്നവർ. അതൊരു 17-18 വയസ്സ് കഴിയും ആ സമയത്താണ്. അപ്പൊ എവിടെ കൊണ്ടുപോകണമെന്നോ എന്താണെന്നോ ഒന്നും അറിയത്തില്ല. വേറൊന്നും സംസാരിക്കുക ഒന്നും ചെയ്യുന്നില്ല. കാര്യം എനിക്കെല്ലാം ഓർമ്മയാക്കണം, പക്ഷെ എന്റെ കഴുത്ത് നേരെ നിൽക്കുന്നില്ല. ഒന്നേ ബാക്കിലോട്ട് വലിക്കും, അല്ലെങ്കിൽ 2 സൈഡിലോട്ട് പിടിച്ചൊടിക്കും. അങ്ങനത്തെ എന്റെ കഴുത്ത് ഒടിഞ്ഞ് 3-4 പാർട്ടായിട്ട് പോകുന്നത് പോലെ ഇരിക്കുന്നത്. പക്ഷെ കഴുത്ത് അവിടെ തന്നെ ഉണ്ട്.
മുഖമല്ല എന്റെ മുഖം വികൃതമാക്കിയ ഒരു അവസ്ഥയിലേക്ക്. അപ്പൊ അമ്മ പറഞ്ഞു നിനക്ക് എന്ത് പറ്റിയെന്ന് എന്റെ അടുത്ത് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് എനിക്കൊന്നും അറിയത്തില്ല എന്ന് പറയാനിടയായിരുന്നു. അപ്പൊ എന്റെ വല്യമ്മയുടെ ഒരു മകളുടെ ഭർത്താവ്, അയാൾ ഹിന്ദുവാണ്. അയാൾ ഓടി വന്നിട്ട് എന്റെ തലമുടി ഞാൻ വാരി കെട്ടി വെച്ചിരുന്നു. അതിലൊരു എന്തോ മന്ത്രമൊക്കെ ചൊല്ലിയിട്ട് ഒരു ആണി ഇങ്ങനെ എന്റെ മുടിയിൽ തിരികെ വെച്ചിട്ടും അതിലൊന്നും ഒരു വിടുതലുമില്ല. അപ്പൊ എന്റെ ഈ അവസ്ഥ കണ്ടിട്ട് എന്റെ അമ്മയ്ക്ക് ഭയങ്കര പ്രയാസം തോന്നിയിട്ട് അപ്പോഴേ ഒരാള് എന്റെ അടുത്തുള്ള ഒരു വല്യമ്മ ഓടി വന്നിട്ട് പറഞ്ഞു ഇന്നടുത്തൊരു ഒരു പ്രാർത്ഥനാശാലയുണ്ട്, അവിടെ കൊണ്ടുപോകാം എന്നിങ്ങനെ പറഞ്ഞ് വിളിച്ചു. അപ്പൊ രാത്രി തന്നെ എന്റെ വല്യമ്മയുടെ മകനും അമ്മയും വേറെ വലിയമ്മയായിട്ട് ഇങ്ങനെ റോഡേ എന്നെ നടത്തിക്കൊണ്ട് പോവുകയാണ്. നടത്തിക്കൊണ്ട് പോകുമ്പോൾ എന്റെ റോഡേ നടന്നു പോകുമ്പോൾ തന്നെ കഴുത്ത് വലിച്ചൊടിക്കുന്ന അനുഭവം. അപ്പൊ എന്റെ വല്യമ്മയുടെ മോനാണ് എന്നെ പിടിച്ചിരിക്കുന്നത്. അവൻ എന്നെ കഴുത്തിന് താങ്ങി വെച്ചിട്ടുണ്ട്. പക്ഷെ അവൻ പറയുന്നത് എന്റെ കയ്യിന് എന്ന് എനിക്ക് കഴച്ചു വയ്യ, എന്റെ കൈ വേദന എടുക്കുന്നു, ഇത്ര ഭാരമോ ഇവരുടെ കഴുത്തിനെന്ന് പറഞ്ഞിട്ട് കഴുത്ത് നോക്കാൻ പറ്റുമോ മുകളിലോട്ട് ഇങ്ങനെ ആക്കുമ്പോ വീണ്ടും ഒന്ന് കഴുത്ത് ബാക്കിലോട്ട് ഓടിക്കും അല്ലെങ്കിൽ സൈഡിലോട്ട് ഓടിക്കും. അങ്ങനത്തെ നടന്ന ആ സ്ഥലത്തെത്തി. അവിടെ പ്രാർത്ഥനാശാല എന്ന് പറയുന്നത് പുണ്യവാളന്മാരുടെ സ്ഥലമാണ്. അവിടെ അവര് വർഗീസ് പുണ്യാളനെ മറ്റും വെച്ച് ആരാധിക്കുന്ന ആ സ്ഥലത്ത് തന്നെ കൊണ്ടുപോകാനിടയായി. അവിടെ ചെന്നപ്പോ അവര് എന്തത് ചെയ്യുമെന്നൊക്കെ പാട്ടൊക്കെ പാടുന്നു, ബൈബിൾ വായിക്കുന്നു, എല്ലാം ചെയ്യുന്നു. ബന്ധുവാണ്, അമ്മയുടെയൊക്കെ ചെറിയൊരു ബന്ധുവാണ്. അവിടെ ഇങ്ങനെ പ്രാർത്ഥന നടക്കുന്ന ആദ്യമായിട്ടാണ് ഞാൻ അറിയുന്നത് തന്നെ. അപ്പൊ അവിടെ ചെന്നിട്ട് അവിടെ ഇരുത്തിയിട്ട് കൂടെ വന്ന വല്യമ്മയെ അവര് പോട്ട് കൊച്ചിനെ നാളെ വിടാന്ന് പറഞ്ഞ് എന്നെ അമ്മയെ അവിടെ ഇരുത്തിയിട്ട് പ്രാർത്ഥിക്കാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞങ്ങനെ. അപ്പൊ ബൈബിൾ എടുത്ത് വെച്ച് നെഞ്ചിൽ ഇങ്ങനെ വെച്ചിട്ടാണ് അവർ പ്രാർത്ഥിക്കുന്നത്. കുറെ നേരം പ്രാർത്ഥിച്ചിട്ട് എനിക്ക് ഒരു വ്യത്യാസവും. അങ്ങനെ കുറെ കഴിഞ്ഞപ്പോ എനിക്ക് പുറത്തു പോകണം, എനിക്ക് ഇത് വയറൊക്കെ ഒരു വല്ലാത്തൊരു അവസ്ഥയിലായി. അവിടെ ബാത്റൂം ഒന്നുമില്ല, വെളിയിൽ എന്നെ കൊണ്ടുപോയി അവിടെ പോയിട്ട് എനിക്ക് എന്തോ ഭയം, എന്നെ ആരോ പിന്തുടരുന്നു, അല്ലെങ്കിൽ എന്റെ ചുറ്റും ആരോ ഒക്കെ കറുത്ത നിഴലുകളൊക്കെ നിൽക്കുന്നത് പോലെ എനിക്ക് തോന്നി. പക്ഷെ എനിക്ക് വെളിയിലിറങ്ങാൻ രാത്രി ആ ഇരുട്ടത്ത് എനിക്ക് ഇരിക്കാൻ പേടി, അല്ലെങ്കിൽ നിൽക്കാൻ പേടി, അതുപോലത്തെ അവസ്ഥ. ഞാൻ പറഞ്ഞു എനിക്ക് അകത്ത് കയറണമെന്ന് പറഞ്ഞു. ഒടുക്ക അവരൊരു തലയണ വെച്ച് എന്നിട്ട് പറഞ്ഞു ഇന്ന് അവര് ആ ദൈവം വരണ ദിവസമല്ല, അതുകൊണ്ട് വെള്ളിയാഴ്ചയും ചൊവ്വാഴ്ചയേ ഉള്ളൂ, ഇന്ന് എന്തായാലും മോളിവിടെ കിടക്കട്ടെ, രാവിലെ പോവാന്ന് പറയാനിടയായി. അപ്പൊ ഞാൻ അമ്മയെടുത്ത് എനിക്കൊരു തലയണ തന്നു. പക്ഷെ എന്റെ തലയണയിലല്ല ഇരിക്കുന്നത്, തലയണ എങ്ങോട്ടോ പോകുന്ന എന്റെ കഴുത്തിന് ആരോ വലിച്ചൊടിക്കുന്ന അനുഭവം വീണ്ടും. അങ്ങനെ ഞാൻ ഉറങ്ങില്ല, ഞാൻ കണ്ണും തുറന്ന് കിടന്നു. നേരം വെളുത്തു എനിക്കൊരു അല്പം ഒരു ശമനം വന്ന് ഞങ്ങൾ വീട്ടിലേക്ക് പോയി. പിന്നെ അവര് പറഞ്ഞു എത്ര വെള്ളിയാഴ്ചയും ചൊവ്വാഴ്ചയും ചെല്ലണം എന്ന് പറഞ്ഞ് അങ്ങനെ ഇവരെ വീട്ടിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നു. ഇഷ്ടം പോലെ ആള് വരും, അവര് പാട്ട് പാടും, ബൈബിൾ വായിക്കും. അവരിൽ ആള് വരുമ്പോ അവര് ചീത്തയും വിളിക്കും. അങ്ങനെയാണ് അവരുടെ പ്രാർത്ഥന. അങ്ങനെയുള്ള സ്ഥലത്താണ് പോയത്. ഞാൻ 2-3 ആഴ്ച പോയപ്പോൾ ഞാൻ ഇനി അവിടെ വരുന്നു, അവൻ പിന്നെ പൂ വാങ്ങിച്ചു കൊടുക്കണം, പിന്നെ ഇത് മെഴുകുതിരി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ 2-3 ആഴ്ച പോയിട്ട് ഞാൻ ഇനി അവിടെ വരണില്ലെന്ന് ഞാൻ പറഞ്ഞു. അതെന്റെ ദൈവത്തിന്റെ പ്രവൃത്തിയായിരിക്കും. അങ്ങനെ ഇരുന്ന് അത് കഴിഞ്ഞ് ഒരു ദിവസം ഞാൻ ഇതുപോലെ പാത്രം കഴിക്കണമെങ്കിൽ ഞാൻ ബോധം കെട്ട് വീഴാനിടയായിരുന്നു. അപ്പൊ എന്റെ അമ്മയടുത്ത് തന്നെ വേറൊരാള് പറഞ്ഞ് വേറൊരു സ്ഥലത്ത് കൊണ്ടുപോയി. അവിടെ കൊണ്ടുപോയി അവിടെ ഇതുപോലെ തന്നെ അവരെ മോള് മരിച്ചിട്ടുണ്ട്, ആ മോളെ വെച്ച് ആരാധിക്കുന്നു. പിന്നെ ഇഷ്ടംപോലെ ദൈവങ്ങള് അവര് ഇതുപോലെ തന്നെ അടി കൊടുക്കും, ഇങ്ങനെ പിശാചിളവുന്നവർക്കൊക്കെ. ഇതൊക്കെ കണ്ടപ്പോ ഞാൻ അവിടെ അപ്പോഴെനിക്ക് അസുഖമില്ല, പക്ഷെ ഈ ബോധം കെട്ട ആ അവസ്ഥ ഒരു പ്രയ്ക്കൽ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. പക്ഷെ എനിക്കറിയാം എന്നിൽ ആരോ ഒരാള് ദൈവമല്ലാത്ത ഒരു ശക്തി എന്നിൽ ഉണ്ടെന്ന് എനിക്കറിയാം. അത് പലപ്പോഴും ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അപ്പൊ അവിടെ പോയി അവര് ഒരു ലിസ്റ്റിങ് തരും, അത്രയും സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് കൊടുക്കണം ആ പൂജയ്ക്ക് വേണ്ടി. അതും പള്ളി എന്നാണ് പറയുന്നത്, കത്തോലിക്കലും എല്ലാം ഇതുകൊണ്ട്. അങ്ങനെ കുറെ വെള്ളിയാഴ്ച പോയിട്ട് ഞാൻ പറഞ്ഞു ഞാൻ ഇനി അവിടെയും വരുന്നില്ല, എനിക്കിഷ്ടമല്ല അവിടെ പോണതെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോകുന്ന അവസ്ഥകളൊക്കെ നിർത്തുവാനിടയായി തീർന്നു. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലും പിന്നെയും ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ആത്മീയ കൂട്ടായ്മകളൊക്കെ പോകുമെങ്കിൽ ഈ അസുഖമൊന്നും അതെന്നിൽ തന്നെ ഉണ്ട്, എനിക്കതറിയാം. നമ്മുടെ വീട്ടിലുള്ള ആ അവസ്ഥകളൊക്കെ എനിക്ക് മരിക്കണമെന്നൊന്നും ഒരു ചിന്തയും വന്നിട്ടില്ല. പക്ഷെ ഈ വീട് ഈ നരകതുല്യമാണ്, ഈ വീട്ടിൽ നിന്ന് എവിടെയെങ്കിലും ഇറങ്ങി പോണം എന്നൊക്കെ ചെയ്തു. അതുകൊണ്ട് മറ്റുള്ളവരോട് ഞാൻ വീട്ടിൽ അധികം നിൽക്കാറില്ല. ഞാൻ എന്റെ അപ്പച്ചന്റെ അമ്മയുടെ അടുത്തേക്ക് എപ്പോഴും പോകും. വീട്ടിലെ അമ്മ പറയും ഞാൻ ഒറ്റയ്ക്കാണുള്ള, എന്നെ അടിക്കും എന്നൊക്കെ പറഞ്ഞ് എനിക്ക് വീട്ടിൽ നിൽക്കാൻ ഇഷ്ടമല്ല. എനിക്ക് എന്താ സമാധാനമില്ല, സന്തോഷമില്ല. വീട്ടിൽ ഒരു നേരത്തെ ആഹാരം കഴിക്കാൻ പോലും കഴിയാത്ത അനുഭവങ്ങളുണ്ട്. അതുകൊണ്ട് എനിക്ക് വീട്ടിൽ നിൽക്കും. ഞാൻ ഒന്ന് എന്റെ ബന്ധുക്കളെ വീട്ടിൽ ചെന്ന് നിൽക്കും, അല്ലെങ്കിൽ എന്റെ അപ്പച്ചന്റെ അമ്മയുടെ വീട്ടിൽ ചെന്ന് നിൽക്കും, അവിടെ ഞാൻ ചെന്ന് നിൽക്കും. അങ്ങനത്തെ അവസ്ഥയായിരുന്നു. പിന്നെ എന്റെ അനുജത്തിയുടെ കല്യാണം കഴിഞ്ഞപ്പോ ഞാൻ പൂർണ്ണമായി എന്റെ വീട്ടിൽ നിന്നു. അങ്ങനെ ഒരു ദിവസം എന്റെ ഒരു മാമന്റെ ഭാര്യ ഒരു ചർച്ചിൽ എന്നെ വിളിച്ചു കൊണ്ടുപോകാൻ ഇടയായി തീർന്നു. അപ്പൊ അതിനു മുമ്പായിട്ട് കർത്താവിന്റെ ദാസൻ തന്നെ, ഞങ്ങള് ചെറിയ ബന്ധുക്കളൊക്കെയാണ്. ഒരു ദിവസം ആ രക്ഷിക്കപ്പെട്ട് പറഞ്ഞ സമയം
ആ സമയത്ത് ദൈവം കൊടുത്ത ഒരു കൃപയാണ് ഭൂതശാന്തി ശുശ്രൂഷ. വചനം വായിക്കാൻ അറിഞ്ഞൂടാ. ആന്റി ഇന്നലെ സാക്ഷ്യങ്ങളൊക്കെ കേട്ടായിരിക്കും. വചനം വായിക്കാൻ അറിഞ്ഞൂടാ, പ്രാർത്ഥന എന്തെന്ന് അറിഞ്ഞൂടാ. ദൈവം വിളിച്ചു, ദൈവം ഒരു കൃപ കൊടുത്തു. അത് ആ ഒരു കൃപയും കൊണ്ട് അനേക ജീവിതങ്ങളെ, അനേക കെട്ടിൽ കിടക്കുന്നവരെ, അനേക ഭൂതങ്ങൾ ബാധിച്ചവരെയൊക്കെ വിടിവിച്ച്, അത് എനിക്ക് അറിഞ്ഞുകൂടാ. ഇവരൊക്കെ പണ്ട് നടന്ന അവസ്ഥകളൊക്കെ എനിക്കറിയാം. ഞാൻ കാണുമ്പോൾ പേടിച്ചു പോയിട്ടുണ്ട്, ഒരറ്റത്തൂടെ പേടിച്ചു പോയിട്ടുണ്ട്. എന്ന് വെച്ചാൽ അത്രയ്ക്ക് ഗുണ്ടായുസം പോലെയാണ് നടന്നത്. ഒരു പെൺപിള്ളേർക്ക് റോഡെ നടക്കാൻ പറ്റില്ല, അങ്ങനത്തെ ഒരവസ്ഥയായിരുന്നു. അതുകൊണ്ട് നമ്മൾ മുഖത്ത് നോക്കത്തില്ല, ദൂരെ നിന്ന് വരുമ്പോഴേ നമ്മൾ ഒരറ്റത്തൂടെ മാറി കടന്നു പോകും, അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. അപ്പോൾ ഇങ്ങനെ ദൈവകൃപയിൽ വന്നതോ ദൈവത്തെ അറിഞ്ഞതോ ഒന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ ഒരു ദിവസം ആ ഏരിയയിലൊക്കെ ഒരു വീട്ടിൽ ഒരാൾക്ക് സുഖമില്ലാത്തതുകൊണ്ട് പ്രാർത്ഥിക്കാൻ വന്നപ്പോ ഞങ്ങളുടെ വീടിന്റെ ഫ്രണ്ടേ കൂടെ ഇങ്ങനെ പോവാനിടയായി. അപ്പൊ എന്റെ അമ്മ പറഞ്ഞു, മക്കളെ എന്റെ വീട്ടിലൊന്ന് കയറി പ്രാർത്ഥിച്ചിട്ട് പോവോ എന്നിങ്ങനെ അമ്മ വിളിച്ചപ്പം പറഞ്ഞ് ആ പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ് കയറി വന്നു. പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കേ ഞാൻ ബോധം കെട്ടി വീഴുന്നു. അന്ന് വന്ന അസുഖം എനിക്ക് വന്നത് പിറ്റന്ന് ആ സമയത്താണ്. അപ്പോഴും പറഞ്ഞു എവിടെയൊരു പൈശാചിക ശക്തിയുണ്ട്, അതുകൊണ്ട് അത് പ്രാർത്ഥനയില് പ്രാർത്ഥിച്ചാലേ മാറുള്ളൂ എന്ന് പറഞ്ഞു. അന്ന് പ്രാർത്ഥിച്ചിട്ട് പോയി പിന്നെ എനിക്ക് ഒരു കുഴപ്പവും ഇല്ലായിരുന്നു. പിന്നെ ഉള്ള പ്രാർത്ഥനകളിലൊക്കെ പിന്നെ ഇടയ്ക്കൊക്കെ ഞങ്ങളെ വീട്ടിൽ വരും, പ്രാർത്ഥിക്കും, അല്ലാതെ വേറെ ഒന്നുമില്ല, വരും പ്രാർത്ഥിക്കും. പിന്നെ അതിലൊക്കെ ഒരുപാട് നിന്നുകൾ എന്റെ ജീവിതത്തിൽ കേൾക്കാനിടയായി തീർന്നു. അതൊക്കെ വെറുതെ മനുഷ്യരല്ലേ, മനുഷ്യർ പറഞ്ഞുണ്ടാക്കിയതൊക്കെ ഒക്കെ ജീവിതത്തിൽ കേട്ട് അനുഭവിച്ചൊക്കെ ജീവിതത്തിന്റെ ഓരോ തുറകളിലൊക്കെ ഉടയും കടന്നു പോകുമ്പോൾ ഒരു കഷ്ടത മാറുമ്പോൾ അടുത്ത കഷ്ടത എന്നൊക്കെയും ചിന്തിച്ചെന്നാൽ എന്റെ അമ്മ എനിക്ക് എപ്പോഴും സപ്പോർട്ടായിരുന്നു. പിന്നെ കുറെ ആ കാലഘട്ടമൊക്കെ ആ സമയമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് അസുഖം വന്നിട്ടേ ഇല്ല. അത് കഴിഞ്ഞ് പിന്നെ ഇങ്ങനെയുള്ള ആജ്ഞ, പിന്നെ ഞാൻ ഇങ്ങനെ ദൈവവചനമൊക്കെ യഥാർത്ഥമായി കേട്ടറിഞ്ഞു തുടങ്ങിയപ്പോൾ ഞാൻ പിന്നെ CSI പള്ളിയിൽ പോകാതായി. ഞാൻ ഏതെങ്കിലും ഒരു പെന്തക്കോസ്ത് നല്ലൊരു പള്ളിയിൽ പോകണമെന്നൊക്കെ പറഞ്ഞ് പിന്നെ അങ്ങനെ അപ്പോ തിരുവനന്തപുരത്തൊരു പിന്നെ എന്റെ ആള് തന്നെ ഒരു ചർച്ച ഇങ്ങനെ പറഞ്ഞു തന്നു, നല്ല ആരാധനയൊക്കെയാണെന്നൊക്കെ പറഞ്ഞു. ആദ്യമൊക്കെ അമ്മ പിന്നെ ഒരു പ്രതികൂലങ്ങളൊന്നും ഇല്ലായിരുന്നു, പോകാൻ പറഞ്ഞു. പിന്നെ അമ്മ പ്രതികൂലമായി മാറി. ആരാധനയ്ക്കൊക്കെ ആയിട്ടൊക്കെ കടന്നു പോകുമ്പോ പിന്നെ എന്തെങ്കിലും ഇന്നത്തെ ആൾക്കാർക്ക് നിന്ന് പറയാനൊന്നും അവർക്ക് വളരെ താമസമില്ലല്ലോ, എന്ത് ചെറിയ കാര്യങ്ങൾ മതി. അപ്പൊ അതൊക്കെ കേട്ടിട്ട് അമ്മ പറഞ്ഞു ഇനി അവിടെ ഒന്ന് ആരാധനയ്ക്ക് പോകണ്ട എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര എതിരൊക്കെ ഉണ്ടാക്കാൻ ഇടയായിത്തീർന്നു. അങ്ങനെ ഞാൻ ഇനി അവിടെ ആരാധനയ്ക്ക് പോകാനായി പറ്റില്ലല്ലോ, അതുകൊണ്ട് ഞാൻ അടുത്തൊരു സ്ഥലത്ത് ഇങ്ങനെ ആരാധനയ്ക്കായിട്ട് എവിടെയെങ്കിലും നല്ലൊരു ആത്മീയ ആരാധന ഉണ്ട്, അവൻ ഞാൻ CSI പയ്യാതെ. ഞാൻ പറഞ്ഞു ഇനി ഒരിക്കലും ഞാൻ CSI പോവില്ല, ഞാൻ എന്റെ സത്യദൈവത്തെ അറിഞ്ഞു, അതുകൊണ്ട് ഇനി അങ്ങനെയുള്ള ആരാധനയ്ക്ക് മാത്രമേ ഞാൻ പോവുകയുള്ളൂ എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു. അങ്ങനെ ഒരു സ്ഥലം അന്വേഷിച്ച് കണ്ടുപിടിച്ച് ആ ചർച്ചിൽ ഞാൻ 2-3 വർഷം ദൈവത്തെ ആരാധിക്കാൻ ഇടയായിത്തീർന്നു. അങ്ങനെ ഇരിക്കുകയാണ് പിന്നെ ഈ അങ്ങനെ ഇരുന്ന് ഒരു വിവാഹം രക്ഷിക്കപ്പെട്ടത് എവിടെ വെച്ചാ രക്ഷിക്കപ്പെട്ടത് 1999 ഞാൻ എന്റെ ദൈവത്തെ കണ്ടുമുട്ടുവാനും കർത്താവിന്റെ സ്നേഹം, അതിനു മുമ്പ് ദൈവസ്നേഹമൊക്കെ ഞാൻ ഇങ്ങനെ അറിഞ്ഞു. എങ്കിലും ഈ വീട്ടിലെ ഈ കാര്യങ്ങൾ കൊണ്ട് ദൈവത്തിന്റെ ആ സ്നേഹം പൂർണ്ണമായി ഉള്ളത്തിൽ വരാതെ ലോകവും ഞാനും അങ്ങനെ ഇങ്ങനെ യാത്ര ചെയ്യുന്ന ഒരു അനുഭവത്തിലായിരുന്നു. അങ്ങനെ എന്റെ ഈ അസുഖം മാറി ഒരു 2-3 ദൈവദാസന്മാർ വന്ന് എന്റെ വീട്ടില് മാസം തോറും മീറ്റിംഗ് നടത്തുമായിരുന്നു. അപ്പൊ നടത്തുമ്പോ എന്റെ പിതാവ് അടുത്ത മുറിയിലിരുന്ന് ഭയങ്കര ബഹളം കാണിക്കും. ചിലപ്പോ അടുത്തുള്ള ആൾക്കാരൊക്കെ കടന്നു വരും, അല്ലെങ്കിൽ ഞങ്ങൾ മാത്രം, ഞാനും അമ്മയും. പക്ഷെ അവര് ഈ എന്റെ അപ്പച്ചന്റെ വഴക്കൊന്നും അതൊന്നും കാര്യമാക്കാതെ അവര് എല്ലാ മാസവും വന്ന് വീട്ടിൽ പ്രാർത്ഥന നടത്തുമായിരുന്നു. അങ്ങനെ ദൈവസ്നേഹം അറിയാനിടയായി. പിന്നെ വേറെ ഒരു ബ്രദർ ആണെങ്കിൽ നമുക്ക് വിവാഹമൊന്നും കഴിച്ചിട്ടില്ല, ആ ബ്രദർ ഇങ്ങനെ ദൈവത്തെ അറിഞ്ഞു, അതും മാസം തോറും വന്ന് പ്രാർത്ഥിക്കും. അങ്ങനെയൊക്കെ ദൈവത്തിന്റെ സ്നേഹം പൂർണ്ണമായി മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞു. അന്ന് മുതലാണ് ഞാൻ CSI ഒന്നും പോവാതെ ഇങ്ങനെയുള്ള ആരാധനയ്ക്കായിട്ട് എനിക്ക് കടന്നു പോകണമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പോയി. അങ്ങനെ ഞാൻ 1999 എന്റെ കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ച് കർത്താവിന് സ്നാനമേൽക്കുക, ദൈവത്തെ സ്നേഹിക്കുക, ദൈവത്തെ അനുഗമിക്കാനൊക്കെ ദൈവം എനിക്ക് നല്ലൊരു ഭാഗ്യം ദൈവം തന്നു. അത് എത്ര പറഞ്ഞാലും മതി വരില്ല. അന്ന് മുതൽ എന്റെ വീട്ടിൽ എന്ത് അസമാധാനങ്ങൾ വന്നാലും എനിക്കൊരു ദൈവമുണ്ട്. എനിക്ക് എന്റെ കണ്ണുനീരും ഒപ്പുവാൻ, അല്ലെങ്കിൽ എന്റെ സങ്കടങ്ങൾ പറയും. എനിക്ക് അതുവരെ ഞാൻ എല്ലാവരോടും സങ്കടം പറയും, എന്നാലും എല്ലാ ദുഃഖങ്ങളൊന്നും പറയാറില്ല. പക്ഷെ അന്ന് മുതൽ ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരുവളായി തീർന്നു. അത് ഏത് സ്ഥലത്തായിരുന്നാലും ചിലപ്പോ വീട്ടിൽ നിന്ന് പ്രാർത്ഥിക്കാൻ പറ്റൂല, വീട്ടില് സമാധാനമില്ലാത്ത അനുഭവം. എനിക്ക് ഒരു മാമന്റെ ഭാര്യയുണ്ട്, അവര് പെന്തക്കോസിലാണ്
എവിടെയാണ് പോകണം അവരെന്നെ വിളിക്കും. അങ്ങനെ ഞാനും അവരും കൂടെ ചെന്നിരുന്ന് ചിലപ്പോ റോഡിൽ ഇത് വിളയിലൊക്കെ ഇരുന്നാണ് പ്രാർത്ഥിക്കുന്നത്. വീട്ടിൽ പ്രാർത്ഥിക്കാനുള്ള സ്വാതന്ത്ര്യമില്ല. പ്രാർത്ഥിച്ചാൽ ചിലപ്പോൾ അടുത്ത മുറിയിൽ നിന്ന് വേറെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും കേൾക്കുന്നത്. അതുകൊണ്ട് വീട്ടിൽ നിന്ന് അധികം പ്രാർത്ഥിക്കാറില്ല, അവിടെ ചെന്നിരുന്ന് പ്രാർത്ഥിക്കും. അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ എതിരിന്റെ നാളുകൾ അമ്മ എതിരായി ഇനി ഇങ്ങനെയുള്ള പ്രാർത്ഥനയ്ക്കൊന്ന് കടന്നു പോകണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര പ്രശ്നം. പക്ഷേ എന്റെ പ്രാർത്ഥന ദൈവം കേട്ടു. അമ്മയെയും ഈ ഭാഗത്തേക്ക് ദൈവം കൊണ്ടുവന്നു. അവരും ഞാനും ഒരുമിച്ചാണ് സ്നാനപ്പെട്ടത്. അതുവരെ ആരാധനയ്ക്കൊക്കെ എതിരായിരുന്നു. അങ്ങനെയുള്ള അവസ്ഥകളൊക്കെ ആയിരുന്നു. അപ്പൊ ആഭരണം മാറ്റുന്നത് ഇഷ്ടമില്ലായിരുന്നു. എന്റെ ഒരു അനുഭവം പറയാൻ, ഞാൻ ഇങ്ങനെയുള്ള ആത്മീയ ദൈവസ്നേഹം എന്റെ ഹൃദയത്തിൽ വന്നപ്പോൾ ഞാൻ ഒരു ആരാധനയ്ക്ക് ഇങ്ങനെ പോളിയോ ഹോമിൽ കടന്നുപോയി. അവിടെ കടന്നുപോയപ്പോ എന്റെ കഴുത്തിലൊന്നും ഞാൻ ആഭരണം ഇടും ഒന്നുമില്ല. പക്ഷെ എന്റെ കാത്തില് 2 ചെറിയ കമ്മലുണ്ടായിരുന്നു. അപ്പൊ എല്ലാവരും എനിക്ക് കാണിക്കണം, എന്റെ കൈ പൈസയൊന്നുമില്ല. എല്ലാവരും സ്തോത്ര കാഴ്ച ഇടുന്നു. അപ്പൊ എന്ത് വേണമെങ്കിലും കൊടുക്കാന്ന് പറഞ്ഞു വന്ന ദൈവദാസൻ. ആ പ്രസംഗം എഴുന്നേറ്റ് എന്നിട്ട് പറഞ്ഞു, ദൈവവേലയ്ക്കാണിത്, 21 ഉപവാസം ഒന്നും നടക്കാൻ, ദൈവവേലയ്ക്കാണ്, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ദൈവത്തിന് വേണ്ടി കൊടുക്കാം എന്ന് പറഞ്ഞു. ഞാൻ അപ്പൊ എന്റെ മനസ്സിൽ ആരോ പറഞ്ഞു, എനിക്ക് എന്ത് കൊടുക്കാനാണ്, എന്റെ കയ്യിൽ ഒന്നുമില്ല, ഒരു പൈസ പോലും ഇല്ല, എന്റെ ബസ് ചാർജിന് മാത്രമുള്ള പൈസ മാത്രമേ ഉള്ളൂ, എന്ത് കൊടുക്കും ഞാൻ ദൈവത്തിന്? ഞാൻ പെട്ടെന്ന് തന്നെ എന്റെ കാതിൽ കിടന്ന കമ്മലൂരി ഞാൻ ആ കാണിക്ക പാത്രത്തിൽ ഇടുവാനിടയായി തീർന്നു. ഞാൻ എന്നിട്ട് ഞാൻ പേടിച്ചാണ് തിരിച്ച് വീട്ടിൽ പോയത്. എന്നെ വീട്ടിൽ ചെല്ലുമ്പോൾ എന്ത് പറയും? എന്റെ അമ്മ കഷ്ടപ്പെട്ട് വാങ്ങിച്ചു തന്നതാണ്, എന്റെ കഴുത്തിലും കാത്തിലും ഒന്നുമില്ല. അപ്പൊ അവര് ഒരു പൊട്ട് കമ്മല് വാങ്ങിച്ചിട്ട് എന്നാണ്, ഇനി വീട്ടിൽ ചെന്ന എന്താണ് കാര്യം? പക്ഷെ വീട്ടിൽ ചെന്നപ്പോ ഒരു പ്രശ്നം ഉണ്ടായില്ല. ഞാൻ ഇങ്ങനെ പറഞ്ഞു, എനിക്കൊന്നും കാണിക്കേണ്ടല്ലാത്തോണ്ട് ഞാൻ എന്റെ ആ സ്വർണ്ണ കമ്മലൂരി ഞാൻ കാണിക്ക വഞ്ചിയിൽ ഇട്ടു എന്ന് ഞാൻ അമ്മയടുത്ത് പറഞ്ഞു. അമ്മ എന്നെ ഒന്നും പറഞ്ഞില്ല. എന്നിട്ട് അവർക്ക് പിന്നെ ആഭരണം ഒന്നും ഊരുന്നത് അവർക്ക് ഇഷ്ടമല്ല. പക്ഷെ എനിക്കാണെങ്കിൽ കർത്താവിന്റെ സ്നേഹം എന്റെ ഹൃദയത്തിൽ വന്നപ്പോ എനിക്ക് ലോകത്തിലുള്ളത് ഒന്നും വേണ്ട, എനിക്ക് ആഭരണം വേണ്ട, എന്റെ കഴുത്തിൽ വേണ്ട, എന്റെ കാതിൽ വേണ്ട, ഒന്നും വേണ്ട. പക്ഷെ അവർക്ക് ഇഷ്ടമല്ല. അവർക്ക് എന്തെങ്കിലും ഒരു മാലയോ ഒരു കമ്മലോ ഒക്കെ ഇട്ട് നടക്കണം എന്നൊക്കെയായിരുന്നു എന്റെ അമ്മയുടെ ആഗ്രഹം. പിന്നെ അമ്മയ്ക്ക് വേണ്ടി ഞാൻ ഒരു ചെറിയൊരു പൊട്ട് കമ്മല മാത്രം കടക്കമ്മലാന്തോ വാങ്ങിച്ച് ഇട്ടുകൊണ്ട് നടക്കുമായിരുന്നു. അങ്ങനെയാണ് എന്റെ രക്ഷയുടെ അനുഭവം. ദൈവം എന്നെ അഭിഷേകത്താ നിറഞ്ഞ ലോകത്തിന്റെ വഴികളിലൊക്കെ ലോക സ്നേഹമൊക്കെ തേടിപ്പോയി വീട്ടിൽ സമാധാനമില്ലാത്തത് കൊണ്ട്, സന്തോഷമില്ലാത്തത് കൊണ്ട്, സ്നേഹം എവിടെ കിട്ടും എന്ന് ചിന്തിച്ചൊക്കെ പോയ നാളുകളുണ്ട് എന്റെ ജീവിതത്തിൽ. എവിടെ നിന്നാണ് ഒരു സ്നേഹം കിട്ടുന്നത്, അല്ലെങ്കിൽ ആരോടത്തുനിന്നാണ് ഒരു നല്ല വാക്ക് ലഭിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ജീവിതത്തിന്റെ അവസ്ഥകളൊക്കെ ലോകത്തിലൊക്കെ ആയിത്തീർന്ന ഒരുപാട് അനുഭവങ്ങൾ എന്റെ ജീവിതത്തിലുണ്ട്. എന്നാൽ അവിടെയൊക്കെ ദൈവം എന്നെ തകർത്ത് കളയാതെ, ഈ ലോകത്തിന്റെ പാപത്തിലൊന്നും വീണു പോകാതെ ദൈവം എന്നെ അവിടെ നിന്നൊക്കെ രക്ഷിച്ച് ആ ദൈവസ്നേഹം അറിഞ്ഞപ്പോ എന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന പാപ സ്വഭാവങ്ങളൊക്കെ ദൈവം മാറ്റുവാൻ ഇടയായി തീർന്നു. എല്ലാവരും ഞാൻ അഭിഷേകം പ്രാപിച്ചു. ഞാൻ ആദ്യം ദൈവത്തെ വിശ്വസിച്ച ദൈവത്തെ സ്നാനപ്പെടുന്നുമ്പേ ഞാൻ അഭിഷേകം പ്രാപിച്ചു. അപ്പൊ അഭിഷേകം പ്രാപിക്കുമ്പോൾ എന്റെ ജീവിതത്തിൽ കുറെ ലോകപരമായിട്ടുള്ള ചിന്തകളും പാപങ്ങളൊക്കെ എന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അപ്പൊ എല്ലാവരും അന്യഭാഷ പറഞ്ഞ് ആരാധിക്കുന്നു. അപ്പൊ ഞാൻ, കർത്താവ് എനിക്ക് മാത്രം എന്താണ് അന്യഭാഷ കിട്ടാത്തതെന്നൊക്കെ ഞാൻ ഇങ്ങനെ ദൈവസന്നിധി എന്റെ കുറവുകളൊക്കെ ഞാൻ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാൻ. അപ്പൊ എന്റെ ജീവിതത്തിൽ ദൈവത്തിന് ഇതമില്ലാത്ത ഒരു വസ്തു എന്റെ കരത്തിലുണ്ടായിരുന്നു. എന്നെ അത് ദൈവം ഇങ്ങനെ മുൻപ് കാണിച്ചു തന്നു. ആ ഫോട്ടോ ഇങ്ങനെ കാണിച്ചു തന്നിട്ട് അത് നീ എടുത്ത് ദൂരെ കളഞ്ഞ ഞാൻ നിന്നെ ഇന്ന് ദൈവത്തിന്റെ ആത്മാവിനാൽ, അല്ലെങ്കിൽ എന്റെ ആ അന്യഭാഷ അടയാളത്തെ ഞാൻ നിന്നെ നിറയ്ക്കുമെന്ന് പറഞ്ഞു. നേരത്തെ ഞാൻ വീട്ടിൽ ചെന്ന് ആദ്യം ചെയ്യുന്ന കാര്യം അതായിരിക്കും എന്ന് പറഞ്ഞ് ഞാൻ ദേശത്തെ പ്രാർത്ഥിച്ച് എന്റെ ദൈവം അന്ന് പകൽക്കാലം എന്നെ അന്യഭാഷയാ ദൈവം നിറയ്ക്കുവാനിടയായി തീർന്നു. അപ്പോഴൊക്കെ ഞാൻ ചിന്തിക്കുകയാണ്, ദൈവസന്നിധിയിൽ ഒരു കൊച്ചു പാപമായിരുന്നാലും അത് ദൈവസന്നിധിയിൽ അത് വലുതാണ്. നമ്മുടെ ജീവിതത്തിലുള്ള കൊച്ചു പാപം അത് വലുതാണ്. അത് ജീവിതത്തിൽ നീക്കിക്കളഞ്ഞാൽ ദൈവം നമുക്ക് തരേണ്ട അനുഗ്രഹങ്ങളൊക്കെ ദൈവം തരുവാനിടയായി തീരും. അതൊക്കെ എന്റെ ജീവിതത്തിൽ ഏറ്റവും അത്ഭുതമാണ്. അതൊക്കെ ഞാൻ ചിന്തിക്കും. ആ ദൈവം എന്നെ ഓർത്തതും, ആ ദൈവം എന്നെ കരുതി ഓരോ നിമിഷവും നടത്തിയതും, കർത്താവിന്റെ ആ ബലമുള്ള കരത്തിൽ ശത്രുവിനെ കരത്തിൽ ഏൽപ്പിക്കാതെ ഞാൻ മരിച്ചു പോകേണ്ടവളായിരുന്നു. അല്ലെങ്കിൽ ആ സ്ഥാനത്തൊക്കെ സമാധാനമില്ലാത്ത അവസ്ഥകളിലൊക്കെ ജീവിതത്തിൽ നരകതുല്യമായിരുന്നു എന്റെ ജീവിതം. അവിടെയൊക്കെ ഞാൻ എന്റെ അനുജത്തിയുടെ വിവാഹം കഴിച്ചിട്ട് 5 വർഷം ഞാൻ ആ വീട്ടിൽ നരകതുല്യമായ അനുഭവങ്ങളിലൂടെയൊക്കെ കടന്നുപോയി. ആ സ്ഥാനത്തൊക്കെയും എന്നാൽ എന്റെ പിതാവിന്റെ മാതാവിന്റെ വാക്കുമർത്തൊന്നും ഞാൻ ഒന്നും അനുസരിക്കാതെ എന്ത് പറഞ്ഞാലും ഞാൻ കേൾക്കും. അങ്ങനെയൊക്കെ ഉള്ളൊരവസ്ഥയായിരുന്നു. എന്നാൽ ആ നരകതുല്യമായ അവസ്ഥയിൽ എന്റെ കർത്താവ് എന്നോട് കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് ഇന്നും ജീവനോടെ ഇരുന്ന് എന്റെ ദൈവത്തിന്റെ നാമത്തെ കീർത്തിക്കുക ദൈവം എനിക്ക് അവസരം തരുന്നു. അങ്ങനെ എന്റെ വിവാഹമാണെങ്കിൽ 2022 ജൂലൈ മാസമായിരുന്നു. എന്റെ 23 വയസ്സ് തികഞ്ഞ് 24ാമത്തെ വയസ്സിലായിരുന്നു വിവാഹം. 2022 തികഞ്ഞ് 2002 തികഞ്ഞ് 2003 എന്റെ കല്യാണം.
2022 ജൂലൈ മാസം 25-ാം തീയതി ആയിരുന്നു എന്റെ കല്യാണം. അപ്പൊ എന്റെ വയസ്സ് 22 വയസ്സ് തികഞ്ഞ് 23ാമത്തെ വയസ്സിലായിരുന്നു എന്റെ വിവാഹം. 2022 അല്ല, 2002 എന്റെ വിവാഹം, ജൂലൈ മാസം. പിന്നെ അപ്പോഴെനിക്ക് 23 വയസ്സ് തുടക്കത്തിലായിരുന്നു എന്റെ വിവാഹം. വിവാഹം എന്നൊന്നും പറയാനൊന്നും പറ്റത്തില്ല. കർത്തൃദാസൻ എന്റെ വീട്ടിന്റെ അവസ്ഥകൾ കണ്ട്, എന്റെ വീട്ടിലെ കഷ്ടതകളൊക്കെ കണ്ട് സ്നേഹിച്ചതോ അങ്ങനെ ഒന്നും അല്ല ആന്റി. ദൈവം എനിക്ക് അങ്ങനെ ഒരു വ്യക്തി ദൈവം തന്നതായിരിക്കാം. എന്റെ വീട്ടിലെ സമാധാനക്കേടും അവസ്ഥകളൊക്കെ അറിഞ്ഞ് ഒരു പൈസ പോലും വായിക്കാതെ എന്റെ ദൈവം എനിക്ക് കൊണ്ട് ഞാൻ ചിന്തിക്കുന്നു, എന്റെ വിവാഹമൊക്കെ താമസിച്ചതൊക്കെ അതിനു വേണ്ടിയായിരുന്നിരിക്കാം. ദൈവത്തെ അറിഞ്ഞ ഒരു മകനെ ദൈവം എനിക്ക് തരുവാനിടയായി തീർന്നു. വിവാഹമൊക്കെ പലർക്കും എതിർപ്പായിരുന്നെങ്കിലും അതിന്റെ മധ്യമൊക്കെ ദൈവം ജയമായി ഞങ്ങളെ നടത്തി. ദൈവത്തിന്റെ വേലയിലൊക്കെ വിശ്വസ്തയോടെ നിൽക്കുവാൻ ദൈവം ഇതുവരെ സഹായിച്ചു. ആ ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു. ഞങ്ങളുടെ ആദ്യ നാളുകളിലെ ശുശ്രൂഷകളൊക്കെ എന്റെ മകന്, എനിക്കൊരു കൊച്ചു വീടുണ്ട്, അവിടെ ഒരു കൊച്ചു വരാന്തയുണ്ട്, അവിടെയൊക്കെ ഞങ്ങൾ കെട്ടിയടച്ചിട്ട് എനിക്ക് 2 വർഷം കുഞ്ഞുങ്ങളില്ലായിരുന്നു. അത്യാവശ്യ കാലങ്ങളിലൊക്കെ ആ സമയത്തൊക്കെ ഞങ്ങൾ ആ വരാന്ത ഇങ്ങനെ കെട്ടിയടച്ചിട്ട് വെള്ളിയാഴ്ച മാത്രം ഒരു പ്രാർത്ഥന ഇങ്ങനെ നടക്കും. ഒരുപാട് CSI കത്തോലിക്കക്കാരും ഒക്കെ ആരാധന ഇങ്ങനെ കടന്നു വരുന്നവർക്കെല്ലാം ആരൊക്കെ വന്നാൽ അവർക്കൊക്കെ പിശാചാണ്. പൂർവ്വശാന്തി ശുശ്രൂഷയാണ് കർത്തദാസിന് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ആര് വന്ന് ഒരു വാക്ക് പ്രാർത്ഥിച്ചാലും അവർക്ക് പിശാചളവും അപ്പോഴും വിടുതലാവും. ഞങ്ങൾക്ക് അപ്പൊ ലൈറ്റുമില്ല, ഒന്നുമില്ല. ഒരു മണ്ണെണ്ണ വിളക്കിന്റെ 3-4 മണ്ണെണ്ണ വിളക്കുകൾ കത്തിച്ചു വെച്ചിട്ട്, അപ്പൊ പിശാചൊക്കെ ആകുമ്പോ എങ്ങോട്ടാണ് പോണേന്നല്ലോ, മണ്ണെണ്ണ വിളക്ക് മറിഞ്ഞു വീഴുന്ന, അവരുടെ ദേഹത്ത് വീഴുന്ന അതൊരു ഇതാവും. അങ്ങനെയൊക്കെയാണ്. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചു, ദൈവമേ ഒരു ലൈറ്റ് എന്തെങ്കിലും. അങ്ങനെ ഒരു ചേച്ചിക്ക് പിശാചായി മാറിയപ്പോ അവരൊരു പെട്രോമാക്സ് വാങ്ങിച്ചു. അപ്പൊ ആ പെട്രോമാക്സ് വെച്ചിട്ടാണ് പിന്നെയുള്ള ആരാധനകളൊക്കെ. അപ്പൊ ഈ വെള്ളിയാഴ്ച മാത്രമേ പ്രാർത്ഥനയുള്ളൂ, പിന്നെ മാസത്തിൽ 3 ദിവസത്തെ ഉപവാസം. ഇങ്ങനെയായിരുന്നു. എന്നിട്ട് ഞങ്ങള് മാതൃക ചർച്ചയിൽ പോയി ആരാധിക്കും. അങ്ങനെയായിരുന്നു. അങ്ങനെ ഇഷ്ടം പോലെ ആൾക്കാർ, ഇങ്ങനെ ഇരിക്കുവാൻ പോലും സ്ഥലമില്ലാതെ നിറഞ്ഞ ആൾക്കാർ കടന്നു വന്നപ്പോ ഞങ്ങളുടെ അടുത്ത് ഒരു പാസ്റ്റർ പറഞ്ഞു, ഇവിടെ ഇരിക്കാൻ സ്ഥലമില്ല, നിങ്ങൾക്ക് ഒരു കൊച്ചു ഷെട്ട് പോലെ. അപ്പൊ എനിക്ക് തന്ന ആ 5 സെന്റ് സ്ഥലമാണ് എനിക്ക് തന്നത്. അവിടെ ഞങ്ങളൊരു ഓലഷെട്ട് വച്ച്, ഓലഷെട്ട് തൂണൊക്കെ നിർത്തി ഓലഷെട്ട് വെച്ച്, പിന്നെ അതിലായിരുന്നു ആരാധന. സന്തോഷത്തിന്റെയും അല്ലെങ്കിൽ ആ ദൈവം ചെയ്യുന്ന അത്ഭുതങ്ങളൊക്കെ കണ്ട് രോഗികൾ സൗഖ്യമാകുന്നതും ഭൂതങ്ങൾ വിട്ടുപോകുന്നതൊക്കെ കണ്ട് സന്തോഷിക്കുക. മനുഷ്യരൊക്കെ ഞങ്ങളെ തള്ളിയ സ്ഥാനത്ത് മനുഷ്യരൊക്കെ നിന്ദിച്ചെടുത്ത് ദൈവം ആ ദേശത്ത് മാനിക്കുവാൻ ഇടയായി തീർന്നു. അവിടെ എന്റെ അമ്മയുടെ ആൾക്കാരൊക്കെയാണ് കൂടുതലുള്ളത്. അവരാരും വരില്ല, അവരെല്ലാം CSI ആണ്. പക്ഷെ പുറത്തു നിന്ന് ആൾക്കാർ, CSIയിലുള്ളവർ, കത്തോലിക്ക ഹിന്ദുക്കളായവരൊക്കെ കടന്നു വന്ന് ആ ദൈവത്തിന്റെ മഹത്വം അനുഭവിക്കുന്നതൊക്കെ കാണുവാൻ ദൈവം സഹായിച്ചു. ആദ്യ നാളുകൾ ഞങ്ങൾ ഷെട്ടിലായിരുന്നു ഞങ്ങളുടെ ആരാധന. മഴ കുറെ കാലം കഴിയുമ്പോൾ ഓലയൊക്കെ അങ്ങ് പൊളിഞ്ഞു പോകുമല്ലോ. പക്ഷെ മഴ സമയത്തൊക്കെ വെള്ളം ഒഴിക്കും. ഞങ്ങൾ ആ നനഞ്ഞെടുത്തൊന്ന് മാറി നനയാത്തെടുത്തിരിക്കും. അങ്ങനെയായിരുന്നു. അവിടെ നിന്ന് വെള്ളം ഇങ്ങനെ ഒലിച്ചു വരുമ്പോൾ നമ്മൾ ആ വെള്ളം ഇല്ലാത്ത സ്ഥലത്തിരുന്ന് ആരാധിക്കും. അങ്ങനെ ഇരുന്നപ്പോ ഒരു ദൈവ പൈതന്നെ ദൈവം കൊണ്ടുവന്ന്, അവർക്ക് സെക്രട്ടേറിയറ്റിലാണ് ജോലി. ഇതിന്റെ ചോർന്ന അവസ്ഥകളൊക്കെ കണ്ടിട്ട് അതിനെ ഒന്ന് ഷീറ്റൊക്കെ ഇട്ട് പകുതി ചെവിലൊക്കെ കെട്ടിത്തന്ന് അങ്ങനെ ഒരു കൊച്ചു ചർച്ചാക്കി ദൈവം തരുവാനിടയായി തീർന്നു. അപ്പൊ ഞങ്ങൾ ഇന്ന് ആ പാസ് നിത്യത വിശ്രമിക്കുന്നു. ആ പാസ് ചർച്ചിൽ ഞങ്ങൾ അനേക വർഷം ആരാധിച്ചിട്ടുണ്ട്. ആ പാസ്റ്റാണ് അവസാനം വരെയും ഞങ്ങളെ കൂടെ എല്ലാ കാര്യത്തിനും. ഞങ്ങൾ പട്ടിണി കിടക്കുന്ന സമയങ്ങളുണ്ട്. അന്നൊന്നും കർത്തദാസൻ ആരോടും പിന്നെ ഒരു പൈസ വാങ്ങിക്കില്ല. എന്നെ വിവാഹം കഴിക്കുന്നതിന്റെ 5 രൂപയൊക്കെയാണ് ആൾക്കാർ കൊടുക്കുന്നത്. 5 രൂപ പ്രാർത്ഥിച്ചിരുന്നു, അതും വാങ്ങിക്കത്തില്ല, അതും തിരിച്ചു കൊടുത്തിട്ട് പോകും. അന്ന് വരുന്നവർ തന്നാ എന്തെങ്കിലും വാങ്ങിക്കാം. പട്ടിണിയുടെ നാളുകളൊക്കെ ആ സമയത്തുണ്ടായിരുന്നു. കുഞ്ഞുങ്ങളില്ല. ആ സമയത്തൊക്കെ ആ പാസ്റ്ററും കുടുംബമാണ്. ആ പാസ്റ്റർ വിജയൻ പാസ്റ്റർ നിത്യതയിൽ വിശ്രമിക്കുന്നു. ഞങ്ങൾ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ആത്മീയമായും അല്ലെങ്കിൽ ഭൗതികമായും ആഹാരമായിട്ടും അനേക ഉപദേശത്താലും. നിങ്ങൾ കൊച്ചു പിള്ളേരാണ്, അതുകൊണ്ട് എന്ത് പോരായ്മ വന്നാലും അതൊക്കെ പറഞ്ഞ് തിരുത്തി ഞങ്ങളുടെ ആത്മീയത്തിലൊക്കെ നിലനിർത്തിയിട്ടുണ്ട് ആ പാസ്റ്റർ. അങ്ങനെയൊക്കെ ആ നാളുകളൊക്കെ കടന്നുപോയി. അങ്ങനെ ഒരു കൊച്ചു ഷീറ്റിട്ട ഒരു ചർച്ച് ദൈവം തന്നു. അപ്പൊ ആ പാസ്റ്റർ നിങ്ങൾ തന്നെ പറഞ്ഞു, പാസ്റ്റർ ഇനി ഇങ്ങനെ ഇരിക്കണ്ട, നിങ്ങളൊരു കാര്യം ചെയ്യും, ഞായറാഴ്ച ചർച്ച ആരാധന തുടങ്ങി, ഞാൻ എന്ത് സപ്പോർട്ട് വേണമെങ്കിലും തരാം എന്നിങ്ങനെ പറഞ്ഞു. പക്ഷെ ചർച്ച ആരാധന തുടങ്ങിയപ്പോ
വന്നവരെല്ലാം പോയി. അപ്പോൾ മനസ്സിലായി വിടുതലിന് വേണ്ടി മാത്രമാണ് യേശുവിനെ അല്ല അവര് കാണാനായിട്ട് വന്നത്, വിടുതലിന് വേണ്ടി മാത്രമാണ് വന്നത്. പിന്നെ കുറച്ച് ആത്മാർത്ഥത ഉള്ളവർ ഞങ്ങളുടെ കൂടെ ഒപ്പം അവരെ നിന്നു, ഞങ്ങളെ കൂടെ നിന്നു. അങ്ങനെ ദൈവത്തെ ആരാധിച്ചും പ്രാർത്ഥിച്ചും 21, 14, 7 ഇങ്ങനെയൊക്കെ. അപ്പൊ ഇതിനിടയ്ക്ക് എനിക്ക് 2 വർഷം കുഞ്ഞുങ്ങളില്ല. ഓരോ മാസം ഇങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിക്കും, ദൈവമേ ഒരു കുഞ്ഞ്. 1 വർഷം കല്യാണം കഴിയുമ്പോൾ ആൾക്കാർ ചോദിക്കും വിശേഷമില്ലേ വിശേഷമില്ലേ എന്ന്. അവരോടൊക്കെ എന്ത് പറയണമെന്ന് അറിയില്ല. അപ്പൊ 1 വർഷം കഴിഞ്ഞു, 2 വർഷം കഴിഞ്ഞു. എന്നിട്ട് കുഞ്ഞുങ്ങൾ ഞാൻ എന്നും മിക്കവാറും ഒക്കെ പോയി പരിശോധിക്കുമ്പോ ഞാൻ കരഞ്ഞുകൊണ്ട് വരും, എന്നെ കർത്തദാസ് ബലപ്പെടുത്തും, ദൈവം തരും. എന്നിട്ട് എപ്പോഴും എന്നോട് പറയും ദൈവം നമുക്ക് കുഞ്ഞുങ്ങളെ തരും എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു ഞങ്ങൾ. അങ്ങനെ 2023 കഴിഞ്ഞ് ആ വർഷം തന്നെ അവസാനം ആയപ്പോ ഞാൻ ഗർഭിണിയാകാൻ ഇടയായി. അതിന്റെ തലേ ദിവസവും പലവിധമായ നിന്ദകളും പരിഹാസങ്ങളൊക്കെ ഒരുപാട് കേട്ടു. അപ്പോഴ് ഇങ്ങനെ കർത്തദാസൻ ചർച്ചിന് ഞങ്ങൾ അപ്പോഴേ എന്റെ പിതാവ് മദ്യപിക്കുന്നത് കൊണ്ട് വീട്ടിലൊന്നും നമുക്ക് സ്വസ്ഥമായി അവരോട് കൂടെ താമസിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഞങ്ങൾ ആ ചർച്ച ആ ഷെട്ടായിരുന്നപ്പോ അതിന്റെ സൈഡിൽ തന്നെ ഒരു കൊച്ചു റൂം ഇറക്കിയിട്ട് അവിടെയാണ് ഞാനും കർത്തദാസനും കിടന്നിരുന്നത്. അട്ട കയറി വരും, പാമ്പ് കയറി വരും, എല്ലാവർക്കും കടന്നു വരുന്ന ഒരു അനുഭവമായിരുന്നു. പിന്നെ ആരെങ്കിലും ഗസ്റ്റ് പാസ്റ്റർ വന്നാൽ ആ റൂം എന്ന് പറഞ്ഞാൽ ഓല വെച്ചിട്ട് മറച്ച അത് അവർക്ക് കൊടുക്കും, ഞാനും പാസ്റ്ററും കൂടെ ചർച്ചിനകത്ത് കിടക്കും. അങ്ങനെയായിരുന്നു. എന്നാൽ പ്രാർത്ഥിച്ചോണ്ടിരിക്കുമ്പോൾ ഞാൻ നാളെ നിന്റെ നിന്ന മാറ്റി എന്നിങ്ങനെ ദൈവാത്മാവ് പറയാനിടയായി കർത്തദാസൻ. അപ്പൊ എനിക്ക് ഒട്ടും വയ്യ, രാവിലെ ആയപ്പോ ഒട്ടും വയ്യ. അങ്ങനെ ആശുപത്രിയിൽ പോയി പരിശോധിച്ചപ്പോ ദൈവം എന്റെ ഉദരത്തിൽ ഒരു കുഞ്ഞിനെ ഉരുവാക്കിയെന്ന് കേൾക്കാൻ സന്തോഷത്തോടെ വിട്ട് അപ്പോഴേ വിറ്റ്. അങ്ങനെ ഈ നാളെ നിന്റെ നിന്ന മാറ്റി എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. അല്പം കഴിഞ്ഞപ്പോ ഞങ്ങൾ ചർച്ചിൽ വന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നവരുടെ വായിൽ നിന്ന് തന്നെ ചില നിന്ന വാക്കുകളൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോഴെന്നെ കർത്തദാസൻ പറഞ്ഞു, ദൈവമേ നീ നേരത്തെ പറഞ്ഞത് നിന്റെ നിന്ന മാറുമെന്ന്, ഇതാ കടന്നതൊക്കെ നിന്ന എന്ന് പറഞ്ഞു. പക്ഷെ പിറ്റേന്ന് രാവിലെ സന്തോഷിപ്പിക്കുന്ന വാക്കുകളൊക്കെ കേൾക്കുക ദൈവം സഹായിച്ചു. അങ്ങനെ എന്റെ ഗർഭിണിയായിരിക്കുന്ന നാളുകളിലൊക്കെ ഞാൻ ദൈവത്തെ ആരാധിക്കും. എനിക്ക് ദൈവത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണം, ദൈവത്തെ പ്രസാദപ്പെടുത്തണം. ഒന്നും ഞാൻ ഒരിക്കൽ വയ്യായികയൊന്നും നോക്കാതെ എല്ലാ കാര്യം കടന്നു വരുന്നവർക്കൊക്കെ ആഹാരമൊക്കെ വെച്ചു കൊടുത്ത്, പിന്നെ ഉപവസിക്കാൻ പറ്റില്ലല്ലോ, ഉപവസിക്കൂല. ആ സമയത്തൊക്കെ എല്ലാവരെയും കരുതുകയും കടന്നു വരുന്നവർക്ക് വേണ്ടിയൊക്കെ എല്ലാം ചെയ്ത് എനിക്ക് സന്തോഷമാണ്. എല്ലാം ചെയ്തിട്ട് ഞാൻ വന്ന് ബാൻഡടിക്കും, പാടും, ദൈവത്തെ ആരാധിക്കും. അങ്ങനെയൊക്കെ ആയിരുന്നു. എന്നാൽ 2-2.5 മാസം ആയപ്പോ എനിക്ക് ബ്ലീഡിങ് ഉണ്ടായി. എന്നെ ആശുപത്രി കൊണ്ടുപോയി. അപ്പോ അവര് സ്കാനിങ് ചെയ്തപ്പോ പറഞ്ഞു, ഈ കുഞ്ഞി കിട്ടിയാൽ അവൻ അംഗവൈകല്യമൊക്കെ വരും, അതുകൊണ്ട് നിങ്ങൾ ഇതിനെ അങ്ങ് കളയുന്നതാണ് നല്ലത്. ഞാൻ അവിടെ ഇരുന്ന് കരഞ്ഞു, ദൈവമേ ഞങ്ങൾ പ്രാർത്ഥിച്ച് കുഞ്ഞുങ്ങളിലായിരുന്ന സ്ഥാനത്ത് പ്രാർത്ഥിച്ച് ദൈവം തന്നതാണ്, ദൈവമേ ഇതിനൊരു കേടും വരലേ ഞാൻ പ്രാർത്ഥിക്കാൻ ഇടയായിരുന്നു. അപ്പൊ ആ ഒരു സ്കാനിങ് കഴിഞ്ഞിട്ട് ആ ഡോക്ടർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇനി സമാധാനപ്പെട്, ഇനിയും ദൈവം കുഞ്ഞുങ്ങളെ തരും, അത് ഇത് അംഗവൈകല്യമായിട്ട് ജനിച്ചാൽ നിങ്ങൾക്കല്ലേ അത് ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞു. എന്നെ ആശ്വസിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, എന്തായാലും ഞാൻ 2 ദിവസം നോക്കട്ടെ, നോക്കിയിട്ട് ഒന്നുകൂടെ സ്കാനിങ് ചെയ്യാന്ന് പറഞ്ഞ് അടുത്ത സ്കാനിങ്ങിൽ കുഞ്ഞിന് ഒരു കുഴപ്പമില്ല എന്ന് പറയാനിടയായിട്ടിരുന്നു. അങ്ങനെ അവിടെ ആശുപത്രി ഞാൻ 10 ദിവസം കിടന്നു. ആശുപത്രിക്ക് അകത്ത് വെച്ച് എനിക്കൊരു അനുഭവം ഉണ്ടായി. ആശുപത്രിയിൽ ഇങ്ങനെ ഞാൻ 2.5 മാസമേ അപ്പോഴായുള്ളൂ. ആശുപത്രി ഇങ്ങനെ കിടന്ന് ഒന്ന് മയങ്ങുമ്പോ ഒരു 2 ആളിനേക്കാളും പൊക്കത്തിലുള്ള ഒരു സ്ത്രീ തലമുടിയൊക്കെ നിലത്ത് കിടന്നിഴയുന്നു. ഞാൻ കട്ടിലിങ്ങനെ കിടക്കുന്നു, എന്നെ ആരോ പൊക്കി ആകാശത്തോട്ട് കൊണ്ടുപോയിട്ട് എന്നെ പെട്ടെന്ന് ഇടുന്ന ഒരു അനുഭവം ഉണ്ടായി. ഞാൻ പേടിച്ചെണീറ്റ്. അല്പം കഴിഞ്ഞപ്പോ എനിക്ക് വീണ്ടും ബ്ലീഡിങ് ഉണ്ടായി. അപ്പോ ഞാൻ എന്നിട്ട് അങ്ങനെ നോക്കിയിട്ട് ഞാൻ ഈ നിന്റെ ഉദരത്തിൽ കിടക്കുന്ന കുഞ്ഞിനെ ഞാൻ നിനക്ക് തരൂല്ല എന്ന് പറഞ്ഞിട്ട് ഈ വ്യക്തി മാഞ്ഞു പോകുന്നത് പോലെ പോയി. പക്ഷെ അത് അല്പം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ബ്ലീഡിങ് ഉണ്ടായത്. ഉടനെ ഡോക്ടർ വന്ന് പരിശോധിച്ചിട്ട് ഒന്നുകൂടെ സ്കാനിങ് ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ നോക്കിയപ്പോ ഒരു കുഴപ്പമില്ല. പ്രാർത്ഥന ഉടനെ തന്നെ നമ്മളെ കർത്തദാസിനെ വിളിച്ചു പറഞ്ഞ് പ്രാർത്ഥിച്ചു. പിന്നെ ദൈവം ഒരു കുഴപ്പമില്ലെന്ന് പറയാനിടയായിട്ടുണ്ട്. എന്നാൽ അവന് ഗർഭിണിയായ സമയം മുതൽ എനിക്ക് പലവിധമായ വിഷമതകളും ശാരീരികമായ വേദനകളും സങ്കടങ്ങളൊക്കെ ഉണ്ടായെങ്കിലും ആ സമയത്ത് 9 മാസം ഏകദേശം ആകാറായ സമയത്ത് എനിക്ക് പ്രസവവേദന വെള്ളിയാഴ്ച രാത്രി 9 മണിക്ക് പ്രസവവേദന തുടങ്ങി. എന്നാൽ പിറ്റന്ന് ഉച്ചയ്ക്ക് പഞ്ചായത്തിൽ എന്തൊരു അത്യാവശ്യം ആയതുകൊണ്ട് അന്ന് അമ്മയ്ക്ക് പോകണം, അമ്മയ്ക്ക് വേറെ ആരുമില്ല എന്നെ കൂടെ വരാൻ, അമ്മയ്ക്ക് പോകണം. അതുകൊണ്ട് അമ്മ പറഞ്ഞ് പിറ്റന്ന് നമുക്ക് പോവാം. അപ്പൊ എനിക്ക് തലേ ദിവസം വെള്ളിയാഴ്ച പ്രസവവേദന തുടങ്ങിയ ഞാൻ കടിച്ചു പിടിച്ച് രാവിലെ വരെ നേരം വെളുപ്പിച്ചു. എന്നിട്ട് എന്നെ കൊണ്ടുപോയത് ഉച്ചയ്ക്കാണ്. ഉച്ചയ്ക്ക് അവിടെ കൊണ്ടു ചെല്ലുമ്പോ കുഞ്ഞ് തിരിഞ്ഞു കിടക്കുന്നു, ഇവിടെ പറ്റൂല എന്ന് പറഞ്ഞ് മെഡിക്കൽ കോളേജ് വിടാനിടയായി തീർന്നത്. അവര് സിസേറിയനാണ് എഴുതി വിട്ടത്. അവിടെ ചെന്ന് ഇവിടെ അവര് നോക്കി. അപ്പോഴ് അനേക ദൈവദാസന്മാരിലൂടെ ആലോചന പറഞ്ഞിരുന്നു, ഒരു
പക്ഷി അടയിരിക്കുന്നു, അത് വിരിഞ്ഞ് പുറത്തു വരാതിരിക്കാൻ പിശാച് പലവിധമായ പ്രവൃത്തികൾ വൈഫിന്റെ മേൽ ഉണ്ട്, അതുകൊണ്ട് പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞ്, അതുകൊണ്ട് ഞങ്ങൾ ശക്തമായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ അവിടെ കൊണ്ടുപോയി അവർ സിസേറിയനാണ് പറഞ്ഞു വിട്ടത്. അവിടെ ചെന്ന് ഒരു 6 ട്രിപ്പൊക്കെ തന്നപ്പോ ഞാൻ തലേ ദിവസം എനിക്ക് വയ്യ, ഞാൻ പ്രസവിച്ചത് പിറ്റേന്ന് ശനിയാഴ്ച രാത്രി 11:45 എന്നാ ദൈവം നല്ലൊരു ആൺകുഞ്ഞിനെ ദൈവം തരുവാനിടയായി തീർന്നു. ഒരു ഊനവും ഇല്ലാതെ ദൈവം ആ പറഞ്ഞ സ്ഥാനത്തൊക്കെ, അത് പുറത്ത് വരികയില്ലെന്ന് പറഞ്ഞ സ്ഥാനത്തൊക്കെ ദൈവം എന്റെ കൂടെ ഓരോ നിമിഷം മറ്റുള്ളവരുടെ രക്ഷിപ്പിക്കാതെ ആ ദൈവത്തിന്റെ നാമത്തെ ഉയർത്തുക. ദൈവം അവനെ ആയുസ്സോടെ ആരോഗ്യത്തോടെ തരുവാനിടയായി തീർന്നു. അങ്ങനെയുള്ള കാലഘട്ടങ്ങളിലൂടെയൊക്കെ എന്റെ ആ ജീവിതത്തിൽ കടന്നു പോകാനിടയായി തീർന്നു. പിന്നെ ഞങ്ങളുടെ ചർച്ചിലൊക്കെ 21 7 ഒക്കെ വയ്ക്കുമ്പോ ഞാൻ ഉപവസിക്കും. വെള്ളമില്ല, കിണറിൽ വെള്ളമില്ല, ചെമിട്ടുവെള്ളമൊക്കെ കോരിയിട്ടാണ് ഈ ഉപവാസം ഇരുന്നുകൊണ്ട് തന്നെ എനിക്ക് ഉത്സാഹമാണ്. ദൈവത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണം, കർത്താവിന് വേണ്ടി, കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അതുകൊണ്ട് ഞാൻ ആരോടും ഒരു പരാതിയും പറയില്ല, എല്ലാം ഞാൻ ചെയ്യും. ദേവദാസ് 21 ദിവസം 21 ദേവദാസന്മാരെ വിളിക്കും, അവർക്ക് ആഹാരം കൊടുക്കണോ, കുഞ്ഞുങ്ങളെ കാര്യം നോക്കണം. ഒരിക്കൽ 21 വെച്ചപ്പോ എന്റെ കുഞ്ഞുങ്ങൾക്ക് 2 പേർക്കും വയ്യ. ഇളയ ഒരു മകനുണ്ട്, അവനും വയ്യ, അവൻ ഛർദിലും വയറിളക്കും. അങ്ങനെ അവരെ കാര്യങ്ങളൊക്കെ നോക്കി എല്ലാം ചെയ്യണം. പക്ഷെ അവിടെയൊക്കെ ദൈവം എനിക്ക് ബലം തന്നു. ചിലരെയൊക്കെ ദൈവം എന്നെ സഹായിപ്പാനായിട്ട് ചിലരെയൊക്കെ ദൈവം ആക്കി തന്നു. അവിടെയൊക്കെ ദൈവത്തിന്റെ വലിയ കരുതൽ ജീവിതത്തിൽ അനുഭവിപ്പാനിടയായി തീർന്നു. അങ്ങനെ 2012 ഞങ്ങൾ ആ സ്ഥലത്ത് നിന്ന് ഞാൻ ചില ആലോചനകൾ പ്രകാരമാണ് അവിടെ നിന്ന് മാറുവാനായിട്ട്. ആലോചന പ്രകാരം ആ ദേശത്ത് വഴി സൗകര്യമില്ല, ഒരു രോഗി വന്ന് എടുത്തോണ്ട് വരാൻ വഴിയില്ല. അങ്ങനെയൊക്കെ അവിടെ നിന്ന് മാറണമെന്നൊക്കെ ഇങ്ങനെ പ്രാർത്ഥിച്ചു. പിന്നെ കൂടെ നിന്നവരൊക്കെ കുറെ പേരൊക്കെ മാറിപ്പോവാനിടയായി. കാര്യത്തിലൊന്നുമില്ല, നിസ്സാര കാര്യങ്ങൾ ഒക്കെയും പറഞ്ഞൊക്കെ മാറിപ്പോവാനിടയായി തീർന്നു. പിന്നെ വലിയൊരു പ്രശ്നമെന്ന് പറഞ്ഞ CSI കിടന്ന ജീവിതങ്ങളെയൊക്കെ കഴുകി കൊണ്ടുവന്ന് ദൈവത്തിന്റെ ആ സ്നേഹത്തെ കുറിച്ച് അവർ CSI വചനമൊക്കെ അറിയാമെങ്കിലും യഥാർത്ഥ ദൈവസ്നേഹമെന്ന് അവർക്ക് അറിഞ്ഞുകൂടാ. അനേക യൗവനക്കാരികളെ പാവത്തിൽ കിടന്ന ജീവിതങ്ങളെയൊക്കെ കർത്തദാസൻ ദൈവത്തിന്റെ ആലോചന പറഞ്ഞ് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത അറിയാന്നുള്ളത് പോലെയൊക്കെ ആ ദൈവത്തെ കുറിച്ച് പറഞ്ഞ് അവരെയൊക്കെ പാവത്തിൽ നിന്നൊക്കെ വലിച്ച് പിടിച്ച് ദൈവസനെ കൊണ്ടുവന്ന് സ്നാനപ്പെടുത്തി. ഞാൻ മൂത്ത വൈതന്നെ തന്നെ ഗർഭിണിയായിരിക്കുമ്പോൾ ഒരു ആക്സിഡന്റ് ഉണ്ടായി. അത് ഒരു പെങ്കൊച്ച്, ലോകത്തിലായിരുന്ന പെങ്കൊച്ചിനെ അവളെ സ്നാനപ്പെടുത്തുവാനായിട്ട് കൊണ്ടുപോകുന്ന വഴിക്കാണ് ആക്സിഡന്റ് വെച്ചിട്ട് എന്റെ കുഞ്ഞോ എനിക്ക് ഒരു പോറല് പോലും ഏൽക്കാതെ ആ സ്ഥാനത്തൊക്കെ ദൈവം എന്നെ വിടിവിക്കുവാൻ ഇടയായിത്തീരും. ദൈവം എത്ര വലിയവനെന്ന് അവളെ സ്നാനം നടന്നു. അവളെ വീട്ടിൽ നിന്നൊക്കെ ഭയങ്കരമായ തിക്ത അനുഭവങ്ങളൊക്കെ ജീവിതത്തിൽ ഉണ്ടായി. എന്ന് വെച്ചാൽ അവള് നല്ലൊരു പാട്ടുകാരിയാണ്. ആ കൊയറിലൊക്കെ ഇരുന്ന് അവളെ പെന്തക്കോസ്ത് ആക്കി എന്നൊക്കെ പറഞ്ഞ് മാതാവിന്റെ പിതാവിന്റെ ഒക്കെ ഭയങ്കരമായ വേദനാജനകമായ പ്രാർത്ഥന. ആ കൊച്ചിന്റെ വീട്ടിൽ പ്രാർത്ഥന വയ്ക്കാൻ പോയാൽ അവിടെ പ്രാർത്ഥന വയ്ക്കാൻ സമ്മതിക്കത്തില്ല. ഞങ്ങൾ ചിലപ്പോൾ അവിടെയൊക്കെ പാറയുള്ള സ്ഥലമാണ്, ചിലപ്പോൾ ഞങ്ങൾ അവിടെ പാറപ്പുറത്ത് വന്നിരുന്ന് പാടി ദൈവത്തെ ആരാധിച്ചിട്ടൊക്കെ രാത്രി തിരിച്ചു പോകുമായിരുന്നു. അങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങളൊക്കെ ആ കൊച്ചിന്റെ ജീവിതത്തിൽ, ആ ഭവനത്തിൽ നിന്നൊക്കെ അനുഭവിച്ചിട്ട് അങ്ങനെയൊക്കെ ആത്മാക്കളെ നേടുവാൻ വേണ്ടി അത്രയും ത്യാഗത്തോടെയൊക്കെ കടന്നുപോയ അനുഭവങ്ങളുണ്ട്. എന്നാൽ അവിടെയെല്ലാം അവരൊക്കെ ഇന്നും ഞങ്ങളോട് കൂടെ ഇല്ല. എങ്കിലും ഒരു സന്തോഷം, ആ ദൈവത്തെ കുറിച്ച് പറഞ്ഞ് അവരിന്ന് ഏതെങ്കിലുമൊക്കെ ചർച്ചിൽ ദൈവത്തെ ആരാധിക്കും. അതാണ് ഏറ്റവും വലിയ സന്തോഷം. ഞാൻ എന്നും പ്രാർത്ഥിക്കും, ദൈവമേ ഒരു കുഞ്ഞു പോലും നശിച്ചു പോകല്ലേ. ഞങ്ങൾ ഒരു ദിവസമാണ് പ്രാർത്ഥിച്ചവരെങ്കിലും അവര് നിത്യതയെ കാണണം. ഞങ്ങൾ ചെല്ലുമ്പോ അവർ നശിച്ചെന്ന് കാണുവാനിടവരുത്, അവർ നിത്യതയെ കാണണം എന്ന് ഞാൻ എന്നും പ്രാർത്ഥിക്കും. ആരോടും എനിക്കൊരു പിണക്കമോ ശത്രുതയോ അവരാരും ചിലപ്പോ മിണ്ടില്ല, കണ്ടാൽ ചിലപ്പോൾ ചിരിക്കില്ല. പക്ഷെ എനിക്ക് ആരോടൊരു പിണക്കമോ വൈരാഗ്യമോ ഒന്നുമില്ല. ഞാൻ ഇന്നും അവരൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കും. അങ്ങനെയൊക്കെ ആയിരുന്നു. അങ്ങനെ ഒരു ദിവസം അവള് വിവാഹമൊന്നും കഴിഞ്ഞിട്ടില്ല. അപ്പൊ ഇവിടെയൊക്കെ പലവിധമായ നിന്ദകളും പരിഹാസങ്ങളൊക്കെ കേൾക്കേണ്ടി വന്നു. അവള് ഒരു കൊച്ചിനെ സ്നേഹിച്ച് വിവാഹം നടക്കാത്തതുകൊണ്ട് അവർക്ക് വിവാഹം വേണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. പിന്നെ ആ എന്റെ വീട്ടുകാർ വന്ന് ഇവളെ വീട്ടിലൊക്കെ ചോദിച്ചു. അപ്പൊ അവർക്ക് ചോദിച്ചില്ല, അവർക്ക് ഇഷ്ടമില്ല എന്ന് പറഞ്ഞ ആ പയ്യനായിട്ട് ഈ കൊച്ചിനെ കെട്ടിക്കുന്നത്. അത് പിന്നെ ഞങ്ങൾ പറഞ്ഞ് അവരാ വിവാഹം തെറിപ്പിച്ചു എന്നൊക്കെ ഉള്ള ഒരു പൈശാചികമായിട്ടുള്ള പിശാച് കൊണ്ടുകൊടുത്ത ചിന്തകളായിരിക്കാം. അങ്ങനെയൊക്കെ ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. ചില കാര്യങ്ങൾ പറയാത്തതൊക്കെ പറഞ്ഞെന്നും പറഞ്ഞിട്ടൊക്കെ വലിയൊരു പ്രശ്ന സഭയിലുണ്ടായി. ആ ദേശത്തുനിന്ന് എന്റെ ആ സ്വന്തം സ്ഥലത്തുനിന്ന് ഞങ്ങൾക്ക് പോകേണ്ടി വന്നു. എന്ന് പറഞ്ഞാൽ നോട്ടീസ് മാത്രം അടിച്ചിറക്കിയില്ല. അങ്ങനത്തെ ഒരു അവസ്ഥ, ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ, ഞങ്ങളുമായിട്ട് ബന്ധമുള്ള അനേക ജീവിതങ്ങളോടൊക്കെ ഇല്ലാത്തതൊക്കെ പറയുവാൻ ഇടയായിട്ടുണ്ട്. അന്ന് എന്റെ മുഖത്ത് നോക്കി പറഞ്ഞു, നിന്റെ തലമുറകൾ അനുഭവിക്കുന്നത് എന്റെ കണ്ണുകൊണ്ട് കാണുന്നു.
അത് ഞാൻ ദൈവത്തിന്റെ ദാവീദ് പറഞ്ഞതുപോലെ നിന്റെ അപ്പം തിന്നവര് എല്ലാം ബുദ്ധികാൽ ഉയർത്തിയിരിക്കുന്നതെന്ന് പറഞ്ഞതുപോലെ അപ്രകാരമൊക്കെയുള്ള അനുഭവങ്ങൾ ജീവിതത്തിൽ കടന്നു വരുവാൻ ഇടയായിത്തീർന്നു. അതിലൊന്നും ഒരു സങ്കടവുമില്ല. ഞാൻ എന്നും അവരോട് എനിക്ക് സ്നേഹം, ഞാൻ എന്നും പ്രാർത്ഥിക്കും ഒരു അവസരം തന്നാൽ എനിക്ക് അവരോട് സംസാരിക്കണം, എനിക്ക് അവരോട് മിണ്ടണം എന്നൊക്കെ ഞാൻ പ്രാർത്ഥിക്കും, എന്നും പ്രാർത്ഥിക്കും. അപ്പൊ ഞാൻ എന്റെ കുഞ്ഞുങ്ങളെ അനുഭവിക്കുമെന്ന് പറഞ്ഞു. അത് ഒരാളല്ല, ഞങ്ങള് പോറ്റി പുലർത്തിയവർ തന്നെ കുഞ്ഞിനെ കൊണ്ടുവന്ന് നിർത്തി, ആരുമില്ല അപ്പനില്ലാത്ത സ്ഥാനത്തൊക്കെ കൊണ്ടുവന്ന് നിർത്തി ഇത് വാഗ്നീയത്തിലൊക്കെ വളർത്തിയവരൊക്കെ തന്നെ. അതൊക്കെ ദൈവം ഞങ്ങൾക്ക് പ്രതിഫലം തരും അതിനൊക്കെ. അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞ അനുഭവങ്ങളൊക്കെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയുള്ള ഏതൊക്കെ അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിന്റെ മധ്യമൊക്കെ നിൽക്കുവാൻ ദൈവം തീ പോലത്തെ ഉള്ള പ്രശ്നങ്ങൾ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ട്. ഈ നിൽക്കുമോ അല്ലെങ്കിൽ വെള്ളം ചെങ്കടലിൽ ആ വെള്ളം ചിറ പോലെ നിന്ന് അത് ആ ശത്രു സൈന്യത്തെ മൂടിക്കളഞ്ഞതുപോലെ പലപ്പോഴും ഞാൻ എന്റെ ജീവിതത്തിൽ ചിന്തിച്ച ആത്മമണ്ഡലത്തിൽ പലപ്പോഴും തകർന്നു പോകുമോ, നിൽക്കാൻ കഴിയുമോ എന്നൊക്കെ ചിന്തിച്ച് ഭാരപ്പെട്ട സമയങ്ങൾ എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അവിടെ എല്ലാം യേശു നിർത്തി, ഇതുവരെ നിർത്തിയിരിക്കുന്നു. എന്റെ ദൈവത്തിന് എത്ര നന്ദി പറഞ്ഞാലും മതി വരില്ല. നന്ദി കളഞ്ഞ ഹൃദയത്തോട് സ്തുതിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെയുള്ള അനുഭവങ്ങളിലൂടെയൊക്കെ കടന്നുപോയ സ്ഥാനത്തൊക്കെ ഞങ്ങൾക്ക് അവിടെ ഇറങ്ങേണ്ടി വന്നു. ഞങ്ങൾ അപ്പോഴും ആ കൊച്ചു ഞങ്ങളെ കൂടെ ആരാധനയ്ക്കായിട്ട് ഞങ്ങളൊരു വാടക വീട്ടിൽ താമസിക്കാനായിട്ട് വന്നു. അവിടെ ആത്മാക്കളൊന്നും കടന്നു വരികയില്ലെങ്കിലും ഞങ്ങൾ അവിടെ തന്നെ ചെന്ന് ഇവിടെ താമസിച്ച് അവിടെ ചെന്ന് ആരാധനയൊക്കെ നടത്തിക്കൊണ്ടിരുന്ന അനുഭവങ്ങളിലൂടെ ആ സമയത്തൊക്കെയാണ് ഇങ്ങനെയുള്ള ചെറിയ പ്രശ്നങ്ങളൊക്കെ ആത്മീയരുടെ ഇടയിൽ നിന്നൊക്കെ ഉണ്ടായത്. ആ സമയത്ത് എന്നിട്ടും അവരൊക്കെ പോയി, ഞങ്ങളെയൊക്കെ വിട്ടുപോയി. എന്നിട്ട് വീണ്ടും ഞങ്ങൾ അവിടെ ചർച്ചിൽ ആരാധന നടത്തിക്കൊണ്ടിരുന്നു. എന്നിട്ട് ആദ്യം താമസിച്ച് അവിടെ നിന്ന് വാടക കൊടുക്കുവാൻ സാമ്പത്തികം ഒന്നും ഇല്ലാത്തത് കൊണ്ട് അവിടെ നിന്ന് മാറേണ്ടി വന്നു. അപ്പൊ ഞങ്ങളെ ചർച്ചിലൊരു വിശ്വാസി വീട് ബാക്ക്, അവര് ഫ്രണ്ട് ടെറസ്, ബാക്കില് ഷീറ്റ് ഇട്ട് വീട്, അത് ഒഴിഞ്ഞു കിടക്കുന്നു ഫാസ്റ്ററെ, കുറച്ച് വാടക കൊടുത്താൽ മതി എന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ അവിടെ വീട്ടിൽ. അപ്പൊ അതിന് മുമ്പായിട്ട് ഒരു ആലോചന ഞാൻ ചർച്ചിൽ പറഞ്ഞു. ഒരു ഉയരത്തിൽ നിന്നൊരു ആള് വന്ന് വീണ് മരണപ്പെടുന്ന ഒരു കാഴ്ച കാണുന്നു, അതുകൊണ്ട് എല്ലാവരും പ്രാർത്ഥിക്കണമെന്ന്. അപ്പൊ ഞങ്ങൾ അവിടെ കെട്ടിടപ്പണിക്ക് പോകണം, അവരാണ് അനേകൻ. ആലോചന ആരാ സിസ്റ്റർ പറഞ്ഞേ? പാസ്റ്ററാണോ? എന്റെ പാസ്റ്ററാണ് പറഞ്ഞത്. ഞങ്ങളെ പാസ്റ്ററാണ് പറഞ്ഞത്. ചർച്ചിൽ ഞാൻ ഒരു ഉപവാസ പ്രാർത്ഥനയ്ക്ക് പറഞ്ഞു, ഉയരത്തിൽ നിന്ന് ഒരാൾ വന്ന് താഴെ വീണ് മരിച്ചു പോകുന്ന ഒരു അനുഭവം കാണുന്നു. അഥവാ ദൈവം വിടുവിച്ച അത് ഏറ്റവും മഹത്വമായിരിക്കും, അത് ദൈവത്തിന് നാമമഹത്വത്തിനായിരിക്കും എന്ന് പറഞ്ഞു. ഇവിടെ എങ്ങനെ ഞങ്ങൾ ഉയരത്തിൽ നിന്നുള്ള ജോലിയൊക്കെ ചെയ്യുന്നവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിച്ചു. നമുക്ക് ടെറസ് വീടില്ല, അല്ലെങ്കിൽ ഉയരത്തിൽ കയറാനൊന്നും ഇല്ല, അങ്ങനെ ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെയാണ് എന്റെ 2013 വെക്കേഷൻ സമയം എന്റെ മൂത്ത മകനും ഇളയ മകനും അവര് ഇങ്ങനെ ഫ്രണ്ടിൽ ഓണറ വീട് ടെറസാണ്. അങ്ങനെ എന്റെ മോന്റെ സാക്ഷിയോട് ഞാൻ പറയും, എന്റെ സാക്ഷിയൊക്കെ ഓർമ്മയുള്ളത് പറഞ്ഞു. അപ്പൊ ടെറസ് വീടാണ് അവര്. അപ്പൊ ഞങ്ങൾ ബാക്കിൽ ഇത് ഷീറ്റ് ഇട്ട വീട്ടിലാണ് താമസിക്കുന്നത്. അപ്പൊ ഇവര് ഫ്രണ്ടിൽ ആ ഓണർക്ക് ഒരു മകൾ മാത്രമേ ഉള്ളൂ. അവര് CSI കാരണം ആ ബ്രദർ മാത്രമേ രക്ഷിക്കപ്പെട്ടിട്ടുള്ളൂ. അപ്പൊ ശ്വാസം മരിച്ചുപോയ ഒരു അവസ്ഥയിൽ നിന്ന് കർത്താവ് ആ ബ്രദറിനെ വിടുവിച്ചതാണ്. അതുകൊണ്ട് അവിടെ എല്ലാ മാസവും ആരാധന വെക്കും. ഞങ്ങൾ ആ സ്നേഹം കൊണ്ട് ഞങ്ങൾ കുറച്ച് വാടക കൊടുത്താൽ എന്ന് പറഞ്ഞ് അവിടെ ആക്കി. ഞങ്ങളെ അവസ്ഥ അങ്ങനെ അവർക്ക് അറിയായതുകൊണ്ട് അവിടെ ആയി. അങ്ങനെ ഇവര് ഫ്രണ്ടിൽ കളിച്ചുകൊണ്ടിരുന്ന വെക്കേഷൻ സമയമാണ് ഏപ്രിൽ മാസം 13-ാം തീയതി 2013 11-ാം തീയതി. പിന്നെ വൈകുന്നേരം ഒരു 5 മണിയൊക്കെ ആയി കാണും. 5 മണിയായി. അപ്പൊ എന്റെ അടുത്ത് ഒരു പാല് കൊണ്ടുവന്നിട്ട് പറഞ്ഞ്, നീ പെട്ടെന്ന് ചായ ഇട, നീ കുറെ നേരം ഇരുന്ന് പ്രാർത്ഥിക്കണം, കുറച്ചു നേരം ഇരുന്ന് പ്രാർത്ഥിക്കാം, നമ്മളെ വിഷയങ്ങളെല്ലാം ചർച്ചിന്റെ വിഷയങ്ങളൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ് ഞാൻ എന്റെ പാല് ഇടുന്നു. പാല് അടുപ്പിൽ ചായക്ക് തിളച്ചില്ല, ഒരു ചക്ക വീഴുന്ന ഒരു സൗണ്ട് കേട്ടു. അപ്പോ ഇങ്ങനെ ഞാൻ അപ്പുറത്ത് നിറച്ച് പ്ലാവുണ്ട്, അപ്പൊ ആ ചക്ക വീഴുന്നതായിരിക്കുന്ന. അല്പം കഴിഞ്ഞപ്പോ ആ വീട്ടിലെ ഓണറ മോള് എന്ന് പറഞ്ഞു, ഡാനിയൽ, മൂത്താളുടെ പേര് ഡാനിയലും രണ്ടാമത്തെ ആളുടെ പേര് സാമുലും. അപ്പൊ ഡാനിയൽ വീഴുന്നു പാസ്റ്റർ എന്ന് പറഞ്ഞു. ഞങ്ങളങ്ങ് ഓടിച്ചെന്ന് ചായ അതൊക്കെ അവിടെ വെച്ചിട്ട് ഓടിച്ചെന്നപ്പോ മൂത്തയാള് പിന്നെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു, ഇളയവൻ കരഞ്ഞോണ്ടിരിക്കുന്നു. അപ്പൊ ഞാൻ കേട്ട്, ആരാണ് വീഴുന്നത്? അത് ഡാനിയലല്ല, സാമുലാണ് വീണതെന്ന് പറഞ്ഞു. അപ്പൊ വന്ന് ടെറസിൽ നിന്ന് ആള് താഴെ വീണു. വന്ന് വീണ വീഴ്ചയിൽ അവിടെ ഒരു ഹെൽത്ത് ഇത് അങ്കവാടിയിൽ ഒരു ആയ ഉണ്ടായിരുന്നു. ഇവൻ വന്ന് വീഴുന്ന സമയത്ത് അവന് ശ്വാസമൊന്നും ഇല്ലായിരുന്നു. അവരെടുത്ത് കുടഞ്ഞ് നെഞ്ചിലൊക്കെ പ്രസ് ഇങ്ങനെ അടിച്ച് അപ്പൊ ഇവൻ കരയാൻ തുടങ്ങി. അപ്പൊ നമ്മൾ ചെന്നപ്പോ ഇവൻ കരഞ്ഞുകൊണ്ടിരിക്കണം. വിഴുന്നെന്ന് പറഞ്ഞ് എന്റെ പപ്പ അടിക്കും, ഓടി വിഴുന്നാലൊക്കെ അടിക്കും. അപ്പൊ അടിയെ പേടിച്ചിട്ടാണ് അവൻ കരയുന്നത്.
അപ്പോ അങ്ങനെ കരഞ്ഞുകൊണ്ടിരുന്നു. അപ്പൊ എന്തെന്ന് കേട്ടപ്പോ അത് എവിടെ ഇടിച്ചതെന്ന് കേട്ട്. അപ്പോൾ പറഞ്ഞ് അപ്പൊ നോക്കിയപ്പോ ഒരിടത്തും ഒരു മുറിവില്ല, ഈ തോളിന്റെ ഭാഗത്ത് മാത്രം ചെറിയൊരു തൊലി പോയിട്ടുണ്ട്, അത്രേ ഉള്ളൂ. അപ്പൊ അവിടെ പള്ളിയിലൊരു ബ്രദർ ഉണ്ടായിരുന്നു. ആ ബ്രദർ നിത്യത വിശ്രമിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി ഒരു കൂടപ്പുറപ്പിനെ പോലെ കല്യാണവും വിവാഹവും ഒന്നും കഴിഞ്ഞിട്ടില്ല. അവന്റെ ശരീരത്തിലൊക്കെ അതിന് കണ്ടിട്ടുണ്ടാവും, ഈ വെള്ള പാണ്ട് പോലത്തെ വന്നിട്ട് ഉള്ള ഒരാളാണ്. ആ ബ്രദർ ഉണ്ടായിരുന്നു അവിടെ. അവൻ നിത്യത വിശ്രമിക്കുന്നു. ഹിന്ദു നിന്ന് രക്ഷിക്കപ്പെട്ടു, ആശാരി കുടുംബത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു വന്നതാണ്. അപ്പോ ആ വയ്യ ഇങ്ങനെ പറഞ്ഞു, പാസ്റ്ററെ മുറിവിൽ അതൊന്നും സാരമാക്കണ്ട, നമുക്ക് ഇവനെ ഉടനെ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാം പാസ്റ്റർ വന്നു. അന്ന് ഞങ്ങൾക്ക് ഒരു കൊച്ചു കാറുണ്ട് പഴയത്. ആ കാറിൽ തന്നെ അവനെ കയറ്റി. അപ്പോൾ എന്റെ അടുത്ത് പറഞ്ഞു, സിസ്റ്റർ അവനെ ഉറങ്ങാൻ സമ്മതിക്കല്ലോ. അപ്പൊ ഞാൻ അപ്പോഴെപ്പോഴവനെ വിളിക്കും. അവൻ മൂന്നും അവിടെ ചെന്നെത്തി ആശുപത്രിക്കകത്ത് കൊണ്ടുകയറി. അത്യാഹിതത്തിൽ കാണിച്ചപ്പോ ഡോക്ടറായിട്ട്, മോനെ എവിടെ, നിനക്ക് എന്താണ് കുഴപ്പം, എവിടെയെങ്കിലും വേദനിക്കുന്നു എന്ന് ചോദിച്ചപ്പോ തലവേദന എടുക്കുന്നു. ഇപ്പൊ തലവേദന എടുക്കുന്നെന്ന് പറഞ്ഞ് പെട്ടെന്ന് പറഞ്ഞ് അങ്ങ് മുകളിൽ 3ാമത്തെ നിലയിൽ കൊണ്ടുപോകാൻ പറഞ്ഞു. എവന്റെ പപ്പയ്ക്ക് ഷുഗർ ഉണ്ട്. അപ്പൊ എന്റെ പപ്പ എടുത്ത് കൊണ്ടുപോകും. നമ്മൾ ലിഫ്റ്റിനൊന്നും അപ്പൊ കയറാനൊന്നും തോന്നിയില്ല, നേരെ കൊണ്ടുപോകും. ചിലപ്പോൾ കാണൂല, ലിഫ്റ്റ് ആൾക്കാർ പോയിക്കൊണ്ടിരിക്കുന്നതായിരിക്കും. 3ാമത്തെ നിലയിൽ കൊണ്ടുപോകും. അവിടെ നിന്ന് വേറൊരു സ്ഥലത്ത് കൊണ്ടുപോകാൻ പറയും. അവന്റെ കാലെല്ലാം പന്ത് പോലെ നീരായി അവര് കാണിക്കാൻ പറഞ്ഞിടത്തൊക്കെ കാണിച്ചു. എന്നിട്ട് അവസാനം ഒരിടത്ത് കൊണ്ടുപോയിട്ട് ഇങ്ങനെ അവര് പരിശോധിച്ചോണ്ടിരിക്കുമ്പോൾ തന്നെ അവർ ഛർദ്ദിക്കാൻ തുടങ്ങി. എന്നിട്ട് ഉടനെ തന്നെ അവര് കൊച്ചിന് സീരിയസ് ആണ്, ഛർദ്ദിക്കാൻ തുടങ്ങി. സ്കാനിങ് ചെയ്യാൻ പറഞ്ഞു. നേരെ താഴെ കൊണ്ടുവന്ന് കുറെ ആൾക്കാരുണ്ട്, സീനിയാരിറ്റി അനുസരിച്ച് അവർ ചെയ്യുള്ളൂ. പക്ഷെ എമർജൻസി ആണെന്ന് പറഞ്ഞു വിട്ടതുകൊണ്ട് അവനെ കയറ്റി ഇത് ചെയ്തു. സ്കാനിങ് ചെയ്തിട്ട് ആ റിപ്പോർട്ടുമായിട്ട് നേരെ മുകളിൽ വന്ന് അവര് നോക്കിയപ്പോ കൊച്ചിന്റെ 7 വയസ്സാണ്. അവരപ്പോഴും 2ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കും. പഠിച്ച് 2ാം ക്ലാസ്സിലെ പരീക്ഷ കഴിഞ്ഞ് വെക്കേഷൻ ആ സമയം. അപ്പോഴ് മുകളിൽ പോയി അവര് സ്കാനിങ് റിപ്പോർട്ട് നോക്കിയപ്പോ സീരിയസ് ആണ്. തലച്ചോറിനകത്ത് പൊട്ടലുണ്ട്, ബ്ലഡ് ക്ലോട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ അതൊന്നും നമ്മുടെ അടുത്ത് പറഞ്ഞില്ല. കൊച്ചിന്റെ ആ മുടിയൊക്കെ എടുക്കാനായിട്ട് ഒരു നേഴ്സിനെ അവിടെ നിന്ന ഒരാളിനെ ആക്കി. അവര് ഇങ്ങനെ ബ്ലൈഡൊന്നും മൂർച്ചയില്ല, അവര് വലിക്കുന്നു, മുടിയൊന്നും വരുന്നില്ല. കുറെ നേരം അവരിങ്ങനെ എടുത്തോണ്ടിരുന്ന് ഞങ്ങൾ അപ്പോഴപ്പോഴവന്ന് ഡോക്ടർ നുള്ളി നോക്കുവനെ. അപ്പോഴവൻ അല്പം കാല് വലിക്കും. ബോധം കണ്ട് കൃഷ്ണമണിയൊന്നും കാണാനില്ല, വെള്ളം മാത്രം കാണാം. ഒരു പ്രതികരണമില്ലാതെ കുഴഞ്ഞതുപോലെ കിടക്കുകയാണ് അവൻ. അപ്പോഴപ്പോഴും ഡോക്ടർ വരെ നുള്ളു അടിക്കും. അപ്പോഴൊരു ചെറിയ അനക്കം വന്നു. അങ്ങനെ ഈ അവിടുത്തെ അറ്റൻഡർ ഇത് എടുത്തോണ്ട് നിൽക്കുന്നത് അവര് കുഴഞ്ഞു വീണു. എനിക്ക് എടുക്കാൻ പറ്റണില്ല, എനിക്ക് കൊച്ചിനെ തൊടാൻ പറ്റണില്ല, ഈ കൊച്ചിന്റെ ആ തലമുടി എനിക്ക് ആ മുടി എടുക്കാൻ പറ്റണില്ല, എന്നെ കൊണ്ട് പറ്റില്ല, എനിക്ക് വല്ലാതെ വരണമെന്ന് പറഞ്ഞ് അവര് പോയി. പിന്നെ ഇഞ്ചക്ഷൻ എടുക്കുന്ന നേഴ്സാണ് അവന്റെ തലയിലെ മുടി വന്നത്. അതും മൂർച്ചയൊന്നുമില്ല. അങ്ങനെ പറഞ്ഞ ആ സമയത്ത് ഇവനെ കൊണ്ടുപോകുന്ന സമയത്ത് ഒരു ഡോക്ടറും അവിടെ ഇല്ല. എല്ലാവരും 6:30 മണിയാണ്. ആ സമയത്ത് എല്ലാവരും വീടുകളിൽ പോയ സമയം. അപ്പോൾ പറഞ്ഞു ഡോക്ടർമാരൊന്നുമില്ല, ഇപ്പോഴായിട്ട് സീനിയർ ഡോക്ടർ വീട്ടിൽ പോയതേ ഉള്ളൂ, വിളിച്ചു നോക്കിട്ട് വരുമോ എന്ന് നോക്കട്ടെന്ന് പറഞ്ഞു. അവര് വിളിച്ചു. അങ്ങനെ ഈ മെഡിക്കൽ കോളേജിലാണോ സിസ്റ്റർ? മെഡിക്കൽ കോളേജ്, തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്. അപ്പൊ പറഞ്ഞ് ഡോക്ടറെ വിളിച്ചു നോക്കിട്ട് ഡോക്ടർ വരുമെങ്കിൽ നിങ്ങളെ പാക്കിയെന്ന് പറഞ്ഞു. അങ്ങനെ ഈ നേഴ്സ് തന്നെ ഈ മുടി എല്ലാ മുടിയൊന്നും എടുക്കാന്ന് വെച്ചാൽ ഇവർക്ക് മുറിവ് ഏത് ഭാഗത്തുനിന്ന് കാണാനാണ് എടുക്കാൻ പറഞ്ഞത്. പക്ഷെ അത് മൂർച്ചയില്ലാത്തതുകൊണ്ട് മുടിയൊന്നും എടുക്കാൻ പറ്റില്ല. ഉടനെ തന്നെ ആ ഡോക്ടർ വന്ന് റിപ്പോർട്ട് നോക്കിയപ്പോ സീരിയസ് ആണ് കാര്യം. ഇവരെല്ലാം മാറി കുറെ വഴക്ക് പറഞ്ഞു. ഇവിടെ നിന്ന് സിസ്റ്റർമാരെയൊക്കെ കുറെ വഴക്ക് പറഞ്ഞിട്ട് ഈ ഇത്രയും സീരിയസ് ആയ കൊച്ചിനെയാണ് ഇങ്ങനെ ഇട്ടിരിക്കണേ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് കൊച്ചിനെ സ്ട്രെച്ചറിൽ കയറ്റാൻ പറഞ്ഞു. കിടത്തിയിട്ട് ഡോക്ടറും ഞങ്ങളെ കൂടെ തന്നെ ഇത് ലിഫ്റ്റിൽ കയറി. അങ്ങനെ ആരും വരൂല, ദൈവമായിരിക്കാം അങ്ങനെയൊക്കെ ഒരുക്കിയത്. ലിഫ്റ്റിൽ കയറ്റി എന്റെ പാസ്റ്ററാണ് ഇത് സ്ട്രെച്ചർ തള്ളുന്നത്. എങ്ങോട്ടൊക്കെയാണോ എങ്ങോട്ട് പോകണമെന്നൊന്നും അറിയത്തില്ല. ഉടനെ തന്നെ ഈ ഡോക്ടർ താങ്കൾ അങ്ങോട്ട് മാറിക്ക്, താങ്കൾ ഒരു കൺട്രോൾ ഇല്ലാതെ സമതൽ തെറ്റി നിൽക്കുകയാണ്, ഞാൻ കൊണ്ടുപോവാ കുഞ്ഞിനെ എന്ന് പറഞ്ഞ് ആ സീനിയർ ഡോക്ടർ തന്നെ സ്ട്രെച്ചർ തള്ളാനിടയായി. അവിടുത്തെ നേരെ ആംബുലൻസിൽ കയറ്റി. ആംബുലൻസിൽ ആ ഡോക്ടർ കൂടെ കയറി ഓപ്പറേഷൻ തിയേറ്ററിന്റെ അകത്ത് 4:30 മണിയാവും. 1 മണിയാവും, രാത്രി 1 മണിയാവും. ആ സമയത്ത് കയറ്റുമ്പോൾ തന്നെ അവിടെ ഇവന്റെ പ്രായത്തിൽ തന്നെ പൂച്ചയെ പിടിക്കാൻ കയറിയതും മരത്തിൽ കയറിയൊക്കെ ഉള്ള 7 കുഞ്ഞുങ്ങള് ഓപ്പറേഷനും വേണ്ടി വെയിറ്റ് ചെയ്ത് കിടക്കണവരുണ്ട്. ഇങ്ങനെ തലയ്ക്കടി വെറ്റിയൊക്കെ വന്ന് കിടക്കുന്നവർ.
അപ്പൊ ആ ഡോക്ടർ 4-5 പേരെയൊക്കെ ഓപ്പറേഷൻ ചെയ്തിട്ടാണ് പോയത്. എന്നിട്ട് ഇവനെ എമർജൻസി ആയിട്ട് തിരിച്ചു വിളിച്ചപ്പോ വന്നത്. അങ്ങനെ കയറ്റി ബ്ലഡ് O-നെഗറ്റീവ് ബ്ലഡ് അതില്ല. ഇവന്റെ പപ്പയുടെ അതാണ്, പക്ഷെ ഷുഗർ ഉള്ളതുകൊണ്ട് അവർ സ്വീകരിക്കില്ല. അങ്ങനെ ബ്ലഡിന് പോയപ്പോ അവിടുത്തെ നേഴ്സ് പറഞ്ഞു അത് ഇന്ന ആൾക്കാർക്ക് വച്ചിരിക്കുന്നതൊന്നും തരാൻ പറ്റില്ല. എപ്പോഴാണ് അവർക്കൊരു കേസ് പറഞ്ഞത് ഒരു പെന്തക്കോസ്ത് രക്ഷിക്കപ്പെട്ട ഒരു നേഴ്സാണ് അവിടെ തന്നത്. ഒരു ദൈവദാസന്റെ മോനാണ്, നിങ്ങൾക്ക് ഈ ബ്ലഡ് തിരിച്ചേൽപ്പിക്കാം, നിങ്ങൾ ഇപ്പം തന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ എത്ര കുപ്പി 5 കുപ്പിയോ അങ്ങനെ എന്തോ അടയ്ക്കണമെന്ന് പറഞ്ഞു ബ്ലഡ്. അങ്ങനെ അവർ കൊടുക്കാനിടയായി. പിന്നെ എന്റെ അനുജത്തിയുടെ ഭർത്താവ് അതിനുള്ള ആളിനെ സെലക്ട് ചെയ്ത് കൊടുത്ത് അവർ തിരിച്ച് ആ ബ്ലഡ് ഏൽപ്പിക്കാനിടയായി തീർന്നു. അങ്ങനെ കയറ്റി. അപ്പോഴൊക്കെ എല്ലാം 21 നടക്കുന്ന സമയമാണ്. നമ്മൾ ഇവരെ കാറി കൊണ്ടുപോകുന്ന സമയത്ത് തന്നെ നമുക്ക് അറിയാവുന്ന എല്ലാ പാസ്റ്റർമാരെ വിളിച്ച് കർത്തദാസൻ പറയാനിടയായി, ഇങ്ങനെ ഇങ്ങനെ വീണ് എന്താണെന്ന് അറിയില്ല, പ്രാർത്ഥിക്കണം. അപ്പൊ എല്ലാരും പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു. ഏകദേശം 1-1.5 ലക്ഷം പേർ പ്രാർത്ഥിച്ചു കാണും ആ സമയത്ത്. അങ്ങനെ അപ്പോഴ് അറിയാം ഞങ്ങൾക്ക് പരിചയമുള്ള, ഞാൻ നേരത്തെ പറഞ്ഞ ദേവദാസൻ ഞങ്ങൾ ആത്മീയത്തിലും കഷ്ടതയിലൊക്കെ കൂടുതൽ 4 ദിവസം മരിച്ചു. ആ ദേവദാസന്റെ മോനും ഒക്കെ അവിടെ വരാനിടയായി തീർന്നു. അവര് വന്നിട്ട് നേരെ ഡോക്ടറെ അടുത്ത് കയറി സംസാരിച്ചു, ഇങ്ങനെ സാമുവിന്റെ അവസ്ഥ എന്തെന്ന്. ഒരു ഗ്യാരണ്ടി ഇല്ല, ഞങ്ങൾക്ക് ഒരു ഗ്യാരണ്ടിയും പറയാൻ പറ്റൂല. അത് അപ്പോഴൊന്നും കർത്തദാസൻ പറഞ്ഞില്ല. പിന്നെ ഞങ്ങള് ആ ചർച്ചിൽ പോയി ഇവനെയും കൂടെ സാക്ഷി പറയാനായിട്ട്. അപ്പോഴാണ് കർത്തദാസൻ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പൊ ഒരു ഗ്യാരണ്ടി ഇല്ല. പിന്നെ അപ്പോൾ എത്ര രൂപ വേണമെങ്കിലും ചെലവാക്കാൻ ഡോക്ടർ, യവനെ നമ്മൾ രക്ഷിക്കുന്ന ഒരു ദൈവദാസന്റെ മോനാണ് എന്നിങ്ങനെ പറഞ്ഞു. അപ്പോഴ് പറഞ്ഞ് ഞങ്ങള് രക്ഷിക്കാൻ ദൈവമാണോ? ഞങ്ങൾ ദൈവമൊന്നുമല്ല, നിങ്ങൾ നിങ്ങളെ ദൈവത്തോട് പ്രാർത്ഥിക്കുക, ദൈവം െങ്കിൽ മാത്രം. ഇന്ന് ഞാൻ 6-7 കുഞ്ഞുങ്ങളെ ഓപ്പറേഷൻ ചെയ്തതിൽ ഒന്നുപോലെ രക്ഷപ്പെട്ടിട്ടില്ല. ആ ഡോക്ടർ പറഞ്ഞതാണ്, ഒന്നുപോലെ രക്ഷപ്പെട്ടിട്ടില്ല. ഇത് നിങ്ങൾ ദൈവത്തോട് നിങ്ങൾ പ്രാർത്ഥിക്കുക, ദൈവം രക്ഷിച്ചാലേ ഉള്ളൂ, ഞങ്ങൾ ദൈവമൊന്നുമല്ല എന്ന് പറയാനിടയായി തീർന്നു. അങ്ങനെ ആ ദൈവം ഇറങ്ങി ഒന്ന് പ്രാർത്ഥിക്കാൻ പാസ്റ്റർ എന്ന് പറഞ്ഞിട്ട് അവര് ഭവനത്തിലേക്ക് മടങ്ങിപ്പോയി. അപ്പൊ ഇവനെ 1 മണി 2 മണിക്കകത്ത് കയറ്റി. അപ്പോഴ് ഇതിനിടയ്ക്ക് ഞങ്ങളുടെ ചർച്ചിൽ അപ്പോഴും പെങ്കൊച്ചുണ്ട്, അവർക്ക് കുഞ്ഞുങ്ങളില്ല. ഒരിടത്ത് രണ്ടിടത്ത് ഭയങ്കര സ്നേഹമാണ്, എല്ലാ സാധനങ്ങളും ഒക്കെ വാങ്ങിച്ചുറക്കൊണ്ട് കൊടുക്കും, ഭയങ്കര സ്നേഹമാണ്. അപ്പൊ അവരും ഭാര്യ ഭർത്താവായിട്ട് ഞങ്ങളോട് കൂടെ ഉണ്ട്. അപ്പൊ എന്റെ അടുത്ത് കാര്യങ്ങളൊക്കെ കേട്ടോണ്ട് ഞാൻ ഇങ്ങനെ സംസാരിച്ചോണ്ടിരുന്നപ്പോ ഞങ്ങളെ ഒരു സുഹൃത്തായ ഒരു പാസ്റ്റർ വന്ന് വഴക്ക് പറഞ്ഞു, ഇനി സീരിയസ് ആയിട്ട് കിടക്കും. എനിക്ക് എന്റെ കാര്യം എന്ന് പറഞ്ഞാൽ അവൻ ഓപ്പറേഷൻ, എനിക്ക് അറിഞ്ഞുകൂടല്ലോ ഇങ്ങനെ സീരിയസ് ആണെന്ന് ഒപ്പിട്ട് കൊടുക്കാൻ പറഞ്ഞ് പാസ്റ്റർ ഒപ്പിട്ട് കൊടുത്തു. അതൊന്നും എനിക്ക് വായിച്ച് നമ്മൾ മനസ്സിലാക്കിയില്ല. പക്ഷെ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഈ നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ സീരിയസ് കുഞ്ഞ് രക്ഷപ്പെടൂല എന്നാണ് അവിടുത്തെ റിപ്പോർട്ട്. അപ്പൊ അതിനെപ്പറ്റി എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ഇങ്ങനെ സംസാരിച്ചോണ്ടിരുന്നപ്പോ പാസ്റ്റർ ഒന്ന് വഴക്ക് പറഞ്ഞു, കുഞ്ഞിന്റെ അവസ്ഥ ഇങ്ങനെ നിങ്ങൾ സംസാരിച്ചോണ്ടിരിക്കണം, പ്രാർത്ഥിച്ചോണ്ടിരിക്കാൻ പറഞ്ഞ് എന്റെ വഴക്ക് പറഞ്ഞു. ഞങ്ങൾ പ്രാർത്ഥിച്ചോണ്ടിരുന്നു. ഒരു 4:30 മണിയായപ്പം കുഞ്ഞിനെ പുറത്തു കൊണ്ടുവന്നപ്പോ വായിക്കകത്തൊക്കെ കനമുള്ള ട്യൂബൊക്കെ ഘടിപ്പിച്ച് ശ്വാസോച്ഛ്വാസം ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ അതൊക്കെ വെച്ചിട്ടുണ്ട്. അവനാണെന്ന് അറിഞ്ഞുകൂടാ. തലയൊക്കെ നീര് കയറി, കണ്ണെല്ലാം മൂടി, അങ്ങനെ കിടക്കുന്ന ഒരു അനുഭവം. അങ്ങനെ അവനെ വെന്റിലേറ്ററിനകത്താക്കി. ഞാൻ പണ്ട് സിനിമയൊക്കെ ഇഷ്ടം പോലെ കാണുമായിരുന്നു, കർത്താവിനെ അറിയുന്നുണ്ട്. ആ സമയത്തൊക്കെ സിനിമയിൽ കണ്ടിട്ടുണ്ട് ഇങ്ങനെ വെന്റിലേറ്റർ എന്തെന്നും അങ്ങനെ. പക്ഷെ യാഥാർത്ഥ്യമായിട്ട് കണ്ടു അതിനകത്ത് കയറിയപ്പോ. അങ്ങനെ അതിനകത്താക്കി. എന്നോട് അവിടെ ഇരിക്കാൻ പറഞ്ഞ, വേറെ ആരെയും ഇരുത്തൂല, അവിടെ ഇരിക്കാൻ പറഞ്ഞു. ഞാൻ അവിടെ ഇരുന്നു. അപ്പൊ തലേ ദിവസത്തെ ഉറക്കം ഇങ്ങനെ. അപ്പോഴ് ഈ ട്യൂബ് വലിച്ചൂരുവാനായിട്ട് ഈ അബോവസ്ഥയിലും കൈ ഇങ്ങനെ കൊണ്ടുവരുമ്പോ അപ്പോൾ എന്റെ കണ്ണും അറിയാതെ അടഞ്ഞു വരുമ്പോ നേഴ്സുണ്ട് അവിടെ, അവര് വന്ന് വഴക്ക് പറഞ്ഞു, അവൻ ഇത് വലിച്ചൂരിയ ഞങ്ങൾ ഉത്തരവാദിയല്ല, ഞങ്ങളെ കുറ്റം പറയരുത്, നിങ്ങൾ ഉറങ്ങരുതെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ നോക്കുമ്പോ എന്റെ ഈ സൈഡിലായിട്ട് ഒരു കൊച്ചുകുഞ്ഞി, അവ ഒരു 3 മാസം വരും. അത് മരണത്തിന്റെ അവസ്ഥയിൽ ട്യൂബെല്ലാം ഘടിപ്പിച്ച് അങ്ങനെ കിടക്കുന്നു. ഒരാളെ മരിച്ച് മൂടിയിട്ടിരിക്കുന്നു. ഇതൊക്കെ കണ്ട് എനിക്ക് ഞാനിപ്പോ മരിച്ചു പോകുമോ എന്ന് ചിന്ത എന്റെ ഹൃദയത്തിൽ ഇങ്ങനെ, എന്റെ ഹൃദയമെല്ലാം പൊട്ടി പോകുന്നത് പോലെ. എനിക്ക് അതിനകത്ത് ഇരിക്കാൻ പറ്റിയില്ല. എനിക്ക് പുറത്തു പോകണം എന്നുള്ള ചിന്ത മാത്രം. അപ്പൊ എന്റെ കയ്യിൽ ഒരു കൊച്ചു ഫോണാണുള്ളത്. ഞാനത് എടുത്തു വെച്ചിട്ട് വിളിച്ചു, എനിക്ക് ഇതിനകത്ത് ഇരിക്കാൻ വയ്യ, എനിക്ക് പുറത്തിറങ്ങണം, ഇവിടെ ഇരിക്കാൻ ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ ഞാൻ ഇങ്ങനെ കേൾക്കണം. ഒരു പ്രാന്തിയെ പോലെ ഞാൻ ഇങ്ങനെ കേൾക്കണം, ഇതിനകത്ത് എനിക്ക് ഇരിക്കാൻ ആരെങ്കിലും ഉണ്ടോ, എനിക്ക് ഇനി ഇവിടെ ഇരിക്കാൻ പറ്റണില്ല. കുറെ കഴിഞ്ഞ് ഞാൻ ഈ പറയുന്നതൊക്കെ കേട്ടിട്ടായിരിക്കാം അവര് വന്ന് അവന്റെ കൈയും കാലും ഒക്കെ കെട്ടിയിട്ടു മോന്റെ. ഇതൊക്കെ കണ്ടപ്പോ എനിക്ക് സഹിക്കാൻ വയ്യ, എന്ത് ചെയ്യണോന്ന് അറിഞ്ഞൂടാ. അങ്ങനെ ഞാൻ അതിനകത്ത് എന്നിട്ട് ഞാൻ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ചു, ദൈവമേ അവൻ എങ്ങനെ കിടന്നാലും കുഴപ്പമില്ല, ദൈവം അവനെ എന്റെ ആയുസ്സോടെ തിരിച്ചു തരണോന്ന് ഞാൻ പ്രാർത്ഥിച്ചു.
അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടൊക്കെ അവിടെ ഇരുന്നപ്പെട്ടിട്ട് എനിക്ക് പെട്ടെന്ന് ഹൃദയത്തിനകത്തൊക്കെ ഒരു വെപ്രാളം പോലെ വന്നിട്ട് എനിക്ക് പുറത്തിറങ്ങണം എന്നുള്ള ചിന്ത എന്നെ ഞാനിപ്പോ ചിന്തിക്കുന്നത് എന്റെ ദൈവമായിരിക്കും എന്നെ പുറത്താക്കിയത്. അപ്പൊ എന്നെ തോന്നുന്നു ഈ ഒരു കാര്യം നീ പുറത്തു വാ, നമ്മള് ചർച്ചിലെ ആ ജോലി എന്ന് പറയുന്ന കൊച്ചിനെ നമുക്ക് അവിടെ ഇരുത്താം, മൂത്തവരെ അവിടെ ആക്കിയിട്ടാണ്ട കാര്യം ഒന്നും അറിയാൻ പാടില്ല, അവിടെ ആക്കിയിട്ടാണ് വന്നത്, നമുക്ക് വീട്ടിലൊക്കെ പോയി ഡ്രസ്സൊക്കെ മാറിയിട്ടൊന്ന് വരാം, ഞാൻ അവന്റെ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞല്ലോ, ഇനി ഒരു കുഴപ്പമില്ല. ഞങ്ങൾ ആ ചിന്ത അങ്ങനെയാണ്, ഇനി ഒരു കുഴപ്പമില്ലല്ലോ, ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് ഇനി അവൻ രക്ഷപ്പെടും, അവൻ ഒരു കുഴപ്പം ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളെ വണ്ടിയിൽ തന്നെ ഞാനും എന്റെ പാസ്റ്ററും കൂടെ ആയിട്ട് വീട്ടില് ആ വാടകയ്ക്ക് താമസിക്കുന്നിടത്ത് വന്ന് ആ ഓണർ ഭാര്യ ഞങ്ങൾക്ക് ചായ തന്നു, കുടിച്ചില്ലെന്ന് എനിക്ക് ഓർമ്മയില്ല. പല്ലൊക്കെ തേച്ചു ബാത്റൂമിലൊക്കെ ഒന്ന് പോയി ഒന്ന് ഇറങ്ങിയതും അവിടെ നിന്ന് ഫോൺ വിളി വന്നു, പാസ്റ്ററേയും മിനി ആന്റിയെ കാണണമെന്ന് സാമുവല് പറഞ്ഞു, സാമുവല് മരിച്ചു. ഇങ്ങനെ ഒരു വാർത്തയാണ് കേൾക്കാനിടയായി. പിന്നെ എന്തോ ഒന്നും നോക്കിയില്ല. നമ്മൾ അപ്പോ തന്നെ ആ വണ്ടിയിൽ തന്നെ പാസ്റ്ററിന് ആരുമില്ല, ഓട്ടിക്കാനോ ഒന്നിനും ആരുമില്ല. പെട്ടെന്ന് തന്നെ വണ്ടി എടുത്തോണ്ട് തിരിച്ച് നമ്മൾ ട്രാഫിക്കിലൊക്കെ ഇടിച്ച് എത്രയോ സ്ഥലങ്ങൾ മരിക്കേണ്ടതായിരുന്നു. അവിടെയൊക്കെ ദൈവം കാത്തു സ്പീഡ്, അത്രയും ഹൈ സ്പീഡിലാണ് വണ്ടി ഓട്ടിച്ച് ആശുപത്രിയുടെ മുമ്പിൽ വന്നത്. അവിടെയൊക്കെ ആൾക്കാരൊക്കെ ചീത്ത വിളിക്കാനിടയായി, അടുത്തുള്ള പോകുന്ന വണ്ടിക്കാർ. അതായത് ഒരു കൺട്രോൾ ഇല്ലാതാണ് റോട്ടിലൂടെ വണ്ടി ഓട്ടിച്ചത്. മരിച്ചെന്ന് ഉള്ള വാർത്തയാണ് കേട്ടത്. അപ്പൊ എന്റെ അടുത്ത് അത് പറഞ്ഞില്ല, ഈ പാസ്റ്റർ അടുത്ത് പറഞ്ഞു, കാണണമെന്ന് പറഞ്ഞെന്ന് മാത്രം പറഞ്ഞു, എന്റെ അടുത്ത് പറഞ്ഞില്ല. അങ്ങനെ ഞങ്ങൾ നേരെ അവിടെ എത്തുമ്പോൾ ആംബുലൻസ് പിടിച്ച് ഫ്രണ്ടിൽ ഇട്ടിട്ടുണ്ട്. അപ്പൊ എന്റെ അമ്മ നിന്ന് കരയുന്നു, അമ്മേനെയൊന്നും അകത്ത് കയറ്റില്ല, അമ്മ നിന്ന് കരയുന്നു. എന്റെ അനുജത്തിയുടെ ഭർത്താവുണ്ട്, വേറെ 2 ചർച്ചിലുള്ളവരുണ്ട്, അല്ലാതെയുള്ള സഹോദരന്മാരുണ്ട്. അപ്പൊ എന്റെ അനുജത്തിയുടെ ഭർത്താവ് വന്നിട്ട് പറഞ്ഞു, ഇനി കരഞ്ഞിട്ടും വിളിച്ചിട്ടൊന്നും കാര്യമൊന്നുമില്ല, നിങ്ങൾ ഇനിയിപ്പൊ സഹിച്ചേ പറ്റൂ എന്ന് പറഞ്ഞു. അപ്പൊ എന്റെ പാസ്റ്റർ ഒരു കർച്ചീപ്പെടുത്ത് വായിക്കാത്ത കുത്തിച്ചുരുട്ട് നിന്ന് കരയാനിടയായി. അപ്പോ എന്ത് ചെയ്യണം ഏത് ചെയ്യണമെന്നൊന്നും അറിയാത്ത അവസ്ഥ. എന്റെ ചേട്ടൻ തന്നെ ഈ ആംബുലൻസിൽ കൊണ്ടുപോകുന്നൊക്കെ ചിന്തിച്ച് ആ ഭാഗത്ത് നിന്നൊക്കെ കരഞ്ഞു. എന്നാൽ തലേ ദിവസം രാത്രി അവൻ ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് ഒരു പാസ്റ്റർ വന്ന് എന്റെ കത്തുദാസനോട് പറഞ്ഞ്, പാസ്റ്ററെ നിങ്ങൾ മാത്രം പ്രാർത്ഥിച്ചാൽ മതി, നിങ്ങളെ മകനെ പുറത്ത് ദൈവം കൊണ്ടുവരും, വേറെ ആരും പ്രാർത്ഥിക്കണ്ട, നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി, നിങ്ങളെ മകനെ ദൈവം തിരിച്ചു തരും എന്ന് ആ ദേവദാസൻ വന്ന് പറയാനിടയായിട്ടുണ്ട്. അങ്ങനെ ആ ദേവദാസനും എന്റെ പാസ്റ്ററും കൂടെ ആ കാറിലിരുന്ന് തന്നെ അവർ കയറും പോകത്ത് പ്രാർത്ഥിച്ച് അല്പം കഴിഞ്ഞപ്പോ ഒരു ദൈവശബ്ദം കേൾക്കാനിടയായി, ഞാൻ നിനക്ക് നിന്റെ മകനെ തിരിച്ചു തരാം, പക്ഷെ എന്റെ വേലയ്ക്ക് വേണ്ടി നീ അവൻ നല്ല പഠിക്കും, കുഞ്ഞിലെ തന്നെ നല്ല പഠിക്കും, മൂത്തയാള് ഇത്തിരി പുറകോട്ടാണെങ്കിലും ഇവൻ നല്ല പഠിക്കും. എപ്പോഴും പറയും, ഞാന് ദൈവവേലയിലെ ആളുകളെ നിന്നയും തുപ്പും ഒക്കെ കേട്ട് ഒക്കെ ജീവിക്കണം, അതുകൊണ്ട് നീ പഠിച്ച് നല്ല ജോലിയൊക്കെ മാച്ച് കർത്താവിന് വേണ്ടി കൊടുക്കണം, ദൈവവേലയിൽ ചെയ്യണം, ഇങ്ങനെ പറയുമായിരുന്നു. എപ്പോഴും എന്നെ പോലെ ആവില്ലെന്നൊക്കെ പറയുമായിരുന്നു. അപ്പൊ ദൈവം അവിടെ കൊണ്ടിട്ട് തീരുമാനം എടുപ്പിച്ചു, ആവശ്യത്തിനുള്ള വിദ്യാഭ്യാസം കൊടുത്ത് എന്റെ വേലയ്ക്ക് അവനെ നീ തന്നാ ഞാൻ അവനെ തിരിച്ചു തരാം എന്ന് ദൈവശബ്ദം. അപ്പൊ എന്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഇങ്ങനെ ദൈവം പറഞ്ഞിരിക്കണം, അതുകൊണ്ട് എന്റെ മോൻ ഒന്നും വരൂല്ല എന്ന് പറഞ്ഞു. അപ്പൊ അടുത്ത് കേട്ട വാർത്ത അവ മരിച്ചെന്നാണ്. അപ്പൊ ആർക്ക് സഹിക്കാൻ പറ്റൂല. അപ്പൊ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോ ഓപ്പറേഷൻ കഴിഞ്ഞ് ആ 4:30 മണിക്ക് പുറത്ത് കൊണ്ടുവരുമ്പോ പാട്ട് കഥാസം പറയണേ, ആ വെളിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോ ഒരു 3-4 തെങ്ങിന്റെ പൊക്കമുള്ള ഒരു പിശാച് വന്നിട്ട് പറയണമെന്ന്. അപ്പൊ ഒരു അമ്മയുടെ മരിച്ച് 12 വയസ്സായി, ദോ കണ്ട ആ 12 വയസ്സായ ആ മരിച്ച അമ്മ കരയണം, ഇതുപോലെ നീ നാളെ കരയും, നിന്റെ നിലവിളിയും ഞാൻ കേൾക്കും എന്ന് പറയണം. അപ്പോഴ് പിശാച് എന്റെ കർത്താവ് പറഞ്ഞ് എന്റെ മോനെ തിരിച്ചു തരാം എന്ന് പറഞ്ഞിട്ടാണ് അത് ആ സമയത്ത് തലേ ദിവസം അതൊക്കെയാണ് പറയണേ. അപ്പൊ വീട്ടിൽ പോയിട്ട് കേൾക്കണ വാർത്ത അവൻ മരിച്ചു, ആംബുലൻസ് പിടിച്ചിട്ടുണ്ട്, അകത്ത് കിടന്ന തുണികളൊക്കെ പുറത്തു കൊണ്ടിരുന്നു, ഇവിടെ നിന്ന് വെള്ള തുണികളൊക്കെ അകത്തോണ്ട്. അപ്പൊ ഓടിച്ചെന്ന് അങ്ങ് അകത്ത് കയറിയപ്പോ സെക്യൂരിറ്റി പിടിച്ച് തള്ളി, ആരെ അകത്ത് കയറ്റി വിടൂല എന്ന് പറഞ്ഞു. പക്ഷെ ഞങ്ങൾ അവിടെ ആ കൊച്ചു വിളിച്ച് ആ ഫോൺ കോൾ വരുന്നു. ആ സമയത്ത് ഇവനെ പരിശോധിച്ച ഇവനെ ഓപ്പറേഷൻ ചെയ്ത ഡോക്ടർ ആ റൂമിനകത്ത് കടന്നു ചെന്ന് ഇവനെ നോക്കുമ്പോ എനിക്കറിയാം, ഞാൻ ഇരുന്നപ്പോ ഈ ഇട്ടിരുന്ന ആ ബ്ലഡ് മജ്ജ പോലത്തെ ഒരു അതൊന്നും അവരൊന്നും ചെയ്തിട്ടില്ല. അതൊക്കെ കുഞ്ഞിനെ അടക്കായിട്ടിരുന്നതാണ്, അതൊന്നും ചെയ്തിട്ടില്ല. ട്യൂബ് ഇട്ടിട്ടുണ്ട് തലേന്ന് ഇങ്ങോട്ട് ഈ ബ്ലഡ് ക്ലോട്ട് ചെയ്ത് പോവാനായിട്ട്, ഒന്നും അങ്ങനെ തന്നെ ഇരിക്കുമ്പോഴേ അങ്ങനെയാണ്. അപ്പൊ ഈ കൊച്ച് അവിടെ ഇത് അവളെ ഫോണിൽ വിളിച്ച് പറഞ്ഞിട്ട് ഇരുന്നതും ഈ ഡോക്ടർ അകത്ത് കയറിയിട്ട് യവനെ ഒന്നിങ്ങനെ നോക്കിയിട്ട് അടുത്ത് ഒരല്പ സുഖമായവരൊക്കെ ഒരു വാർട്ടുണ്ട് അവിടെ നോക്കാനായിട്ട് പോകുമ്പോ ആ ഡോക്ടറെ പോയി ഈ വായിക്കാത്തിരുന്ന ട്യൂബെല്ലാം വലിച്ചൂരി യവൻ വിളിച്ചു, ഡോക്ടറെ സാമൂലിന് വയ്യാന്ന് പറഞ്ഞ് വിളിച്ച് ഓടി ഡോക്ടർ വന്നപ്പോ ഇവർ അവസാനത്തെ സ്റ്റേജാണ്.
അവസാനത്തെ സ്റ്റേജാണ്. ഡോക്ടർ വന്ന് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഞാൻ ഇന്നലെ കഷ്ടപ്പെട്ട് വീട്ടിൽ പോയി, ഞാൻ വന്ന കത്തോലിക്കക്കാരനാണ് ആ ഡോക്ടർ. കഷ്ടപ്പെട്ട് വീട്ടിൽ പോയി എന്നെ വിളിച്ചു വരുത്തി. ഞാൻ 7 പിള്ളേരോ ഇവ 8ാമത്തവനാണ്. എവനെയെങ്കിലും ദൈവം തിരിച്ചു തരുമെന്ന് ചിന്തിച്ച് അവന് ഇങ്ങനത്തെ അവസ്ഥയോ എന്ന് പറഞ്ഞിട്ട് ഈ ഡോക്ടർ അവന്റെ നെഞ്ചിലൊക്കെ പ്രസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു ഇതുമില്ല. അവസാന മരണത്തിന്റെ ആ അടുത്തോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് ആ സമയത്ത് കണ്ടത്. പ്രസ് ചെയ്തിട്ട് ഒരു ഇതില്ലാതെ ഇവന്റെ ഈ വായിക്കാത്തത് ഇങ്ങനെ കഫം ഇങ്ങനെ വെളിയിൽ ഇങ്ങനെ ചാടാൻ തുടങ്ങി. ദൈവമാ അപ്പോഴ് ആ സമയത്ത് ഈ കഥദാസൻ കാണുകയാണ് ഒരു വെള്ള ഒരു കുഴല് പോലത്തെ ഒരു സാധനം വെച്ച് ഒരാളെ അവന്റെ വായ്ക്കകത്ത് ഇങ്ങനെ ഊതുകയാണ്. ആ സമയത്ത് ആ ഡോക്ടർ അവന്റെ വായ്ക്കകത്ത് വച്ചിട്ട് ആ കൃത്രിമ ശ്വാസം കൊടുക്കുകയും ദൈവമാണ് അവിടെ ഇറങ്ങി വന്നത്. ആ ദൈവദൂതനെ പോലെ ആ ഡോക്ടറെ ദൈവം അവിടെ കൊണ്ടുവരാൻ ഡോക്ടർ അല്ലാതെ ദൈവം. അപ്പൊ കർത്തദാസൻ കാണാൻ ഒരു വെള്ളക്കുഴൽ പോലത്തെ ഒരു സാധനം വെച്ചിട്ട് ഇങ്ങനെ അവന്റെ വായിൽ ഊതരാൻ. ആ സമയത്താണ് ഈ ഡോക്ടർ അവന്റെ വായിൽ കൃത്രിമ ശ്വാസം കൊടുക്കും. ഒരു ബക്കറ്റ് കഫം വരും അവന്റെ വായിക്കാത്തത്. ആ നല്ല മനുഷ്യൻ കണ്ടാൽ പോലും അറിഞ്ഞൂടെ എനിക്ക്. 1 ദിവസം 2 ദിവസം വന്നേ ഞാൻ കണ്ടിട്ടുള്ളൂ. ആ കഫം എല്ലാം വലിച്ചെടുത്ത് ആ സമയം തന്നെ ആ കർത്തദാസ ഇത് കാണുന്നു. അപ്പോഴും തന്നെ അവന്റെ ചെവിയിൽ കൂടെ ബ്ലഡ് പുറത്തു. അതുവരെ ബ്ലഡ് പുറത്തു പോകാൻ അപ്പോഴേ പറഞ്ഞു, ഞങ്ങൾക്ക് ഈ വന്ന പൊട്ടല് മാത്രമേ മാറ്റാൻ പറ്റുള്ളൂ. ബ്ലഡ് പുറത്തു പോയാലേ കുഞ്ഞ് രക്ഷപ്പെടുള്ളൂ. അല്ലെങ്കിൽ കോമ സ്റ്റേജിൽ ഒരു 3 മാസം കണ്ണും കാണൂല, ചെവിയും കേൾക്കില്ല. പക്ഷെ ഞാൻ തിരിച്ചവൻ മരിച്ച് സീരിയസ് എന്ന് പറഞ്ഞ് എന്റെ അടുത്ത് മരിച്ചെന്ന് പറഞ്ഞില്ല, സീരിയസ് എന്ന് പറഞ്ഞ് കാറിയിരിക്കുമ്പോ ഞാൻ ഒരു വാക്ക് പറഞ്ഞു, കർത്താവേ നീ എനിക്ക് അവനെ തിരിച്ചു തരണം, നിന്റെ തലമുറകൾ അനുഭവിക്കുമെന്ന് പറയുന്ന സ്ഥാനത്ത് അവൻ കോമ സ്റ്റേജിൽ കിടന്നാലും കുഴപ്പമില്ല, അവന്റെ ശരീരത്തിൽ ഒരു തുടുപ്പെങ്കിലും കാണുമെന്ന് ഞാൻ കണ്ണീരോടെ പ്രാർത്ഥിച്ചു. ദൈവം എവിടെ ചെല്ലുമ്പോ അവൻ മരിച്ചെന്നുള്ള വാർത്ത കേൾക്കരുതേ എന്ന് ഞാൻ ആ വാക്കൊന്നും ഫലിക്കല്ലേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. പക്ഷെ എന്റെ മോനെ ദൈവം തിരിച്ചു തന്നു. എന്റെ ദൈവത്തെ എത്ര സൂചിച്ചാലും മതി വരില്ല. ദൈവം വചനം പറഞ്ഞതുപോലെ അനവധി കഷ്ടങ്ങൾ അനർത്ഥങ്ങൾ ഞങ്ങളെ കാണുമാറാക്കിയവരെ നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കുമെന്നുള്ള വചനം പോലെ അനവധി അനർത്ഥങ്ങളും കഷ്ടതകളും ഭാരങ്ങളൊക്കെ ജീവിതത്തിൽ കടന്നു വന്നിട്ട് അവിടെ എല്ലാ കർത്താവിന്റെ യേശുവിന്റെ കരടികളും താങ്ങി നന്ദി പറയുന്ന യേശുവേ സ്തോത്രം. അങ്ങനെ ആ ഡോക്ടർ അങ്ങനെ അവന്റെ വായിൽ ഇങ്ങനെ ആ കൃത്രിമ ശ്വാസം കൊടുക്കുമ്പോ തന്നെ ആ ബ്ലഡ് എല്ലാം പുറത്തു പോകാനിടയായി തീർന്നു. ആ ദൈവദാസ ആ ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു, ജീസസ് ഞാൻ അവിടെ നിന്ന് ആ ഡോക്ടർ ഇങ്ങനെ നേർന്നത് ഇന്ന കാര്യം ഞാൻ ദൈവത്തിന് കൊടുത്തിരിക്കാന്ന് പറഞ്ഞു. ഞാൻ കഷ്ടപ്പെട്ട് ഞാൻ ഓപ്പറേഷൻ ചെയ്ത് അവനെ രക്ഷിച്ചതാണെന്ന് പറഞ്ഞ് അവിടെ നിന്ന് നേരുവാനിടയായി തീർന്നു. അങ്ങനെ അവൻ ജീസസ് എന്ന് പറഞ്ഞ് ആ ദൈവത്തെ സ്തുതിക്കുന്നത് കാണുവാനും കഴിഞ്ഞപ്പോൾ ഞാൻ ചിന്തിക്കുന്നു, ഞാനാണ് അവിടെ ഇരുന്നതെങ്കിൽ എനിക്ക് ഇതൊന്നും കാണാൻ പറ്റും. ദൈവമായിരിക്കും എന്നെ പുറത്തിറക്കിയത്. ആ ദൈവത്തിന് ഞാൻ നന്ദി പറയുന്ന ദൈവം പെട്ടെന്ന് തന്നെ പറഞ്ഞു, സാമുവിന്റെ ശരീരത്തിൽ ജീവനുണ്ട്, ഒരു കുഴപ്പവുമില്ല എന്ന് പറഞ്ഞ് അവന് വേറൊരു ICUലേക്ക് മാറ്റം ഇടയായി തീർന്നു. എന്നിട്ട് പറഞ്ഞു 12 വർഷം അപ്പൊ അവര് പിക്സ് വരുമായിരുന്നു. നമുക്കത് അറിഞ്ഞുകൂടാ, കുഞ്ഞിലേക്ക് ഉണ്ട്. അവര് പരിശോധിച്ചപ്പോ അവര് പറയുന്നവന് കുഞ്ഞിലെ പിക്സിന്റെ രോഗമുണ്ട്. ഉറങ്ങി കിടക്കുമ്പോ ഒക്കെ കൈയും കാലും ഒക്കെ ഇങ്ങനെ കോച്ചി വലിക്കുന്നു. കുഞ്ഞല്ലേ അതുകൊണ്ടായിരുന്നു, പക്ഷെ അവരുണ്ടായിരുന്നെന്ന് അവർ പരിശോധനയിൽ അവർ പറഞ്ഞു. അപ്പൊ ഇനിയും അങ്ങനെ വരാൻ സാധ്യത ഉണ്ട്. 12 വർഷം അവന് ഗുളിക കൊടുക്കണമെന്ന് പറഞ്ഞ് നിങ്ങൾ ഓരോ മാസം ചെക്കപ്പിന് പോകും. ഗുളിക അവർ ഒരു ബോട്ടിൽ തരും, അത് അവന് കൊടുത്തോണ്ടിരുന്നു. പക്ഷെ ഇവനെ വീട്ടിൽ 10 ദിവസമൊക്കെ കിടന്ന് വീട്ടിൽ കൊണ്ടുവന്ന് നമ്മൾ അവന്റെ ഓർമ്മശക്തിയൊക്കെ ഉണ്ടോ, നമ്മളെ തിരിച്ചറിയാമോ എന്നൊക്കെ. പക്ഷെ അവൻ ഓടി വന്ന് ആദ്യം നോക്കിയതൊക്കെ അവൻ ഒളിച്ചു വെച്ചിരുന്ന കളിപ്പാട്ടമാണ്. അപ്പൊ നമുക്ക് മനസ്സിലായി അവന്റെ ഓർമ്മയൊന്നും പോയിട്ടില്ല. അവരെ ദൈവം നല്ലതായിട്ട് ദൈവം ഞങ്ങൾക്ക് തിരിച്ചു തന്നു എന്ന് മനസ്സിലാക്കാൻ ഇടയായി തീർന്നു. പിന്നെ ഗുളികയെന്ന് 6 മാസം 1 വർഷം ഒന്നും കഴിക്കേണ്ടി വന്നില്ല. 2 പ്രാവശ്യം സ്കാനിങ് ചെയ്തു, അവനൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ഡോക്ടറിന് ചെല്ലണ്ട എന്ന് പറഞ്ഞ് മടക്കി വിടുവാനിടയായി തീർന്നത്. 18ാമത്തെ വയസ്സാണ്. +2 അവൻ ഫസ്റ്റ് ക്ലാസ്സോടെ പാസ്സായി. ദൈവം അവന് കൊടുത്ത വിടുതലൊക്കെ നന്ദി പറയുന്നു. ഇത്രത്തോളം ദൈവം നടത്തി ഞങ്ങളെ ഈ കട്ടലയുടെ തീച്ചുളയിലും തകർന്നു പോകാതെ വീട് പോകാതെ നിൽക്കുവാൻ ദൈവം സഹായിച്ചു. അങ്ങനെ ഞങ്ങൾ ആ വാടക വീട്ടിൽ നിന്ന്
ഇപ്പൊ ഇവിടെ താമസിക്കുന്ന എനിക്ക് തന്ന 5 സെന്റ് സ്ഥലം വഴി സൗകര്യം ഇല്ലാത്തതുകൊണ്ട് കൊടുത്തിട്ട് നമ്മളിപ്പോ താമസിക്കുന്ന ഇവിടെ ഒരു 5 സെന്റ് സ്ഥലം വാങ്ങിച്ച് ഒരു വീട് വെച്ചു. കടബാധ്യതകളുണ്ട് എങ്കിലും ദൈവത്തെ എന്റെ ഒരു കുഞ്ഞു വീട്ടിൽ നിന്ന് എനിക്കൊരു കട്ടിൽ പോലും ഇല്ലാതെ ഞാൻ കിടന്ന സ്ഥാനത്ത് പണ്ടത്തെ പായൊക്കെ അറിയാമല്ലോ, ഒരിടത്തിടുമ്പോ ഒരിടത്ത് ചുരുണ്ടു പോകും, അങ്ങനത്തെ പായലൊക്കെയാണ് കിടന്നത്. എന്നാൽ ഇന്ന് നല്ലൊരു ഭവനത്തിൽ കിടക്കാൻ ദൈവം സഹായിച്ചു. ഇവിടെ വന്ന് 2016 ഞങ്ങൾ പ്രതിഷ്ഠ പ്രാർത്ഥന കഴിഞ്ഞ് കയറി. 2017 എനിക്ക് പെട്ടെന്ന് അന്ന് ആ സീസൺ ചിക്കൻ ഗുനിയയും ഇത് കൗണ്ട് കുറഞ്ഞ പനിയൊക്കെ ഉള്ള ആ സമയമായിരുന്നു. അങ്ങനെ എനിക്ക് പെട്ടെന്ന് ഒരു ദിവസം ഒരു ചൊവ്വാഴ്ച ദിവസം ചെറുതായിട്ടൊന്ന് പനി വന്നു. തിങ്കളാഴ്ച പനി വന്നു. അപ്പൊ ഞാൻ അസുഖം എന്ന് പറഞ്ഞാൽ പെട്ടെന്നൊന്നും ആശുപത്രി പോയി മരുന്നൊന്നും വാങ്ങിക്കില്ല, കുറയുമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. അതിന്റെ പിറ്റേന്ന് എനിക്ക് രാത്രിയായപ്പോ എനിക്ക് പെട്ടെന്ന് ചൊറിച്ചില്, ശരീരമെല്ലാം ചൊറിയാൻ തുടങ്ങി. ഉറങ്ങിയില്ല അന്ന് മൊത്തം. ഞാൻ രാവിലെ വരെ എണീറ്റിരുന്നു നേരം വെളുപ്പിച്ചു. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞ് നമുക്ക് ആശുപത്രിയിൽ പോയി ഒന്ന് നോക്കാം എന്ന് പറഞ്ഞ് അങ്ങനെ പോയി രക്തമൊക്കെ എടുത്ത് കൊടുത്തു. അപ്പൊ പിറ്റന്ന് ഷാരോണിൽ സംഘടനയിലാണ് ഞങ്ങൾ നിന്നത്. അതിലുള്ള വർക്കേഴ്സ് മീറ്റിംഗ് ആണ്. 10-15 പാസ്റ്റർമാർ വരും. അവർക്ക് ആഹാരം കൊടുക്കണം, കാരണം ആരുമില്ല സഹായിക്കാനൊന്നും. അപ്പൊ പാസ്റ്റർമാര് വർക്കേഴ്സ് മീറ്റിംഗ് ഇവിടെയാണ് വെച്ചിരിക്കുന്നത്. അപ്പൊ അവർക്ക് ആഹാരം കൊടുക്കണം. ഞാനെന്നാ വയ്യെങ്കിൽ എഴിച്ച് രാവിലെ എല്ലാം ചെയ്തു. 4-5 കറികളൊക്കെ വെച്ച് കപ്പയൊക്കെ വെച്ച് എല്ലാം ചെയ്ത് അവർക്ക് ഞാൻ എല്ലാം കോരി അവിടെ വച്ചിട്ട് ഞാൻ അടുക്കളയിൽ തന്നെ ഒരു തുണി വിരിച്ച് അവിടെ കിടന്നു. എനിക്ക് ഒട്ടും വയ്യ. പക്ഷെ വയ്യെങ്കിലും ആ സമയത്തെല്ലാം ചെയ്യാൻ എനിക്ക് ദൈവം എനിക്ക് ബലം നൽകി. എന്നിട്ട് അവരെല്ലാവരും പോയി. അന്നും പോയില്ല ആശുപത്രിയിൽ. പിറ്റേന്ന് ചെന്ന് റിസൾട്ട് നോക്കിയപ്പോ കൗണ്ട് മൊത്തം കുറവാണ്. പെട്ടെന്ന് ആശുപത്രിയിൽ കൊണ്ടുപോകാൻ പറഞ്ഞു. കൊണ്ടുവന്ന് നേരെ ഒട്ടും ഇനി വച്ചുകൊണ്ടിരിക്കരുത്, കൗണ്ട് കുറവാണ്, ഒട്ടും കൊച്ചിന് സീരിയസ് ആണെന്ന് പറഞ്ഞു വിട്ടു. നേരെ ശാസ്തമംഗലത്ത് പോയി. ശാസ്തമംഗലം ആശുപത്രിയിൽ പോയി. അവിടെ എന്റെ അനുജത്തി പറഞ്ഞു അവിടെ കൊള്ളാം. അവിടെ ചെന്ന് അതിന് കൂടെ ബ്ലീഡിങ്ങും ശരീരവും എല്ലാം ചൊറിച്ചിലും പിന്നെ ഞാൻ ഒരുമാതിരി കരിയല പോലെ നിൽക്കുന്നതേ ഉള്ളൂ. എനിക്കൊരു ബലവും ഇല്ല. പക്ഷെ ഞാൻ ചിരിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. എനിക്കൊരു ഭാരം, എനിക്ക് അസുഖം ഉണ്ടെന്ന് ഒരു ഭാരം എന്റെ ശരീരത്തിൽ അനുഭവിക്കുന്നില്ല. അപ്പൊ അവിടെ ചെന്ന് അവര് എന്നെ കണ്ടപ്പോ തന്നെ ആ ഒരു പെന്തക്കോസ് ആന്റിയാണ് നേഴ്സാറ്റിരുന്നത്. അതിന് ഈ കഞ്ഞിവെള്ളം അവരിഷ്ടം പോലെ എനിക്ക് വെള്ളം തന്നു. എനിക്ക് ബ്ലീഡിങ്ങിന്റെ അസുഖം തുടങ്ങി. ഇതിന്റെ കൂടെ തന്നെ എനിക്ക് ബ്ലീഡിങ്, നിൽക്കാൻ പറ്റാത്ത അവസ്ഥ. അപ്പൊ അവരെല്ലാം ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി പരിശോധിച്ച് പറഞ്ഞ് പെട്ടെന്ന് നേരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി സീരിയസ് ആണ് എന്ന് പറഞ്ഞു. അവിടെ ചെന്നപ്പോ 4000-5000 ഉള്ളു കൗണ്ട്. ഏറ്റവും അവസാനത്തെ സ്റ്റേജിലേക്ക് കടന്നുപോയ അവസ്ഥ. അപ്പൊ എന്നെ കാറ് എന്തോ കൗണ്ട് കുറഞ്ഞ ഡെങ്കു ആയിരിക്കും. അതെ, ഡെങ്കു ആയിട്ട് വന്നില്ല. ഈ ഇത് കൗണ്ട് കുറഞ്ഞ അതിന്റെ. അപ്പൊ അതിന്റെ കൂടെ ബ്ലീഡിങ്. അത് ഈ ഡെങ്കുവിനും ചിക്കൻ ഗുനിയയ്ക്കും എല്ലാത്തിനും പല അസുഖങ്ങൾ ഇങ്ങനെ എന്റെ കൂടെ വരും. ചിലവർക്ക് ചൊറിഞ്ഞു പൊട്ടും ദേഹമൊക്കെ അങ്ങനെയൊക്കെ. അപ്പോഴ് അവിടെ ചെന്നപ്പോ ഉടനെ തന്നെ എന്നെ അവിടെ അഡ്മിറ്റ് ആക്കി. അതിന്റെ കൂടെ എനിക്ക് ഈ ബ്ലീഡിങ്, എനിക്ക് വയറുവേദന എന്ന് പറഞ്ഞാൽ സഹിക്കാതെ ബെറ്റില്ല, തറയിലാണ് ഞാൻ കിടന്നത്. അപ്പൊ ഞങ്ങള് ഇടുക്കിയിലെ ഒരു പാസ്റ്റർ, ഞങ്ങളെ കുടുംബ സുഹൃത്താണ് ആ പാസ്റ്റർ. അപ്പോഴും കല്യാണമൊന്നും കഴിഞ്ഞിട്ടില്ല. എന്റെ പാസ്റ്ററാണ് കല്യാണമൊക്കെ കഴിപ്പിച്ചു കൊടുത്തത്. ഇവിടെ തിരുവനന്തപുരത്ത് നിന്നാണ് പെണ്ണിനെ കെട്ടിച്ചു കൊടുത്തത്. അപ്പൊ എനിക്ക് സഹിക്കാൻ പറ്റും. ഞാൻ തറയിൽ തന്നെ കിടന്നിട്ട് ഞാൻ എണീറ്റിരുന്നു. എനിക്ക് ഇരിക്കാനും വയ്യ. ഞാൻ ആ പാസ്റ്ററെ വിളിച്ചു, പാസ്റ്ററെ എനിക്ക് ഒട്ടും വയ്യ, എനിക്ക് വയറുവേദന എടുത്ത് ഞാൻ മരിച്ചു പോകും പാസ്റ്ററെ എന്ന് പറഞ്ഞ് എന്റെ അടുത്ത് പറഞ്ഞു. ആന്റി ഫോണ് ചെവിയിൽ പോയി, ഞാൻ പ്രാർത്ഥിക്കാം, ആന്റിക്ക് ഒന്നുമില്ല, ആന്റിക്ക് ഒന്നും വരില്ല എന്ന് പറഞ്ഞ് എന്റെ ഫോണിൽ കുറെ നേരം 1/2 മണിക്കൂർ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അല്പം കഴിഞ്ഞപ്പോ എന്റെ വയറുവേദനയൊക്കെ അങ്ങ് മാറി. പിറ്റം തൊട്ട് അവര് കൗണ്ട് നോക്കുമ്പോ 5000 കൂടി 1 ലക്ഷം 1.5 ലക്ഷം ആയി. 10 ദിവസം അവിടെ കിടന്നു. ഇങ്ങനെ എന്നെ ദൈവം ആ മരണത്തിൽ നിന്നൊക്കെ രക്ഷിച്ച് ദൈവത്തിന്റെ കൃപ ഒന്ന് മാത്രമേ ഉള്ളൂ. ജീവിതത്തിൽ അനേക ഭാരങ്ങളും പ്രയാസങ്ങളൊക്കെ വന്നിട്ട് ഞാൻ എന്റെ ദുഃഖങ്ങളൊന്നും ഒരു മനുഷ്യനോട് പറയാറില്ല. ഏത് ദുഃഖമായിരുന്നാലും ദൈവസന്നിധിയിൽ മുട്ടുമടക്കും, കർത്താവിനോട് പറയും. ആ ദൈവം മാത്രമാണ് നമ്മളെ സങ്കടം കേൾക്കുന്നത്. പറയുമ്പോൾ മനുഷ്യരോട് പറഞ്ഞാൽ മനുഷ്യർ ചിലപ്പോ അപ്പുറത്തോടുത്ത് പറഞ്ഞ് ചിരിക്കും, അവർക്ക് ഇന്ന ദുഃഖമുണ്ട് അല്ലെങ്കിൽ പ്രയാസമുണ്ട്. പക്ഷെ കർത്താവ് ആരോടും പറയില്ല. അതുകൊണ്ട് എന്ത് ദുഃഖം ഉണ്ടെങ്കിലും, ഏത് മക്കളുടേതായാലും അല്ലെങ്കിൽ നമ്മൾ കുടുംബമായാലും എന്തായിരുന്നാലും, എന്ത് ദുഃഖമായാലും ദൈവസന്നിധി പറയും. ചർച്ചിന്റെ കാര്യമായിരുന്നാലും ദൈവസന്നിധി പറയും, കരയും, പ്രാർത്ഥിക്കും. കർത്താവ് അതിനൊക്കെ മറുപടിയാണ് ഞങ്ങളുടെ ജീവിതത്തിൽ. ഒരുപാട് അത്ഭുതങ്ങൾ എന്റെ ജീവിതത്തിൽ ദൈവം ചെയ്തിട്ടുണ്ട്. ഒരുപാട് എണ്ണിയാ തീരാത്ത അത്ഭുതങ്ങൾ. എത്ര പറഞ്ഞാലും മതി വരില്ല. ദേശത്ത്
ദൈവത്തിന്റെ വചനം ഒരു പ്രവാചകർ പുതുനഗരത്തെ സമ്മതമല്ലെന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങളുണ്ടെങ്കിലും ഇവിടെ ഈ ദേശത്ത് തന്നെ ദൈവസന്നിധിയിലൊക്കെ നിന്ന് കർത്താവിന്റെ വേലയിലൊക്കെ കൊറോണയ്ക്ക് മുമ്പായിട്ടൊക്കെ ശരിക്കും ആത്മാക്കൾ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഇവിടെ വന്ന് ഈ ഭവനം വെച്ച് കയറിയ അത് പലവിധമായ പ്രതികൂലങ്ങൾ, പ്രതിസന്ധികൾ, രോഗത്തിന്റെ അവസ്ഥകളൊക്കെ അനുഭവിച്ച് ജീവിതത്തിലൊക്കെ മുന്നോട്ട് പോകുന്നെങ്കിലും ഇവിടെയും ദൈവം അണിയങ്ങളത് ജീവനോടെ നിർത്തിയിരിക്കുന്നു. ആ നല്ല ദൈവത്തിന് നന്ദി പറയുന്നു. ദൈവം എത്ര കാലം ഈ ഭൂമിയെ ജീവനോടെ നിർത്തിയിരിക്കുന്നുവോ അത്രയും കാലം കർത്താവിന്റെ ഒരു സാക്ഷിയായി തന്നെ അന്ത്യവരെ നിലനിൽക്കാൻ ദൈവം എന്നെ സഹായിക്കട്ടെ. ഞാൻ ഓരോ നിമിഷവും പ്രാർത്ഥിക്കും. അതുപോലെ തന്നെ പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ദൈവം വിശ്വസ്തനാണ്, ഒരിക്കലും കൈവിടാത്ത ദൈവം. ആ യായിറോസിന്റെ മകളെ മാത്രമല്ല ദൈവം രക്ഷിച്ചത്, ലാസറിന്റെ വീട്ടിൽ മാത്രമല്ല യേശു കടന്നത്. എന്റെ നിങ്ങളുടെയൊക്കെ വീട്ടിൽ ഏത് മരണാവസ്ഥകൾ അല്ലെങ്കിൽ രോഗത്തിന്റെ അവസ്ഥകൾ അല്ലെങ്കിൽ ജീവിതം തന്നെ തകർന്നു പോകുമെന്ന് ചിന്തിക്കുന്ന അവസ്ഥയിലും യേശു കടന്നു വരും, സമാധാനം തരും, സന്തോഷം തരും, മരണത്തിൽ നിന്ന് വിടുവിക്കും. അതൊക്കെ എന്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിക്കുവാൻ ഇടയായിത്തീർന്നു. അപ്രകാരം എന്ത് ഭാരങ്ങളുണ്ടെങ്കിലും എന്ത് പ്രയാസങ്ങളുണ്ടെങ്കിലും തകർച്ചകളുണ്ടെങ്കിലും ആ ജീവനുള്ള ദൈവത്തോട്, യേശുവിനോട് പ്രാർത്ഥിച്ചാൽ, കർത്താവായ ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിച്ചാൽ കണ്ണീര് കണ്ടു മാറിപ്പോകുന്ന ദൈവമേ അല്ല നമ്മുടെ ദൈവം. നമ്മുടെ ദൈവം സർവശക്തനാണ്, അവൻ സർവ്വവ്യാപിയാണ്, അത്ഭുതങ്ങളെ ചെയ്യുന്നവനാണ്. ഹൃദയത്തിന്റെ നുറുക്കങ്ങളെ, ഭാരങ്ങളെ, വേദനകളെ മനുഷ്യരറിയുന്നതിനേക്കാളും അറിയുന്ന ഒരു നല്ല കർത്താവിനെ എനിക്ക് രുചിച്ചറിയുവാൻ ദൈവം സഹായിച്ചു. ആ ദൈവത്തെ എത്ര നന്ദി പറഞ്ഞാലും മതി വരില്ല. ജീവിതത്തിലുള്ള അപ്രകാരമുള്ള തിക്താനുഭവങ്ങൾ, ഒറ്റപ്പെട്ടു പോയ സമയങ്ങളിൽ ആരും സഹായിക്കുവാനില്ലാതെ, ആരും താങ്ങാനില്ലാതിരുന്ന സ്ഥാനത്തെല്ലാം ആ ദൈവം, സർവശക്തനായ ദൈവത്തിന്റെ കര എന്നെ താങ്ങി. അത് എത്ര നന്ദി പറഞ്ഞാലും ദൈവത്തിന് മതി വരില്ല. അപ്രകാരം ദൈവമക്കളെ നമ്മൾ ഓരോരുത്തരെയും കരുതുന്നതും സ്നേഹിക്കുന്നതൊക്കെ ദൈവം മാത്രമാണ്. ആ ദൈവം ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. ആരെല്ലാം ഉപേക്ഷിച്ചാലും, അമ്മ മറന്നാലും അപ്പം മറന്നാലും സഹോദരങ്ങൾ തള്ളിക്കളഞ്ഞാലും തള്ളിക്കളയാത്തൊരു ദൈവത്തെയാണ് ഞാനും നിങ്ങളും ഒക്കെ ആരാധിക്കുന്നത്. ആ ദൈവത്തിൽ ആശ്രയിച്ച ദൈവം നമ്മളെ രക്ഷിക്കും, മാനിക്കും, ദേശത്ത് ഉയർത്തും. ദൈവം ഒരിക്കലും ലജ്ജിപ്പിക്കുന്ന ദൈവമല്ല. എന്നെ മാനിച്ചാ ഞാൻ നിന്നെ മാനിക്കാന്ന് പറഞ്ഞതുപോലെ മാനിക്കുന്ന ദൈവം. അപ്രകാരമുള്ള അത്ഭുതങ്ങളൊക്കെ എന്റെ ജീവിതത്തിൽ ദൈവം ചെയ്യും. നിങ്ങളുടെ ജീവിതത്തിൽ അപ്രകാരമൊക്കെ ദൈവത്തിൽ വിശ്വസിച്ചാൽ ദൈവം ചെയ്യും. ആ ദൈവത്തിൽ നിന്ന് മാറിപ്പോകാതെ അന്ത്യം വരെ വിശ്വസ്തയോടെ കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങുക. ഞാൻ എപ്പോഴും പറയും, ദൈവം എനിക്ക് ഈ ലോക ജീവിതത്തിൽ ഒന്നും വേണ്ട, എന്റെ കുഞ്ഞിന്റെ വിടുതൽ തന്നെയാണ് ഏറ്റവും വലുത്. ഇനി ഒരു വിടുതൽ എന്റെ ജീവിതത്തിൽ ചെയ്യുവാനില്ല. ആ ദൈവം ചെയ്ത ആ ഏറ്റവും വലിയ അത്ഭുതം മാത്രം പറഞ്ഞാൽ മതി ഞങ്ങൾക്ക് ജീവിക്കുക. ഇനി ഒന്നും ചെയ്തില്ലെന്ന് പറഞ്ഞ് കർത്താവിനോട് പരാതിപ്പെടാനും ഇല്ലെന്ന്. അത്രയേറെ വലിയ അത്ഭുതങ്ങളാണ് ജീവിതത്തിൽ എന്റെ ദൈവം ചെയ്തത്. അതുകൊണ്ട് അതുവരെ നിലനിൽക്കുക, കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങി നിൽക്കുക. എന്റെ ആഗ്രഹം, ഈ ലോകത്തിന് എനിക്ക് ഒന്നും നേടാനില്ല, ഒന്നും വേണ്ട കർത്താവേ, നിന്റെ രാജ്യത്ത് കടന്നു വരണം. ആ ഒരു പ്രത്യാശ, ജീവിക്കുന്ന നാളത്തിന് വിശ്വസ്തയോടെ കുടുംബമായി കർത്താവിന്റെ രാജ്യത്തിന് മക്കളും പ്രയോജനപ്പെടണം. ഇന്നത്തെ തലമുറ ഒരു വല്ലാത്ത കാലഘട്ടത്തിലാണ് വസിക്കുന്നത്. അതിലൊന്നും വീണു പോകാതെ അവരും അന്തിമരെ ദൈവത്തിനായി നിൽക്കുവാൻ എല്ലാവരുടെയും പ്രാർത്ഥന ചോദിക്കുന്നു. പ്രത്യേകിച്ച് എനിക്ക് ഈ ജോയ്സ് ടിവിയുടെ ചാനലിൽ എന്റെ അനുഭവങ്ങളെ പറയുവാൻ അവസരം തന്ന പ്രിയ ആന്റിക്കും എന്റെ സർവശക്തനായ ദൈവത്തിനും ഒക്കെ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ദൈവസന്നിധി നിർത്തും. ആമേൻ, ആമേൻ. ദേവദാസി, കഴിഞ്ഞ ദിവസം ദേവദാസൻ സാക്ഷ്യം പറഞ്ഞപ്പോൾ പറഞ്ഞു, ഒരുപാട് നിന്ദകളും ആക്ഷേപങ്ങളും കൂടെ നിന്ന ദൈവദാസന്മാരിൽ നിന്നും ദൈവമക്കളിൽ നിന്നും ഒക്കെ ഉണ്ടായിട്ടുണ്ടെന്നോ? ദൈവദാസി അതിനെ കുറിച്ച് എന്താണ് പറയുന്നത്? നിങ്ങളുടെ ഫാമിലി ജീവിതത്തില് എന്തെങ്കിലും അത് മുഖാന്തരം പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? എന്തെങ്കിലും ദേവദാസി ഒന്ന് പറഞ്ഞാട്ടോ. ഉണ്ടായിട്ടുണ്ട് ആന്റി. എന്ന് പറഞ്ഞ പാസ്റ്റർ ഈ ഇസബേൽ എന്ന് പറഞ്ഞ ഒരു ശക്തി ഉണ്ടല്ലോ, ഇല്ലാത്ത അപവാദങ്ങൾ പറഞ്ഞ് തെറ്റിദ്ധരിച്ച് ഒരു സ്ഥലത്തും കൂടെയും പോകാൻ പറ്റില്ല. പക്ഷെ പാവമാ. ദൈവത്തിന്റെ ഒരു കാര്യം ദൈവം അറിയുന്നല്ല, മനുഷ്യരുടെ മുമ്പ് നമുക്ക് ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല. പക്ഷെ അങ്ങനെയൊക്കെയുള്ള അപവാദങ്ങളും നിന്ദകളും ഒക്കെ ആയിട്ട്, അതുകൊണ്ട് ഒരു ചർച്ചിൽ ഞങ്ങള് പ്രസംഗിക്കാൻ പോയ ഒരാൾക്ക് അറിയാമെങ്കിൽ അവര് പറഞ്ഞ്, അയ്യോ ഇന്നാരോ അങ്ങനെയൊന്നും അതാള് ശരിയല്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞ് എത്രയോ മീറ്റിങ്ങുകൾ മുടക്കിയിട്ടുണ്ട് ആത്മീയരെന്ന് പറയുന്നവർ തന്നെ. അപ്പോ ഒക്കെ ചിന്തി എന്റെ കർത്തദാസം പറയും, നമ്മള് സമാധാനത്തിന് വേണ്ടി കർത്താവിന്റെ അടുത്ത് വന്നു, അല്ലെങ്കിൽ ഈ ലോകത്ത് ലോകപരമായി ഗുണ്ടയായിട്ടും ഈ ലോകത്ത് പലവിധമായ പാവപ്രവൃത്തികൾ ചെയ്ത് ജീവിച്ച സമയത്തൊന്നും ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ ദൈവത്തെ അറിഞ്ഞ് ദൈവത്തെ സ്നേഹിച്ച് ആർക്കും ഒരു ഭാരമാകാതെ കർത്താവിന്റെ മേലേക്ക് ഒരു ദൈവദാസന് എതിരായിട്ട് ഒരു ചർച്ച വെക്കുകയോ അല്ലെങ്കിൽ ഒരു ദൈവദാസനെ കുറിച്ച് ഒരു വാക്ക് പറയുകയോ ഒന്നും ചെയ്യില്ല. പക്ഷെ നമ്മളെ കുറിച്ച് നിന്ദിക്കുകയും അപമാനിക്കുകയും സ്ത്രീ വിഷയം പറഞ്ഞിട്ട് തന്നെ അനേക നിന്ദകളും ഭാരങ്ങളൊക്കെ
ജീവിതത്തിൽ സഹിക്കുവാൻ പറ്റാത്ത എന്ന് പറഞ്ഞ ചിലപ്പോഴൊക്കെ ചിന്തിച്ച് മരിക്കാം, എല്ലാവർക്കും കൂടെ ഒരുമിച്ച് ഇതൊന്നും കേട്ടാ വയ്യ, മരിക്കാം എന്നൊക്കെ ചിന്തിച്ച ഒരു കാലം ഉണ്ടായിരുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ. അങ്ങനെയൊക്കെയുള്ള കാലഘട്ടത്തിലൂടെ ഒക്കെ കടന്നുപോയ സ്ഥാനത്തൊക്കെ എന്റെ യേശു കർത്താവ് ഞങ്ങളെ നിലനിർത്തി. ഞങ്ങൾ നിന്നല്ല. ഞാൻ പലപ്പോഴും ചിന്തിക്കും, ദൈവമേ ഇതൊക്കെ കേട്ടിട്ടും ഹൃദയമൊക്കെ പൊട്ടി തകർന്ന് രക്തം പൊടിയും പോലെ തോന്നിയിട്ടുണ്ട്. പക്ഷെ അവരെയൊക്കെ ദൈവം അടിയങ്ങളെ ഓരോ നിമിഷവും കുടുംബമായി നിർത്തി. തലമുറകളൊക്കെ ഈ ചില ദിവസങ്ങൾക്ക് മുമ്പേയൊക്കെ ചില വ്യക്തികളിലൂടെയൊക്കെ അവരുടെ ചെവികളിലുമൊക്കെ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു കേട്ട് എന്നോട് വന്ന് പറയാനിടയായി. അപ്പൊ ഞാൻ പറഞ്ഞു, നിന്റെ പപ്പയെ നിനക്കറിയാലോ, കർത്താവിന് ഇങ്ങനെയൊക്കെയുള്ള നിന്ദകളാണ് കേട്ടിട്ടുള്ളത്. അതുകൊണ്ട് നമ്മുടെ ദൈവവേലയൊക്കെ ഇതൊക്കെയാണ്. അതുകൊണ്ട് നീ അതൊന്നും കാര്യമാക്കണ്ട. നമ്മൾ ഈ യോഗത്തിൽ നിന്ന് മാറ്റപ്പെട്ട് അങ്ങ് പോകുന്നത് വരൊക്കെ ഇതൊക്കെ കേൾക്കേണ്ടി വരും എന്നൊക്കെ ഞാൻ അവരോട് പറഞ്ഞു. അതൊക്കെ അറിയാം ആൾക്കാരൊക്കെ. പിന്നെ ഞാൻ ഒരു കാലം ചിന്തിക്കുന്നു, ചില നമ്മളെ ഇങ്ങനെ എന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് വന്ന് ഈ ആരാധനാ സമയത്തൊക്കെ ഞങ്ങളെ അപവാദം പറഞ്ഞിട്ടുണ്ട്, അനാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞ ആന്റി, ഒരു ആശാരി കുടുംബത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു വന്ന ഒരു പയ്യൻ ഇവിടെ, ആരും ഇല്ലാതെ, അമ്മയുണ്ട്, അവരെല്ലാം ഹിന്ദുക്കളാണ്, അവർ പ്രാർത്ഥനയൊന്നുമില്ല. അതുകൊണ്ട് എല്ലാ ദിവസവും ഇവിടെ വരും, പ്രാർത്ഥിക്കും, ചിലപ്പോ ഇവിടെ നിൽക്കും, കുഞ്ഞുങ്ങളോടോടെ നിൽക്കും, നല്ല സ്വഭാവം, പാവമാണ്. അപ്പൊ അവര് പെട്ടെന്ന് അതും ആലോചന പറഞ്ഞ കർത്തദാസന ഒരു വൃക്ഷം ഇങ്ങനെ നല്ല തഴച്ചു നിൽക്കുന്നു, പക്ഷെ അതിന്റെ ഒരു സൈഡ് കേട് ഭവിച്ചിരിക്കുന്ന അനുഭവം, നീ പ്രാർത്ഥിക്കണം. അപ്പൊ അവന് എപ്പോഴും പറയും, പാസ്റ്റർ മരിക്കുന്നുമ്പേ എന്നെ പറഞ്ഞു വിടണേ, പിന്നെ എനിക്ക് ഇവിടെ നിന്ന് വരാൻ പറ്റൂല, പാസ്റ്റർ ഇല്ലെങ്കിൽ പിന്നെ ഞാൻ ഇങ്ങനെ ഇവിടെ വരും, സഹോദരി കുഞ്ഞുങ്ങൾ മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് പാസ്റ്റർ മരിക്കുന്നവർ എന്നെ പറഞ്ഞ കർത്താവിന്റെ വീട്ടിൽ വിടണം എന്നൊക്കെ എപ്പോഴും പറയും, കളിയായിട്ടൊക്കെ പറയും, പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ അവൻ അസുഖമൊക്കെ വന്നാലും സ്വയമായിട്ട് ചികിത്സിക്കും. ഒരിടം പോലെ ഈ കയ്യിലൊക്കെ ഇങ്ങനെ സംഭവം ഉള്ളത് കൊണ്ട് ആളുകളെ ഫേസ് ചെയ്യാനൊക്കെ ഭയങ്കര മുഖത്തൊക്കെ ഉണ്ട്. പക്ഷെ ഞങ്ങളവിടെ വന്നാണ് കയ്യിൽ ഒരു സാധനം കൊടുത്താൽ വായിക്കില്ല, ഇങ്ങനെ കാണിക്കും, കൈ ഇട്ടു കൊടുക്കും, ചിലപ്പോ തറയുന്ന എടുത്തിട്ടില്ല. പിന്നെ ഇവിടെ വന്ന് എന്റെ പാസ്റ്ററാണ് മാറ്റിയെടുത്തത്. അവന് ഒരാകാരം ഇറച്ചി ഇങ്ങനെ ഒന്നും കഴിക്കൂലായിരുന്നു. പിന്നെ എല്ലാവരും അടുത്ത് നല്ല സ്നേഹം അങ്ങനെ. അപ്പൊ അവൻ ഇങ്ങനെ പെട്ടെന്ന് സ്ട്രോക്ക് വന്ന് ഇത് ആശുപത്രിയിലായി. നമ്മുടെ അടുത്ത് പറഞ്ഞില്ല. അവന് 8 മണിക്ക് അവരുടെ പ്രാർത്ഥനയ്ക്ക് വരും. അവന്റെ അമ്മ വിളിച്ചപ്പോ അവൻ എണീക്കുന്നില്ല. അവിടെ കതക് ചവിട്ടി തുറന്ന് നോക്കിയപ്പോ കട്ടിലേക്ക് കിടന്ന ആള് തറയെ കിടക്കുന്നു. എന്നിട്ട് അവരപ്പോഴും ആശുപത്രി കൊണ്ടുപോയില്ല, അവരൊക്കെ ഹിന്ദുക്കളാണ്. 9 മണിക്കാന്തോണം കൊണ്ടുപോയത്. അങ്ങനെ അവന്റെ പൈസ എല്ലാം നമ്മൾ എടുത്തു വെച്ചിരിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ദിവസം, ഒരു ഞായറാഴ്ച ഇവിടെ വന്ന് ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാക്കി, ചീത്തകൾ. അപ്പൊ ഇതൊക്കെ കുഞ്ഞുങ്ങൾ കേൾക്കുമ്പോ ദൈവവേല എന്നൊക്കെ പറയുന്ന ഇതാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. പപ്പ ഇങ്ങനെയൊക്കെ എന്തിനാണ് പറയുന്നത്? അതുകൊണ്ട് ഒരുപാട് ജീവിതത്തിന്റെ കഷ്ടങ്ങളിലൂടെ, ഈശോയുടെ അനുഭവങ്ങളിലൂടെ, പരിഹാസങ്ങളിലൂടെ, നിന്ദകളിലൂടെ ഒക്കെ കടന്നു പോകുന്ന അനുഭവമാണ്. നിങ്ങളുടെ കുടുംബ ജീവിതത്തില് ദേവദാസിയും ദേവദാസനും തമ്മില് സന്തോഷമായിട്ടാണല്ലോ ഇരിക്കുന്നത്. സന്തോഷം. പക്ഷെ ഇവിടെ ഇങ്ങനെ ഈ നമ്മളിപ്പം താമസിക്കുന്നിടത്ത് വന്ന് തൊട്ടടുത്തൊരു മന്ത്രവാദിയുണ്ട്. അവർക്ക് ഇവിടെ നമ്മളിങ്ങനെ പ്രാർത്ഥിക്കുന്നത് കൊണ്ട് അവർക്ക് അവിടെ ആൾക്കാരൊന്നും ഇരിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഭയങ്കര പ്രശ്നങ്ങളാണ്. എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് ഓട്ടിക്കണം, അങ്ങനെയുള്ള ഭയങ്കരമായിട്ടുള്ള പ്രതിസന്ധികളൊക്കെ ജീവിതത്തിൽ പല സമയത്തും ഇങ്ങനെ കടലിറച്ചി വരുന്നത് പോലെ വന്നിട്ടുണ്ട് ജീവിതത്തിൽ. കുടുംബജീവിതത്തിനകത്തും ഞങ്ങളെ തകർത്ത് കളയാനും ഞങ്ങളെ സന്തോഷത്തെ തകർത്ത് കളയാനൊക്കെ. പക്ഷെ അവിടെ എല്ലാം കണ്ണുനീര് കൊണ്ട് ദൈവം ഞങ്ങളെ നിലനിർത്തി. ഒരിക്കലും ദൈവം യോജിപ്പിച്ചതിനെ ആർക്കും വേർതിരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ദൈവം നിലനിർത്തിയിരിക്കുന്നു. അതൊക്കെ ഞാൻ പലപ്പോഴും ചിന്തിക്കും, കർത്താവ് ഇങ്ങനെയുള്ള അനുഭവങ്ങളിലൂടെയൊക്കെ എന്നെ കൊണ്ടുപോയത് ചിലപ്പോ ഇങ്ങനെയുള്ള വ്യക്തികൾ അടുത്ത് വരും പ്രാർത്ഥിക്കാനായിട്ട്, അല്ലെങ്കിൽ അവരെ അനുഭവങ്ങൾ പറയുവാനായിട്ട്. അതൊക്കെ പറയുമ്പോൾ എനിക്കും അവരോട് പറയാം, എന്നെ ഇങ്ങനെയൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് ദൈവം, ഇതുപോലെ നിർത്തിയിട്ടുണ്ടെന്നൊക്കെ. അപ്പൊ പല പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ ചിന്തിക്കും, ദൈവമേ ചിലപ്പോ ദൈവം എനിക്ക് ട്രെയിനിങ് തരുന്നതായിരിക്കാം. തീർച്ചയായും ദൈവം ദേവദാസിക്ക് ട്രെയിനിങ് തന്ന് നടത്തുന്നതാണ്. അനേകരുടെ ആശ്വാസത്തിന്, അനേകരുടെ വിടുതലിന്. ആ തിരുവനന്തപുരത്തെ കുറിച്ച് പലപ്പോഴും പല സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ കേരളത്തിൻ്റെതായ തലസ്ഥാനമാണെങ്കിലും പലവിധമാകുന്ന മന്ത്രവാദങ്ങളും പലവിധ ജാതീയമാകുന്ന ഒരുപാട് പൈശാചിക അവസ്ഥകളിലൂടെയാണ് ആ തിരുവനന്തപുരം സിറ്റി കടന്നു പോകുന്നത്. സാക്ഷ്യങ്ങളിലൂടെ മനസ്സിലാക്കുവാൻ കഴിയുന്നത്. കർത്താവ് ആ ദേശത്ത് നിങ്ങളെ ഉപയോഗിക്കട്ടെ, ജീവിതങ്ങളെ പിന്നെയും
ഹല്ലേലൂയ. പൈശാചികന്റെ ബന്ധനത്തിൽ നിന്ന് വിടുവിപ്പാൻ കർത്താവ് കുടുംബമായി സഹായിക്കട്ടെ. സ്തോത്രം കർത്താവിന്റെ ദൂതന്മാരാൽ ദൈവം നിങ്ങളെ പരിപാലിക്കുമാറാകട്ടെ. സ്തോത്രം സ്തോത്രം. സ്തോത്രം. കർത്താവിന്റെ വേലയിൽ പിന്നെയും വർദ്ധിച്ചു വരുവാൻ ആമേൻ. കർത്താവ് സഹായിക്കട്ടെ. കൊടുങ്കാറ്റും ഒക്കെ ഹല്ലേലൂയ ശാസിച്ചു കളഞ്ഞവനായ കർത്താവിനോട് സ്തോത്രം സ്തോത്രം. കരം പിടിച്ച് കർത്താവിന്റെ ദാസനും ദാസിയും ഒരുമിച്ച് ആ ദേശത്ത് നടക്കുവാൻ കർത്താവ് സഹായിക്കട്ടെ. ആമേൻ. സ്തോത്രം. ഇത്രത്തോളം സമയം ദൈവദാസി ഞങ്ങളോട് കൂടെ ആയിരുന്നുള്ള സ്നേഹവും ഞങ്ങൾ അറിയിക്കും. സ്തോത്രം സ്തോത്രം. ദാസി പ്രാർത്ഥിച്ചാൽ ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. പരിശുദ്ധനായ ദൈവമേ, നല്ല കർത്താവേ, നല്ല സമയത്തിനായിട്ടൊക്കെ നന്ദിയോടെ സ്തുതിക്കുന്നപ്പാ. സ്തോത്രം 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 ചെയ്യുന്ന കർത്താവേ. അപ്പാ ഈ പകൽക്കാലം അടിയനി കർത്താവേ, അപ്പാ ജോയ്സ് ടിവിയുടെ കർത്താവേ, ചാനലിലൂടെ അടിയനി കർത്താവേ, എന്റെ ദൈവത്തിന്റെ നാമത്തെ ഉയർത്തുവാൻ അങ്ങ് തന്ന കർത്താവേ, ഹാലലിയ കർത്താവെ, നല്ല അനുഭവങ്ങളും കർത്താവെ, ദൈവം നടത്തിയ വിധങ്ങളും കർത്താവെ, ദൈവം കാത്തു സൂക്ഷിച്ച പരിപാലിച്ച മരണത്തിൽ നിന്ന് വിടിവിച്ച ആ നല്ല കർത്താവെ അനുഭവങ്ങളൊക്കെ പറയുക, എന്റെ ദൈവത്തിന്റെ നാമത്തെ ഉയർത്തുക. ഇന്ന് പകൽക്കാലം ഇങ്ങനെ ഒരു അവസരം എന്റെ ജീവിതത്തിൽ ദൈവം തന്നതിന് ഓർത്ത് സ്തോത്രം ചെയ്യുന്ന കർത്താവെ. അപ്പൊ അത് കർത്താവ് സങ്കീർത്തനക്കാരൻ പറഞ്ഞതുപോലെ നിന്റെ കണ്ണിനെ കണ്ണിൽ നിന്നും നിന്റെ കാലിന്റെ വീഴ്ചയിൽ നിന്നും നിന്റെ പ്രാണന മരണത്തിൽ നിന്ന് വിടിവിച്ച ദൈവം കർത്താവെ, ഇന്ന് പകൽക്കാലം അടിയുടെ ജീവിതത്തിൽ ചെയ്ത എല്ലാ ഉപകാരങ്ങൾക്കും കർത്താവെ, ദൈവത്തെയും കർത്താവ് ഒന്നുകൂടെ മഹത്വം പറയുക. ദൈവം ജീവിതത്തിൽ ഒരുക്കി തന്ന നല്ല ഭാഗ്യത്തിനായി സ്തോത്രം. അതിനൊരുക്കിയ കർത്താവെ, ഹാലിയ കർത്താവെ, അപ്പാ പ്രിയ കർത്താവെ, ഹന്യയും കർത്താവെ, ആ ജോയ്സ് ടിവിയുടെ ചാനലിന്റെയും ദൈവത്തിന്റെ കരങ്ങൾ തരുന്നപ്പച്ച കർത്താവെ, ഹാലലിയ കർത്താവെ, യേശുവേ, അവരുടെ ശുശ്രൂഷകൾ അനേക ജീവിതങ്ങൾക്ക് അനുഗ്രഹമായി തീരുക. ഇതുപോലെയുള്ള സാക്ഷികൾ കർത്താവ് അനേക ജീവിതങ്ങൾക്ക് മാറ്റം വരുത്തുന്നതായി തീരുക. ദൈവാത്മാവെ എന്ന് സഹായിക്കണമേ, ദൈവം ഉപയോഗിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദേശത്തിന്റെ നാനാ ഭാഗങ്ങളിലോ കർത്താവെ സ്തോത്രം, കർത്താവെ സ്തോത്രം, സ്തോത്രം ചെയ്യുന്ന കർത്താവെ, അറിയപ്പെടുന്ന ഒരു ശുശ്രൂഷയാക്കി കർത്താവെ ഈ നാടുകൾ കർത്താവിന്റെ മക്കളെ ദൈവം തീർക്കണമേ. കർത്താവെ സ്തോത്രം, അനേക കർത്താവെ ഹാലലിയ ജീവിതങ്ങൾക്ക് ആശ്വാസമായി കർത്താവെ, അനേക സാക്ഷ്യങ്ങളെ കർത്താവെ, ഹാലിലെ ദൈവം ചെയ്ത കർത്താവെ നന്മകളെ കർത്താവെ അത്ഭുതങ്ങളൊക്കെ പുറത്തു കൊണ്ടുവരുന്ന കർത്താവെ ഒരു ശുശ്രൂഷയാക്കി ദൈവം ഈ നാടുകൾ ദൈവം തീർക്കണമേ. അപ്പച്ച നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവെ. അതിന്റെ അതിരുകൾ വിശാലമാകട്ടെ കർത്താവെ. ദൈവമേ, അവർ ആഗ്രഹിക്കുന്നതിനേക്കാൾ അപ്പുറമായി ദൈവത്തിന്റെ ഒരു മഹാപ്രവൃത്തികൾ ജീവിത തലത്തിലൊക്കെ വെളിപ്പെടുക ദൈവാത്മാവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരെ കർത്താവെ കുടുംബം കർത്താവെ, ഹാലലിയ തലമുറകൾ അവരുടെ ശുശ്രൂഷകളൊക്കെ അനുഗ്രഹിക്കപ്പെടുവാൻ ദൈവം സഹായിക്കണമേ. കർത്താവെ, കർത്താവ് നാളുകൾ ഇതിനെ വളർത്തണമേ. അപ്പച്ച കർത്താവെ, സാക്ഷ്യങ്ങൾ കർത്താവ് കേൾക്കുന്ന ജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടുക, അതുമൂലം അനേകർ വിടുതലിലേക്ക് നയിക്കപ്പെടുക, യേശുവിനെ അറിയുക. ദൈവാത്മാവ് സഹായിക്കണമേ. ആ ദൈവ സാന്നിധ്യം ഈ ദിവസങ്ങൾ കർത്താവെ, കർത്താവെ, ഹാലലിയ ഹല്ലേലൂയ, ഈ കർത്താവെ ഹാലിയ ശുശ്രൂഷകളിലൂടെ കർത്താവ് വിടുതലായത് വെളിപ്പെടുവാൻ ദൈവം സഹായിക്കണമേ. കർത്താവിന്റെ കരം കൂടെ ഇരുന്ന മഹത്വം ഇറങ്ങട്ടെ. കർത്താവെ, അസാധാരണമായ ദൈവകരോ ഈ ദിവസങ്ങളിലൊക്കെ കർത്താവെ ശുശ്രൂഷകൾ മത്തിയുടെ കത്തിയിൽ ഇറങ്ങുവാൻ ദൈവാത്മാവ് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹാലലിയ, എവിടെയൊക്കെ ദൈവത്തിന്റെ മഹത്വം ഇറങ്ങിയോ അവിടെയെല്ലാം വിടുതൽ നടക്കുവാൻ ഇടയായി. ഇന്ന് കർത്താവ് പകൽക്കാല ദൈവമഹത്വം കർത്താവെ തൊടുന്നതിലെല്ലാം അനുഗ്രഹം പ്രാപിക്കുന്ന വിടുതൽ പ്രാപിക്കുന്ന കർത്താവെ, ഹാലലിയ കർത്താവെ, ഏതെല്ലാം കർത്താവെ ശുശ്രൂഷകളെ ചെയ്തെടുക്കുന്നുവോ അതിന്റെ മേലൊക്കെ ഒരു വിടുതൽ കർത്താവെ, അതിന്റെ മേലൊക്കെ ഒരു ദൈവപ്രവൃത്തി കാണുക. ഈ ദിവസങ്ങളൊക്കെ ദൈവാത്മാവ് പിന്നെയും സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. നന്ദിയോടെ സ്തുതിക്കുന്നു, നന്ദിയോടെ സ്തുതിക്കുന്നു. പിന്നെയും ദൈവം ശക്തമായി കരങ്ങൾ എടുക്കണമേ കർത്താവെ. ആത്മാവിൽ കർത്താവെ, ഹാലലിയ കർത്താവ് ബലത്തോടെ നിൽക്കുവാൻ പിന്നെയും ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പച്ച സകലത നാമം ദൈവനാമ മഹത്വത്തിനായി തീരട്ടെ കർത്താവെ. ഞാനോ കുറയണം, എന്റെ ദൈവത്തിന്റെ നാമം വളരെയണമെന്ന് കർത്താവ് ദൈവവചനം പറഞ്ഞതുപോലെ ഈ ദിവസങ്ങൾ കർത്താവ് ദേശത്തിന്റെ നാനാ ഭാഗങ്ങളും ദൈവത്തിന്റെ നാമം ഉയരത്തക്കവണ്ണം കർത്താവ് അത്ഭുതങ്ങളെ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. വ്യാണ്ടിയെ തരുന്നു, എന്റെ കുടുംബത്തെ തരുന്നു, ശുശ്രൂഷകളെ തരുന്നു. ദൈവമേ, സമൃദ്ധിയായ ദൈവം അനുഗ്രഹിക്കും, വർദ്ധിപ്പിക്കും കർത്താവെ. ദൈവമേ സ്തോത്രം കർത്താവെ. ദൈവ സകലതയെ സൃഷ്ടിച്ച് അതിന്റെ മേൽ വാഴുവാൻ കൽപ്പിച്ച കർത്താവെ, അന്ന് മുതൽക്കാല സകലത്തിൽ നിന്റെ മേൽ വാഴുവാനൊരു അധികാരം ദൈവത്തിന്റെ മക്കൾക്ക് ദൈവം കൊടുത്തിരിക്കുമ്പോ ഈ ദിവസങ്ങൾ കർത്താവ് ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുക ദൈവാത്മാവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കും, അത്ഭുതങ്ങളെ ചെയ്യും. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം യേശുനാഥന്റെ പിതാവേ, ആമേൻ. ആമേൻ ആമേൻ. ദേവദാസി